എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയ കഥയിലേക്ക് സ്വാഗതം. ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ. കഥയുടെ തുടക്കത്തിൽ തന്നെ. സമയം രാത്രി 1 മണി. കുന്താപുര റെയിൽവേ സ്റ്റേഷൻ. നേത്രാവതി എക്സ്പ്രസ് സ്റ്റേഷനിലെത്തിയ ഉടനെ തന്നെ ഞാൻ എൻ്റെ കെട്ടും പാണ്ഡവുമൊക്കെ എടുത്തിറങ്ങി ഫോണെടുത്ത് മെൽവിന് കോൾ ചെയ്തു. 2 റിങ്. അവൻ കോൾ എടുത്തു. ഹായ് കിച്ചു, നീ എത്തിയോ? എത്തി. വണ്ടി എത്തുമോടാ? ഞാൻ ചോദിച്ചു. എടാ ഇപ്പോൾ എത്തും. അതും പറഞ്ഞവൻ കോള് കട്ട് ചെയ്തു. ഞാൻ ബാഗെടുത്ത് സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടന്നു. ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് മൂകാംബികയിൽ ഒന്ന് പോകണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മെൽവിൻ നാട്ടിൽ ലീവിന് വന്നത്. പണ്ട് കടം കയറി നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവൻ്റെ പപ്പ കോട്ടയത്ത് നിന്നുള്ളതെല്ലാം വിറ്റുപിറക്കി കുന്താപുരയ്ക്ക് വണ്ടി കയറി. ഇപ്പോൾ മൂകാംബികയ്ക്കടുത്ത് ജഡിക്കൽ എന്ന ഗ്രാമത്തിൽ സെറ്റിൽഡാണ്. മെൽവിൻ ഗൾഫിൽ പോയതോടെ അവരുടെ സമയം തെളിഞ്ഞു. ഇപ്പോൾ ആ കൊച്ചു കർണാടക ഗ്രാമത്തിൽ അവനൊരു ചിന്ന ജമീന്ദാറായി വിലസുന്നു. എൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. പരിചയമില്ലാത്ത നമ്പർ. ഞാൻ അറ്റൻഡ് ചെയ്തു. ഹലോ, കിഷോർ സാറല്ലേ? അതെ, ഞാൻ മറുപടി കൊടുത്തു. സാർ, ഞാൻ മെൽവിൻ പറഞ്ഞിട്ട് വിളിക്കുവാണ്. ടാക്സി വണ്ടി ഇതേ സ്റ്റേഷനിലേക്ക് എത്തി സാർ. ഓക്കെ. ഞാൻ കോള് കട്ട് ചെയ്തതും വെളുത്ത സ്വിഫ്റ്റ് കാർ എൻ്റെ മുൻപിലേക്കെത്തി. ഡോർ തുറന്ന് സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി വന്നു. ഗുഡ് മോർണിംഗ് സാർ, കിഷോർ സാറല്ലേ? അവൻ സംശയത്തോട് ചോദിച്ചു. അതെ സാർ, ഞാൻ വിഷ്ണു. മെൽവിൻ സാറ് പറഞ്ഞു വിട്ടതാണ്. ഓക്കെ വിഷ്ണു. ബാക്ക് സീറ്റിൽ വെച്ചിട്ട് ഞാൻ ഫ്രണ്ട് സീറ്റിൽ കയറി. വിഷ്ണു വണ്ടിയെടുത്തു. വിഷ്ണു നന്നായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ. എൻ്റെ ചോദ്യത്തിനവൻ ഒരു ചെറു പുഞ്ചിരിയോടെ മറുപടി പറയാൻ തുടങ്ങി. ഞാൻ മലയാളിയാണ് സാർ. നാട്ടിൽ കോതമംഗലം. അച്ഛൻ്റെ നാട്ടിൽ ബിസിനസ്സായിരുന്നു. അത് പൊട്ടി. പിന്നെ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇവിടെ എത്തി സാർ. ഈ ജഡിക്കൽ എന്ന് പറയുന്നത് ഒരു മിനി കേരളയാണ് സാർ. 4000 മലയാളി കുടുംബങ്ങളുണ്ടാകും. നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥ വരുമ്പോൾ എങ്ങനെയോ ഇവിടെ എത്തിയവർ ഒരു കണക്കിന് അഭയാർത്ഥികൾ. വിഷ്ണു പറയുന്നത് കേട്ട് ഞാൻ കണ്ണടച്ചിരുന്നു. സാർ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല സാർ. ഈ നാട്ടിൽ അഭയം തേടിയെത്തിയ ആരെയും ഈ മണ്ണ് ചതിച്ചിട്ടില്ല. അതൊക്കെ പോട്ടെ, ഈ മെൽവിനുമായി സാറിനെങ്ങനെയാ പരിചയം? വിഷ്ണുവിൻ്റെ സംസാരം കേട്ട് ഞാൻ ചിരിച്ചു. വിഷ്ണു, ഈ ചങ്ക് ബ്രോ എന്നൊക്കെ പറയില്ലേ, അതാണവൻ. നഴ്സറി ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ഞാനും അവനും ഒരു ബെഞ്ചിലായിരുന്നു. പിന്നെ അവരിങ്ങോട്ട് പോന്നു. ഒരു 10 വർഷം നോ കോണ്ടാക്ട്. പിന്നെ 5 കൊല്ലം മുമ്പ് ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് അവൻ്റെ. അങ്ങനെ വീണ്ടും ഞങ്ങൾ പഴയ കൂട്ടുകാരായി. വിഷ്ണു വാതോരാതെ സംസാരിച്ചും എന്നെ കൊണ്ട് സംസാരിപ്പിച്ചും സമയവും ദൂരവും കുറച്ചു കൊണ്ടുവന്നു. വണ്ടി വനത്തിൻ്റെ ഉള്ളിൽ കൂടി ഓടിക്കൊണ്ടേയിരുന്നു. ഇടക്ക് മാനുകൾ റോഡിലിറങ്ങി ഞങ്ങളെ നോക്കി കണ്ണുകൾ ചിമ്മി കാണിച്ചു. വണ്ടി കാട് വിട്ടു എന്ന് മനസ്സിലായി. ചുറ്റും വീടുകൾ കണ്ടു തുടങ്ങി. ഞാൻ ടൈം നോക്കി. 2:30. ഒരു ചെറിയ ജംഗ്ഷൻ്റെ അടുത്ത് വണ്ടി നിന്നു. മെൽവിൻ വന്ന് വണ്ടിയിൽ കയറി. അളിയ നാറി, കഴിഞ്ഞ 5 കൊല്ലമായി ഇന്ന് വരാം നാളെ വരാമെന്ന് പറഞ്ഞ് നീ എന്നെ പറ്റിക്കുന്നു. അങ്ങനെ നീ എത്തിയല്ലേ? അവൻ്റെ ചോദ്യത്തിനുള്ള മറുപടി ഞാനൊരു ചിരിയിലൊതുക്കി. കാരണം അളിയൻ നല്ല ഫിറ്റിലാണ്. ദേഹത്തേക്ക് കയറി സ്നേഹിക്കും. വണ്ടി കുറച്ചുകൂടി മുൻപോട്ട് ഓടി ഇടതുവശത്തേക്ക് ഒരു മൺ റോഡിലേക്ക് കയറി. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാവുന്ന വഴി. ചുറ്റും കാടിന് വീണ്ടും കട്ടി കൂടി വരുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ വിഷ്ണുവിനെ നോക്കി. അവൻ ഡ്രൈവിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചിരിക്കുകയാണ്. മെൽവിടാ, നീ ഈ കാട്ടിലാണോ താമസം? ആയിരുന്നു, കഴിഞ്ഞ 13 വർഷം. ഈ കാട്ടിലൂടെ 2 കിലോമീറ്റർ നടന്നാണടാ ഞാനും മീരയും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ തിരിഞ്ഞ് മെൽവിനെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വരുന്നത് അരണ്ട വെളിച്ചത്തിൽ ഞാൻ അറിഞ്ഞു. വണ്ടി ആടിയൊലഞ്ഞൊരു പഴയ ഓടിട്ട വീടിൻ്റെ മുൻപിലെത്തി നിന്നു. വാ, ഇറങ്ങ്. മെൽവിൻ എൻ്റെ ബാഗും എടുത്തിറങ്ങി. ഞങ്ങളും. അവൻ വാതിൽ തുറന്ന് അകത്ത് കയറി ലൈറ്റിട്ടു. ഞാനും ഉള്ളിലേക്ക് കയറി. 2 മുറി, അടുക്കള, ഒരു ചെറിയ ഹാൾ. അത്രയേ ഉള്ളൂ. എന്നാലും എന്തോ ഒരു ഐശ്വര്യം ആ വീടിന് ഫീൽ ചെയ്തു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കിച്ചുവിന് എൻ്റെ ഈ കന്നഡ മണ്ണിലേക്ക് സ്വാഗതം. അതും പറഞ്ഞ് മെൽവിൻ അവൻ്റെ അരയിൽ നിന്നും കുപ്പി വലിച്ചെടുത്തു. എൻ്റെ ചുണ്ടുകളിൽ ഒരു ചിരി വിടർന്നു. വെള്ളമടിയും വാചകമടിയും തമ്മിൽ അടിയും കരച്ചിലും ചിരിയുമൊക്കെയായി ഞാൻ എപ്പോഴോ ഫ്ലാറ്റായി. ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേട്ട് ഞാൻ കണ്ണു തുറന്ന് മേൽപോട്ട് നോക്കി. ഫാൻ കറങ്ങുന്നു. ഇതെവിടാ? അന്തം വിട്ട് എഴുന്നേറ്റ് തലയ്ക്ക് വല്ലാത്ത ഭാരം. ഫോൺ നോക്കി. അത് മേശപ്പുറത്ത് കിടന്ന് അലമുറ ഇടുന്നു. ഫോൺ എടുത്തു. ഹലോ, എഴുന്നേറ്റോ? അപ്പുറത്ത് മെൽവിൻ്റെ സൗണ്ട്. എടാ നീ എവിടാ? ഞാൻ ചോദിച്ചു. എടാ, രാവിലെ അത്യാവശ്യമായി വീട് വരെ ഒന്ന് വരേണ്ടി വന്നു. നീ കുളിച്ച് റെഡിയായിരുന്നോ? ഞാൻ ദേ എത്തി. എന്തെങ്കിലും ചോദിക്കും മുമ്പേ ഫോൺ കട്ടായി. ടൈം നോക്കി. 10:30. പതിയെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. പുറത്തെത്തി ചുറ്റുമൊന്ന് നോക്കി. ചുറ്റും റബ്ബർ കാടുകൾ മാത്രം. കുറച്ചു മാറി നീളത്തിൽ 3 ഷെഡുകൾ കണ്ടു. പതിയെ അങ്ങോട്ട് നടന്നു. അതിൻ്റെ അടുത്ത് എത്തുന്തോറും കലവില ശബ്ദം കേൾക്കാൻ തുടങ്ങി. കോഴിക്കുഞ്ഞുങ്ങൾ. ഷെഡിൻ്റെ അകത്തേക്ക് കയറി. നിരനിരയായി വല കൊണ്ട് തിരിച്ച കൂടുകളിൽ 100 കണക്കിന് കോഴിക്കുഞ്ഞുങ്ങൾ. ഹലോ മാഷേ. പെട്ടെന്ന് സുന്ദരമായൊരു കിളിനാദം കാതിൽ വന്ന് പതിച്ചു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. 18 വയസ്സ് തോന്നിക്കുന്ന ഒരു സുന്ദരി കുട്ടി.
അരക്കു കീഴെത്തുന്ന മുടിയിഴകൾ വിടർന്നു കിടക്കുന്നു, വിടർന്ന കണ്ണുകൾ, ചുവന്ന തൊടുത്ത കവിളുകൾ. ബാക്കി നോക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല. ഇയാൾ എന്തുവാ പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? കോഴി ഫാമിൽ എന്താ കാര്യം? അവളുടെ ആ ചോദ്യവും അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പെമ്പിള്ളേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും വൃത്തികെട്ടൊരു സാധനത്തെ കണ്ടിട്ടില്ല. ഞാനും ദേഷ്യത്തിൽ പറഞ്ഞു, സോറി, ഒരു കോഴിയോടൊരിക്കലും കോഴി ഫാമിൽ എന്താ കാര്യമെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു. അവൾ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. കാന്താരി ആൾ കൊള്ളാമല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. എന്നെപ്പറ്റി മനസ്സിലാക്കിയ സ്ഥിതിക്ക് എൻ്റെ പേരും കൂടി പറഞ്ഞേക്കാം, കിഷോർ. കിച്ചു എന്ന് എല്ലാവരും വിളിക്കും. മെൽവിൻ്റെ ഫ്രണ്ടാണ്. ഞാൻ സമാധാനത്തിൻ്റെ പാതയിലേക്ക് തിരിഞ്ഞു. ഇവിടെ ഉള്ളതിനെ കൊണ്ട് സമാധാനം പോയി. അന്നേരം ദേ അടുത്തത് വന്നേക്കുന്നു. അവൾ പിറുപിറുത്തുകൊണ്ട് കയ്യിലിരുന്ന ചരുവം താഴെ വെച്ചു. മെൽവിനിവിടെ നല്ല പേരാണ് എന്നെനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. എന്നാലും അവളെ അങ്ങനെ വിട്ടുകളയാനും തോന്നിയില്ല. അതെ, ഭവതിയുടെ പേരെന്താണാവോ? ഞാൻ ചോദിച്ചു. അവൾ എഴുന്നേറ്റ് നടുവിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു, വൈദേഹി. അവളത് പറഞ്ഞതും ആ പ്രദേശം കിടക്കിക്കൊണ്ട് ശക്തമായൊരു ഇടിമുഴങ്ങി. ശക്തമായ ഇടിമുഴക്കത്തിൽ ഞാൻ ഞെട്ടിവിറച്ചു. അവളും ഞെട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ഓരോരോ മാരണങ്ങൾ കാലുകുത്തിയില്ല. അതിനു മുമ്പ് തന്നെ ഇടിവെട്ടും മഴയും തുടങ്ങി. അവൾ എന്നെ കൊള്ളിച്ചു പറഞ്ഞു, അതിന് മഴ പെയ്തില്ലല്ലോ? ഞാൻ ചോദിച്ചു. പെയ്യുമല്ലോ. അവൾ പറഞ്ഞു തീർന്നതും മഴ അതിൻ്റെ സർവ്വ സൗന്ദര്യത്തോടും കൂടി പെയ്തിറങ്ങാൻ തുടങ്ങി. ഇതെന്താ ഇങ്ങനെയെന്ന് ആലോചിച്ച് ഞാൻ വണ്ടറടിച്ച് നിൽക്കുമ്പോൾ അവൾ ഫ്രീ ആയിട്ടൊരു ഉപദേശം. അതേ മാഷേ, കൂട്ടുകാരൻ ഇപ്പോൾ വരും, വേഗം റെഡിയാകാൻ നോക്ക്, ഞാൻ എൻ്റെ പണി നോക്കട്ടെ. അവളത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. മെൽവിൻ ഇപ്പോൾ വരും. ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് പിടിച്ചു നിർത്തിയതുപോലെ മഴയും നിന്നു. ഇതെന്ത് മറിമായമെന്ന് ആലോചിച്ച് ഞാൻ വേഗം നടന്നു. ഇടക്കൊന്ന് തിരിഞ്ഞു നോക്കി. അവിടെ എന്നെ തന്നെ നോക്കി നിൽക്കുന്ന വൈദേഹി. അവളുടെ കണ്ണുകൾ തിളങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. വൈകുന്നേരം കാണാം, ഞാൻ അവളോട് വിളിച്ചു പറഞ്ഞു. വേണമെന്നില്ല, അവൾ തിരിച്ചു പറഞ്ഞു. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി കാന്താരി. മനസ്സിൽ അതും പറഞ്ഞ് ഞാൻ വേഗം നടന്നു. പ്രഭാതകൃത്യങ്ങളെല്ലാം ഒരു 45 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് റെഡിയായി പുറത്തേക്ക് ഇറങ്ങിയതും ഒരു ഹോൺ കേട്ടു. വരുന്നുണ്ട്, എന്തൊരു ടൈമിങ്. ഇറക്കമിറങ്ങി വെളുത്ത ബൊലേറോ മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. എടാ, റെഡിയായോ? ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് മെൽവിൻ ചോദിച്ചു. യെസ്, ഞാൻ റെഡി. അവൻ വേഗം ഇറങ്ങി വന്നു. വാതിൽ പൂട്ടി വാ, പോകാം. അവൻ വണ്ടിയിൽ കയറി. എങ്ങോട്ടാ ചോദിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി. ആദ്യം എൻ്റെ പുതിയ വീട്ടിലേക്ക്. അവിടെ എല്ലാവരുമുണ്ട്. പിന്നെ നിനക്ക് നിന്റെ ദേവിയെ തൊഴാൻ കൊല്ലൂർക്ക്. ഓക്കെ മൈ ബോയ്. അവനത് പറഞ്ഞ് വണ്ടിയെടുത്തു. വണ്ടി വളഞ്ഞു പൊളഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ മൺവഴിയിലൂടെ മുൻപോട്ട് നീങ്ങി. 2 സൈഡിലും കൃഷിസ്ഥലങ്ങൾ. ഇവിടെ വേറെയും താമസക്കാരുണ്ടോ? ഞാൻ ചോദിച്ചു. പിന്നെ ഒരു 10-15 വീട്ടുകാർ കാണും, മുഴുവൻ മലയാളീസ്, അവൻ പറഞ്ഞു. ഓ, എന്നാലും ഈ കാടിൻ്റെ ഉള്ളിൽ എങ്ങനെ? ഗതികേടുകൊണ്ട് എൻ്റെ ചോദ്യത്തിന് അവൻ ഉത്തരം പറഞ്ഞു. എടാ, നാട്ടിൽ നിൽക്കാൻ രക്ഷയില്ലാതെ വന്നപ്പോൾ ഇവിടെ വന്ന് പെട്ടു. ചുളി വിലക്ക് കിട്ടിയ സ്ഥലം. അവിടെ നന്നായി പണിയെടുത്തു. പിന്നെ വനം. ഒന്നും പേടിക്കാനില്ല. കുറേ മാൻ, പന്നി, മുയൽ, അങ്ങനെയുള്ള ജീവികൾ. പിന്നെ പട്ടിപ്പുലി എന്നൊരു സാധനമുണ്ട്. പട്ടിപ്പുലിയോ? ഞാൻ ചോദിച്ചു. ആ, കണ്ടാൽ പുലിയെപ്പോലെ ഇരിക്കും, പക്ഷെ അത്രയും വലിപ്പമില്ല. പട്ടിയെ കണ്ടാൽ വിടില്ല. അങ്ങനെ വന്ന പേരാണ് പട്ടിപ്പുലി. അവൻ വിശദീകരിച്ചു. ഓ, സമ്മതിക്കണം, ഞാൻ സ്വയം പറഞ്ഞു. ആരെ? അവൻ ചോദിച്ചു. ഇവിടെ താമസിക്കുന്നവരെ, പിന്നെ രാവിലെ കണ്ട ആ പെങ്കൊച്ചിനെ. ഞാൻ പറഞ്ഞു നിർത്തിയതും മെൽവിൻ ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തിയതും ഒരുമിച്ചായിരുന്നു. പെൺകൊച്ചോ? ഏത് പെൺകൊച്ച്? അവൻ ചോദിച്ചു. അവൾ ആ വൈദേഹി, നിന്റെ കോഴിഫാം നോക്കുന്ന ആ കാന്താരി. ഏത് വൈദേഹി? ഡാ കിച്ചു, നീ എന്ത് തേങ്ങയായി പറയുന്ന? അളിയ, നിനക്ക് കെട്ടുവിട്ടില്ലേ? അവൻ ചോദിച്ചു. ഓടാ അവിടുന്ന്. അവൾ നിന്നെ അറിയുമെന്ന് പറഞ്ഞല്ലോ. പിന്നെ അവൾ പേര് പറഞ്ഞപ്പോൾ ഇടിവെട്ടി മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ മഴയും പെയ്തു. ഞാൻ പറഞ്ഞു നിർത്തിയതും മെൽവിൻ കണ്ണുമിഴിച്ച് എന്നെ നോക്കി. മഴയോ? നീ രാവിലെ കഞ്ചാവ് അടിച്ചോ? സത്യം പറ, അവൻ എന്നോട് ചോദിച്ചു. അപ്പോൾ മഴ പെയ്തത് നീ അറിഞ്ഞില്ലേ? ഞാൻ ചോദിച്ചതും മെൽവിൻ വണ്ടി തിരിച്ചു. പഴയ വീട്ടിലെത്തും വരെ ഞങ്ങളൊന്നും മിണ്ടിയില്ല. അവിടെ എത്തിയതും അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. ഡാ കിച്ചു, നീ നോക്ക്, ഇവിടെ എവിടെയാടാ മഴ പെയ്തേക്കുന്നത്? പുറത്തേക്ക് ഇറങ്ങിയ ഞാൻ ശരിക്കും ഞെട്ടി. കാരണം മഴ പെയ്ത ഒരു ലക്ഷണവും അവിടെയില്ല. ഞാൻ വേഗം കോഴിഫാമിൻ്റെ അങ്ങോട്ട് നടന്നു. എൻ്റെ ഒപ്പം മെൽവിനും. അവിടെ എത്തിയ ഞങ്ങൾ 2 പേരും ഞെട്ടി. കാരണം അവിടെ നല്ല സൂപ്പർ മഴ പെയ്ത എല്ലാ ലക്ഷണവുമുണ്ട്. ഞാനും മെൽവിനും പരസ്പരം നോക്കി. ഇടാ മെൽവിൻ. ആ വിളിയിൽ ഞങ്ങൾ 2 പേരും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഒരു 45 വയസ്സ് തോന്നിക്കുന്ന മനുഷ്യൻ. ആളുടെ കൂടെ ഒരു ചേച്ചിയും പുള്ളിയുടെ ഭാര്യയുമായിരിക്കും. ഞാൻ മെൽവിനെ നോക്കി. അവൻ്റെ മുഖത്തൊരു ആശ്വാസം കണ്ടു. സണ്ണിച്ചേട്ടൻ, ഇന്ന് രാവിലെ മഴ പെയ്തോ? മെൽവിൻ അവനോട് ചോദിച്ചു. ഇല്ല, എന്നതാടാ? സണ്ണിച്ചേട്ടൻ അവനോട് ചോദിച്ചു. അല്ല, ഇവിടെ മൊത്തം നനഞ്ഞു കിടക്കുന്നു, അവൻ അവരോട് പറഞ്ഞു. കർത്താവേ, ഇതെന്നാ പറ്റി? സണ്ണിച്ചേട്ടനും ചേച്ചിയും ഒരുപോലെ നെഞ്ചിൽ കൈവച്ചു. അതെന്തേലും ആവട്ടെ, നീ വാ. സണ്ണിച്ചേട്ടാ, വൈകുന്നേരം കാണാം, കുറച്ച് തിരക്കുണ്ട്. ഇത്രയും പറഞ്ഞ് അവൻ വേഗം വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. കൂടെ ഞാനും. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ അവൻ പറഞ്ഞു,
നീ കണ്ട സണ്ണിച്ചേട്ടനും മോളിച്ചേച്ചിയുമാണ് ഫാം നടത്തുന്നത്. അതുമാത്രമല്ല, ഇവിടെ മൊത്തം ക്രിസ്ത്യൻ ഫാമിലിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വൈദേഹി എവിടെ നിന്ന് വരാനാണ്? ഞാനാകെ ഷോക്കായിരിക്കുവാണ്. സത്യമേത് മിഥ്യ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. അവൻ്റെ പുതിയ വീട് എത്തുന്നവരെ ഞങ്ങളൊന്നും മിണ്ടിയില്ല. അവിടെ എത്തി അവൻ്റെ പപ്പയുടെയും അമ്മയുടെയും ചോദ്യങ്ങൾക്ക് ഉത്തരവും പറഞ്ഞ് കാപ്പി കുടിച്ച് കൊല്ലൂർ പോകാൻ ഞങ്ങളിറങ്ങി. ഇതിൻ്റെ ഇടയിൽ മെൽവിൻ നൈസായിട്ട് പപ്പയോടും അമ്മയോടും ചോദിച്ചു. പക്ഷെ അവർക്കും അങ്ങനെ ഒരു പെങ്കുച്ചിനെ പറ്റി അറിയില്ലായിരുന്നു. ഞങ്ങൾ കൊല്ലൂർക്ക് തിരിച്ചു. ഞാനാകെ അസ്വസ്ഥനായിരുന്നു. മെൽവിൻ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. വണ്ടി അമ്പലത്തിൻ്റെ പുറകിലുള്ള പാർക്കിങ്ങിലിട്ടു. എൻ്റെ പാദങ്ങൾ ആ മണ്ണിൽ തൊട്ടതും എന്തോ ഒരു ഊർജ്ജം എന്നിൽ നിറയുന്നതായി എനിക്ക് തോന്നി. ഞാൻ പുറത്തിറങ്ങി ചുറ്റുമൊന്ന് നോക്കി. പെട്ടെന്ന് എൻ്റെ പുറത്ത് ആരോ തട്ടി. ഞാൻ ഞെട്ടി പുറകിലേക്ക് നോക്കി. വളരെ പ്രായമായൊരു മുത്തശ്ശി. അവരുടെ കണ്ണുകളിൽ ഒരു തീഷ്ണത എനിക്ക് കാണുവാൻ കഴിഞ്ഞു. ഒടുവിൽ നീ വന്നുവല്ലേ പകരം ചോദിക്കാൻ? അവളുടെ കാത്തിരിപ്പ് വെറുതെയായില്ല. പക്ഷെ എതിരാളികൾ ശക്തരാണ്, മുമ്പത്തേക്കാൾ ശക്തർ. പഴയ അലി തോറ്റുപോയെടുത്ത് കിഷോർ ജയിക്കണം. അതിനാ അവൾ നിന്നെ ഇത്രയും നാൾ കാത്തിരുന്നേ. എൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ടവർ സിംഹഗർജനം പോലെ പറഞ്ഞു. എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. യാന്ത്രികമായി ഞാൻ ചോദിച്ചു, ആര്? അവൾ, വൈദേഹി. ഇത്രയും പറഞ്ഞവർ നടന്നു നീങ്ങി. ഞാൻ മെൽവിനെ നോക്കി. അവൻ പന്തം കണ്ട പെരിച്ചാഴി പോലെ എന്നെയും നോക്കി വാ പൊളിച്ചു നിൽക്കുന്നു. ക്ഷേത്രനടയിൽ മൂകാംബികയെ തൊഴുതു നിൽക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയായിരുന്നു. ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹം, മൂകാംബിക ദർശനം. അത് സാധ്യമായതിൻ്റെ നിർവൃതിക്ക് പകരം ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ എന്നെ അസ്വസ്ഥനാക്കി. ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി വണ്ടിയെ ലക്ഷ്യം വെച്ച് നടന്നു. അവിടെ വണ്ടിയുടെ അടുത്ത് മെൽവിനാകെ ടെൻഷൻ അടിച്ച് ആരെയോ ഫോൺ വിളിക്കുന്നുണ്ട്. പാവം, ഞാൻ കാരണം അവൻ്റെയും ഉറക്കം പോയി. ഞാനൊന്നും മിണ്ടാതെ ഡോർ തുറന്ന് വണ്ടിക്ക് ഉള്ളിൽ കയറിയിരുന്നു. അവൻ എന്നെ ഒന്ന് നോക്കിയിട്ട് വണ്ടിയിൽ കയറി വണ്ടി സ്റ്റാർട്ടാക്കി. മെൽവിൻ, ഞാൻ അവനെ വിളിച്ചു. നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നീ കാരണം എനിക്കൊരു പ്രോബ്ലം ഉണ്ടാകരുത്. അതുകൊണ്ട് നീ തിരിച്ചു പോകുന്നു എന്നല്ലേ? ഒരു നിമിഷം നിർത്തിയിട്ട് അവൻ എൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ പോയാൽ നിനക്ക് മനസ്സമാധാനം കിട്ടുമോ? നിനക്ക് കിട്ടിയാലും എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ അവസാനം കാണണം. അതിനി മരണമായാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. പറഞ്ഞു നിർത്തിയിട്ട് അവൻ എന്നെ ഒന്ന് നോക്കി. അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, അളിയനെന്തോ തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ്. ഞാൻ മറുപടി ഒന്നും പറയാതെ മൂളുക മാത്രം ചെയ്തു. മെൽവിൻ വണ്ടി പുറത്തേക്കെടുത്തു. നമുക്ക് ആദ്യം വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ചിട്ട് പഴയ വീട്ടിലേക്ക് പോകാം. അവനത് പറഞ്ഞുകൊണ്ട് ബൊലേറോ മുൻപോട്ട് വായിച്ചു. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ പിറകിൽ നിന്നും നിർത്താതെ ഹോൺ മുഴക്കി വിഷ്ണുവിൻ്റെ വണ്ടി. മെൽവിൻ വണ്ടി ഒതുക്കി. വിഷ്ണു വണ്ടി നിർത്തി ഇറങ്ങി വന്നു. മെൽവിനെ, നീ ഫോണിൽ കൂടി പറഞ്ഞതൊക്കെ സത്യമാണോ? വിഷ്ണു വന്ന ഉടനെ മെൽവിനോട് ചോദിച്ചു. സത്യം. വിഷ്ണുവിന് മറുപടി കൊടുത്തത് ഞാനായിരുന്നു. വിഷ്ണു എന്നെ ഒന്ന് നോക്കി. ഇന്നലെ കണ്ട ഞാനും ഇപ്പോഴത്തെ ഞാനും തമ്മിലുള്ള വ്യത്യാസം അവന് മനസ്സിലായതുകൊണ്ടായിരിക്കും അവൻ മെൽവിനോടാണ് സംസാരിച്ചത്. ഇവിടെ അടുത്തൊരു ടീമുണ്ട്. ഈ വക പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ആളാണ്. നീ അറിയും, ഫാദർ വിൻസെന്റ്. ഏത്, ആ ഓർഫനേജ് നടത്തുന്ന അച്ഛനോ? മെൽവിൻ ചോദിച്ചു. അത് തന്നെ. 1-2 കേസിന് അച്ഛൻ്റെ കൂടെ ഓട്ടം പോയത് ഞാനാണ്. ആള് മിടുക്കനാണ്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? വിഷ്ണു ചോദിച്ചു. മെൽവിൻ എന്നെ നോക്കി. ഞാൻ എന്തിനും റെഡിയായി നിൽക്കുവാണ്. ഈ നാട്ടിൽ കാലുകുത്തിയിട്ട് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല. അതിനിടയ്ക്കുണ്ടായ അനുഭവങ്ങൾ എൻ്റെ യുക്തിക്ക് നിരക്കാവുന്നതല്ല. അതിനൊക്കെ ഒരു ഉത്തരം എനിക്ക് വേണം. പോകാം, ഞാൻ പറഞ്ഞു. ഞങ്ങൾ 3 പേരും വണ്ടിയിൽ കയറി. ബന്ദൂർ റൂട്ടിൽ മെൽവിൻ വണ്ടി തിരിച്ചു. ഏകദേശം അരമണിക്കൂർ വണ്ടി ഓടിക്കാണും. റോഡിൻ്റെ ഇടതുവശം ചേർന്ന് ഒരു ബോർഡ് കണ്ടു, ഹോം ഓഫ് ഫെയ്ത്ത്. വണ്ടി ഇടത്തേക്ക് തിരിഞ്ഞ് ചെറിയ വഴിയിലൂടെ ഒരു 200 മീറ്റർ ഓടി ഒരു ചെറിയ കെട്ടിടത്തിൻ്റെ മുൻപിൽ എത്തി നിന്നു. വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടാകണം 55 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ പുറത്തേക്ക് വന്നു. ഞങ്ങൾ വണ്ടി ഓഫ് ചെയ്ത് പുറത്തിറങ്ങി. ഞാനാണ് തോമസ് ചേട്ടാ, വിഷ്ണു. ടാക്സി ഡ്രൈവർ മറന്നുപോയോ? വിഷ്ണു അദ്ദേഹത്തോട് പറഞ്ഞു. ആ, നീയായിരുന്നോ? നീ വരുമെന്ന് അച്ഛൻ പറഞ്ഞായിരുന്നു. ഇതൊക്കെ ആരാ? തോമസ് ചേട്ടൻ ചോദിച്ചു. ഞാൻ മെൽവിൻ, ജഡിക്കലാണ് വീട്. ഇതെൻ്റെ ഫ്രണ്ട് കിഷോർ, കോട്ടയത്തിൽ നിന്നും വന്നതാ. തോമസ് ചേട്ടൻ എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് എന്നെ നോക്കി പുഞ്ചിരിച്ചു. കയറി വാ, അച്ഛനകത്തുണ്ട്. തോമസ് ചേട്ടൻ അകത്ത് കയറി. പുറകെ ഞങ്ങളും. ദേ, അച്ഛൻ അവിടെയുണ്ട്. വലതുവശത്തെ ഒരു മുറി കാണിച്ചു തന്നു. ഞങ്ങൾ 3 പേരും വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ഒരു ഓഫീസ് റൂം പോലെ ഉണ്ടായിരുന്നു. അവിടെ മേശക്ക് പുറകിൽ ഞങ്ങളെ ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരിക്കുന്ന 35 വയസ്സ് തോന്നിക്കുന്ന സുമുഖനായ വൈദികൻ, ഫാദർ വിൻസെന്റ്. ക്ലീൻ ഷേവ് ചെയ്ത മുഖത്ത് ഒരു ചൈതന്യം എനിക്ക് ഫീൽ ചെയ്തു. എന്താ കിഷോർ അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? അകത്തേക്ക് വാടോ. ഫാദർ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ പേര് അച്ഛനെങ്ങനെ മനസ്സിലായി എന്ന എൻ്റെ സംശയം ഞാൻ അച്ഛനോട് ചോദിച്ചു. അച്ഛോ, എൻ്റെ പേര് എങ്ങനെ അച്ഛന് മനസ്സിലായി? അച്ഛനൊന്ന് ചിരിച്ചു. അത് വിഷ്ണു എന്നെ ഫോണിൽ വിളിച്ച് സംഭവത്തിൻ്റെ ഒരു ഏകദേശ രൂപം തന്നിരുന്നു. പിന്നെ തൻ്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ മനസ്സിലായി താനാണ് കിഷോർ എന്ന്. വാ, ഇരിക്കേ.
ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിമുഖമായിരുന്നു. ഇനി കിഷോർ പറ, എന്തൊക്കെയോ സംഭവിച്ചേ? ഞാൻ കുന്താപുര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തുടങ്ങി ഇപ്പോൾ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ അച്ഛനോട് പറഞ്ഞു. എൻ്റെ കുടുംബം, ബാല്യകാലം, പഠനം, ജോലി, അങ്ങനെ കുറേ ചോദ്യങ്ങൾ കൂടി അച്ഛൻ എന്നോട് ചോദിച്ചു. എല്ലാത്തിനും ഞാൻ അച്ഛനോട് ഉത്തരം പറഞ്ഞു. ഇടയ്ക്ക് മെൽവിനോടും ചോദ്യങ്ങൾ ചോദിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ് അച്ഛൻ എഴുന്നേറ്റ് അവിടെയുള്ള കർത്താവിൻ്റെ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചു. ബൈബിൾ തുറന്ന് 5 മിനിറ്റ് എന്തോ വായിച്ചു. ബൈബിൾ അടച്ചു വെച്ച് എന്നെ നോക്കി. കിഷോർ, ഒന്ന് ഇങ്ങോട്ട് വരൂ. അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. കിഷോർ, തനിക്ക് ഏറ്റവും വിശ്വാസമുള്ള തൻ്റെ ദൈവത്തെ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പറഞ്ഞത് കേട്ട് ഞാൻ കണ്ണുകളടച്ച് മൂകാംബികയെ ധ്യാനിച്ചു. അക്ഷരാദേവതയുടെ രൂപം എൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നു. അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് ഉറക്കെ ബൈബിൾ വചനങ്ങൾ ഉരുവിടാൻ തുടങ്ങി. എത്ര നേരം അങ്ങനെ നിന്നുവെന്നറിയില്ല. അച്ഛൻ എന്നെ തോളത്ത് തട്ടി വിളിച്ചു. കിഷോർ. ഞാൻ കണ്ണുകൾ തുറന്നു. എൻ്റെ മുമ്പിൽ അച്ഛൻ്റെ പുഞ്ചിരി തൂങ്ങുന്ന മുഖം. ആ കണ്ണുകൾ തുടയ്ക്കണോ? അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഞാൻ കരയുകയായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ വേഗം കണ്ണുകൾ തുടച്ചു. കിഷോർ, അവിടെ പോയിരിക്കേ, അച്ഛൻ പറഞ്ഞു. ഞാൻ കസാരയിൽ പോയിരുന്നു. അച്ഛനും വന്നിരുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ 3 പേരും ശ്രദ്ധിച്ചു കേൾക്കണം. അച്ഛൻ പറയാൻ തുടങ്ങി. മരണം മനുഷ്യജീവിതത്തിലെ പരമമായ സത്യം. അതുപോലെ തന്നെയാണ് മരണാനന്തര ജീവിതവും. എത്രത്തോളം ആൾക്കാർ അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് സത്യമാണ്. അതുപോലെ തന്നെ മരണാനന്തര ജീവിതവും പല വിധത്തിലുണ്ട്. ഭൂമിയിൽ ചെയ്യാൻ ഒന്നും ബാക്കിയില്ലാത്തവർ മോക്ഷം കിട്ടി സ്വർഗസ്ഥനായ പിതാവിൻ്റെ സമക്ഷത്തിൽ എത്തിച്ചേരും. എന്തെങ്കിലും ചെയ്യാനോ അനുഭവിക്കാനോ ബാക്കിയുള്ളവർ ഒന്നുകിൽ അവരുടെ മരണശേഷം വീണ്ടും ജന്മമെടുക്കും, പുനർജന്മം, അല്ലെങ്കിൽ മോക്ഷം കിട്ടാതെ ഈ ഭൂമിയിൽ തന്നെ ദുരാത്മാവായി അലയും. ഫാദർ ഒരു നിമിഷം നിർത്തി, എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. ഇവിടെ കിഷോർ അങ്ങനെ പുനർജന്മം എടുത്തു വന്നതാണ്. വൈദേഹി ഭൂമി വിട്ടു പോകാതെ കിഷോറിൻ്റെ പുനർജന്മം കാത്തു കഴിഞ്ഞ ഒരു ആത്മാവ്. ഫാദർ പറഞ്ഞു നിർത്തിയതും എൻ്റെ ശരീരത്തിലൂടെ ഒരു തരിപ്പ് പാഞ്ഞുപോയി. ഫാദർ തുടർന്നു. ഇവിടെ കിഷോറിന് കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങൾ ഓർമ്മയുണ്ടാകില്ല. അത് ഓർമ്മിപ്പിക്കാനാണ് വൈദേഹി ശ്രമിക്കുന്നത്. കിഷോർ ഇന്നല്ലെങ്കിൽ നാളെ അത് അറിയുക തന്നെ ചെയ്യും. ഇപ്പോൾ കിഷോറിന് അതറിയണോ? ഫാദർ ചോദിച്ചു. അറിയണം. ഉത്തരം പറഞ്ഞത് മെൽവിനാണ്. അറിയണം ഫാദർ. ഇവിടെ നിന്നും പുറത്തേക്കിറങ്ങുമ്പോൾ ഞങ്ങൾക്കിനി എന്ത് എന്നതിനെക്കുറിച്ച് ഒരു ധാരണ വേണം ഫാദർ, മെൽവിൻ പറഞ്ഞു. കിഷോറൊന്നും പറഞ്ഞില്ല? ഫാദർ ചോദിച്ചു. അറിയണം ഫാദർ, ഞാൻ യാന്ത്രികമായി പറഞ്ഞു. ഗുഡ്, എൻ്റെ കൂടെ വരൂ. ഫാദർ ഞങ്ങളെ മറ്റൊരു മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അരണ്ട നീല വെളിച്ചം ആ മുറിയിൽ തങ്ങി നിന്നു. അവിടെയുള്ള കസേരകൾ ചൂണ്ടിക്കാണിച്ച് മെൽവിനോടും വിഷ്ണുവിനോടും ഫാദർ ഇരിക്കുവാൻ നിർദ്ദേശിച്ചു. എന്നോട് അവിടെയുള്ള ബെഡിൽ കിടക്കുവാൻ. ഞാൻ ഫാദറിനെ അനുസരിച്ചു. ഫാദറിൻ്റെ നെറ്റിയിൽ ചൂണ്ടുവിരൽ അമർത്തി അകലെ കാണുന്നൊരു ചുവന്ന ബിന്ദുവിൽ എൻ്റെ മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ നിർദ്ദേശിച്ചു. പിന്നെയും ഫാദർ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എൻ്റെ പുനർജന്മത്തിലേക്ക്, നൂറ്റാണ്ടുകൾ പുറകിലേക്ക്. എൻ്റെ മനസ്സിൽ പല ചിത്രങ്ങൾ മിന്നിമറഞ്ഞു. ഇപ്പോൾ എനിക്ക് ചിത്രങ്ങൾ വ്യക്തമായി കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു മത്സരവേദിയിലാണ്. അവിടെ ഉയർന്ന വേദിയിൽ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി രാജകീയ പ്രൗഢിയോടെ മൈസൂർ സുൽത്താൻ. വേദിക്ക് താഴെ ഗോദയിൽ ഉരുക്കുതോൽക്കുന്ന ശരീരവുമായി മൈസൂർ രാജ്യത്തെ ഏറ്റവും കരുത്തനായ യോദ്ധാവ് നാഗപ്പ നായിക്. തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച പൊടി തട്ടിക്കളഞ്ഞ അദ്ദേഹം ഗോദയിലേക്ക് മല്ലന്മാരെ വെല്ലുവിളിക്കുന്നു. പെട്ടെന്ന് ആ ഗോദയിലേക്ക് ഒരു 20 വയസ്സ് തോന്നിക്കുന്ന യുവാവ് കയറി ചെന്നു. ചുറ്റും കൂടി നിൽക്കുന്ന 10,000 ആർത്തു വിളിച്ചു. കടഞ്ഞെടുത്തതുപോലെ ദൃഢമായ ശരീരം, ഉറച്ച മാംസപേശികൾ, പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിൽക്കുന്ന സൂര്യപ്രഭ വിതറുന്ന ആ മുഖം കണ്ട ഞാനൊന്ന് ഞെട്ടി. കാരണം ആ മുഖത്തിന് എൻ്റെ മുഖവുമായി നല്ല സാമ്യമല്ല, അത് ഞാൻ തന്നെ. ജനങ്ങളുടെ ആർപ്പുവിളിക്കിടെ സുൽത്താൻ അടുത്തു നിന്ന് തൻ്റെ മന്ത്രിയോട് ചോദിച്ചു, ആരാ യുവാവ്? അത് നമ്മുടെ പീരങ്കിപ്പടയുടെ 6 തലവന്മാരിൽ ഒരാളായ മുഹമ്മദിൻ്റെ മകനാണ്. എന്താ അവൻ്റെ പേര്? അലി, യൂനസ് അലി ഖാൻ. ആ പേര് 10,000 നാവുകളിൽ തിരമാല പോലെ ആഞ്ഞടിച്ചു. യൂനസ് അലി ഖാൻ. ആ പേര് മൈസൂർ ജനത നെഞ്ചത്ത് ഏറ്റെടുക്കാൻ വേണ്ടി വന്നത് വെറും അരനാഴി നേരം. ദക്ഷിണ ഭാരതം മുഴുവൻ കാൽക്കീഴിലാക്കിയ നാഗപ്പ നായിക് എന്ന മൈസൂർ സുൽത്താൻ്റെ സ്വകാര്യ അഹങ്കാരത്തെ അരനാഴിക നേരം കൊണ്ട് ആ 20കാരൻ മലർത്തിയടിച്ചു. അന്തരീക്ഷത്തിൽ അലി അലി എന്ന വിളികൾ തിരമാലകൾ പോലെ അലയടിച്ചു. സബാഷ്! സുൽത്താൻ സ്വന്തം സിംഹാസനം വിട്ട് ചാടി എഴുന്നേറ്റു. അഹമ്മദ് ഷാ, എനിക്ക് വേണം ആ മിടുക്കനെ. മുഹമ്മദ് എവിടെ? നിമിഷങ്ങൾക്കകം മുഹമ്മദ് സുൽത്താൻ്റെ മുമ്പിൽ ഹാജരായി, ഒപ്പം അലിയും. അലിയുടെ തോളിൽ വാത്സല്യപൂർവ്വം തടവിക്കൊണ്ട് സുൽത്താൻ മുഹമ്മദിനോട് ചോദിച്ചു, ഇവനെ രാജ്യസേവനത്തിന് വിട്ടുതരുന്നു മുഹമ്മദ്? സ്വന്തം ഉമ്മയെക്കാളും രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു സൈന്യാധിപന് ഇതിൽ പരം വേറെ എന്ത് സന്തോഷമാണ് വരാനുള്ളത്? സമ്മതം ജനാബ്, മുഹമ്മദ് പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ അലിക്ക് സൈനിക സേവനത്തിനുള്ള പരിശീലനം ഏർപ്പാട് ചെയ്യാൻ മന്ത്രിയോട് പറഞ്ഞ സുൽത്താൻ കൈ നിറയെ ഉപഹാരങ്ങൾ നൽകി 2 പേരെയും നാട്ടിലേക്ക് യാത്രയാക്കി.
ഒരാഴ്ച കഴിഞ്ഞ് തിരികെ വന്ന് പരിശീലനം തുടങ്ങാനും അത് കഴിഞ്ഞാൽ തൻ്റെ കാലാൾപ്പടയുടെ ഉപനായക സ്ഥാനവും അലിക്കുണ്ടാകുമെന്നും സുൽത്താൻ ആ വേദിയിൽ പരസ്യ പ്രഖ്യാപനം നടത്തി. ഇത്രയും ആയതോടെ മൈസൂർ ജനതയുടെ പുതിയ വീരനായകനായി മാറിക്കഴിഞ്ഞു അവൻ. യൂനസ് അലി ഖാൻ 15 കൊല്ലമായി ഗോദയിലായാലും യുദ്ധക്കളത്തിലായാലും പരാജയമറിയാതെ മുന്നേറിയ നാഗപ്പ നായിക് എന്ന യോദ്ധാവിനെ വീഴ്ത്തിയ അലിയുടെ കഥ മൈസൂർ ജനത പൊടിപ്പും തൊങ്ങലും വെച്ച് പറയാൻ തുടങ്ങി. ആ കഥ അലിയുടെ നാട്ടിൽ അലിയേക്കാൾ വളരെ വേഗത്തിലെത്തി. മംഗലാപുരത്തിനടുത്ത് മറവൂർ എന്ന ഗ്രാമം അലിയുടെ നാട്. അവൻ പിച്ച വച്ചതും കളിച്ചു വളർന്നതും സ്വപ്നങ്ങൾ കണ്ടതുമായ നാട്. അവിടെ വെച്ച് അവന് അവൻ്റെ 3-ാം വയസ്സിൽ ഒരു നിധി കിട്ടി. നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നനും പ്രമാണിയുമായ നാരായണ ഭട്ടിൻ്റെ മകൾ വൈദേഹി. പിതാക്കന്മാർ തമ്മിലുള്ള സൗഹൃദം മക്കളിലേക്കും എത്തി. അലിയും വൈദേഹിയും കളിക്കൂട്ടുകാർ. വലുതാകുന്തോറും അവരുടെ ബന്ധത്തിന് പുതിയ നിറം, പുതിയ സുഗന്ധം. വൈദേഹി ഇന്ന് അവളുടെ ദിവസമാണ്. അവളുടെ അലി ആരും അറിയാതെ തൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ അവൾ കൊണ്ടു നടന്ന അവളുടെ എല്ലാം. അവൻ ഇന്ന് ഈ രാജ്യത്തിൻ്റെ വീരനായകനാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ അവർ നല്ല സുഹൃത്തുക്കൾ മാത്രം. മറവൂർ ഒരുങ്ങുകയാണ്. അവിടുത്തെ ജാതിയും മതവും മറന്ന് എല്ലാവരും കാത്തിരിക്കുന്നു തങ്ങളുടെ പ്രിയപുത്രൻ വരുന്നതും നോക്കി. നാരായണഭട്ടിൻ്റെ കുടുംബക്ഷേത്രത്തിൻ്റെ പുറത്ത് കൂട്ടുകാരികൾ വൈദേഹിയെ പ്രതീക്ഷിച്ചു നിൽക്കുന്നു. അമ്പലത്തിൻ്റെ പടിപ്പുരയിൽ വൈദേഹി എത്തി. ആ സന്ധ്യാസമയത്ത് അമ്പലത്തിലെ ദീപങ്ങളുടെ പ്രഭയിൽ അവളൊരു കനക വിഗ്രഹം പോലെ തിളങ്ങി. വാലിട്ടെഴുതിയ വിടർന്ന കണ്ണുകളിൽ അലിയെ കാണാനുള്ള അവളുടെ മോഹം പ്രതിഫലിച്ചിരുന്നു. വൈദേഹി പുറത്തേക്കിറങ്ങി. അമ്പലത്തിൻ്റെ ചുറ്റും നിന്ന സകല ആൺകുട്ടികളും അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവളെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാത്ത ചെറുപ്പക്കാർ ഇല്ലായിരുന്നു ആ നാട്ടിൽ. വിരഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ആ രാത്രി അവൾ എങ്ങനെയോ തള്ളി നീക്കി. പിറ്റേ ദിവസം പുലർച്ചെ മറവൂരിൻ്റെ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ജയ് വിളി കേട്ടാണ് അവൾ എഴുന്നേറ്റത്. അവൾ അറിഞ്ഞു അലി തിരിച്ചെത്തിയിരിക്കുന്നു. അവൾ വേഗം പുറത്തേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട സരസ്വതി അമ്മ, അവളുടെ അമ്മ, സ്വയം പറഞ്ഞു, ഈ പെണ്ണിത് എങ്ങോട്ടായി പായുന്നേ? അത് കേട്ടിട്ടും കേൾക്കാത്ത മട്ടിൽ അവൾ ഓടി പടിപ്പുരയിലെത്തി. അവിടെ നിന്നുകൊണ്ട് അവൾ കണ്ടു ഒരു രാജകുമാരൻ്റെ പ്രൗഢിയോടെ അലി. ഉച്ചവരെ അലിക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടിയില്ല. ഉച്ച കഴിഞ്ഞവൻ തിരക്കുകൾ ഒഴിവാക്കി ആരും കാണാതെ തൻ്റെ ചങ്ങാതി ഉസ്മാനുമായി വൈദേഹിയെ കാണാൻ കടമ്പൂർ കാവിൻ്റെ അടുത്തുള്ള വാഗമരത്തിൻ്റെ ചുവട്ടിലെത്തി. അവന് ഉറപ്പായിരുന്നു വൈദേഹി അവിടെ അവനെ കാത്തു നിൽക്കുമെന്ന്. അവൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. അവനെയും പ്രതീക്ഷിച്ച അവൾ വൈദേഹി. അവളെ കണ്ടതും അവൻ്റെ മനസ്സിൽ 1000 നക്ഷത്രങ്ങൾ മിന്നിമറഞ്ഞു. അവൻ അവളുടെ അടുത്തെത്തി. ആ കണ്ണുകളിലേക്ക് നോക്കി. ആ സുന്ദരമിഴികൾ നനഞ്ഞിരുന്നു. എന്തു പറ്റി പെണ്ണിന്? നിന്റെ അലി വിശ്വം ജയിച്ചു വന്നപ്പോൾ നിറമിഴികളോടെയാണോ സ്വീകരിക്കുന്നത്? അവൻ ചോദിച്ചു തീർന്നതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ അവൻ്റെ മാറിലേക്ക് വീണു. അലി ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്. ഒരു നിമിഷം അവനൊന്ന് പതറി. പെട്ടെന്ന് തന്നെ അവൻ മനോനില വീണ്ടെടുത്തു. വൈദേഹി, എന്താ ഇത്? എന്തു പറ്റി നിനക്ക്? എനിക്ക് പേടിയാലി. നീ എനിക്ക് നഷ്ടമായി കൊണ്ടിരിക്കുക. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അവൾ കരച്ചിലടക്കുവാൻ പാടുപെട്ടുകൊണ്ട് പറഞ്ഞു. വൈദേഹി, നമ്മുടെ ഈ ബന്ധം അറിയുമ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകും. എനിക്കറിയാം. പക്ഷെ എന്തൊക്കെ ഉണ്ടായാലും എൻ്റെ മരണം വരെ നീ എൻ്റെ ഒപ്പം ഉണ്ടാവും. ഇത്രയും പറഞ്ഞുകൊണ്ട് അലി അവളെ തൻ്റെ മാറോട് ചേർത്ത് നെറ്റിയിൽ ചുംബിച്ചു. വൈദേഹി എല്ലാം മറന്ന് അവനോട് ചേർന്ന് നിന്നു. ഉസ്മാൻ കാവൽ നിൽക്കുന്നു. ആരും ഒന്നും അറിയില്ല എന്ന ധൈര്യത്തിൽ അലി അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് നിർത്തി. പക്ഷേ കടമ്പൂർക്കാവിലെ പേരാലിൻ്റെ കൊമ്പിലിരുന്നു കൊണ്ട് 2 കണ്ണുകൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ആ കണ്ണുകളിൽ നിന്നും പകയുടെ വിശപ്പുക ഉയർന്ന് സർവം ഭസ്മമാക്കാനുള്ള അഗ്നി ആ കണ്ണുകളിൽ എരിഞ്ഞു. ഇന്ദ്രഗുപ്തൻ, മറവൂർ ഗ്രാമത്തിലെ സകല തിന്മകളുടെയും വിളനിലം, നാരായണ ഭട്ടിൻ്റെ പെങ്ങളുടെ മകൻ. പെണ്ണ്, മദ്യം, ചൂതുകളി എന്ന് വേണ്ട, ഈ ലോകത്ത് എന്തെല്ലാം കൊള്ളരുതായ്മകളുണ്ടോ അതെല്ലാം ഗുപ്തൻ്റെ കയ്യിലുണ്ട്. ഗുപ്തൻ്റെ ആത്മമിത്രമാണ് ചന്ദ്രമൗലി, കുടിലതന്ത്രങ്ങളുടെ ആശാൻ. ഗുപ്തന് വൈദേഹിയോട് അടങ്ങാത്ത അഭിനിവേശമാണ്. എങ്ങനെയും അവളെ സ്വന്തമാക്കണമെന്ന്. പക്ഷെ അവളുടെ ശരീരത്തോടും അവളുടെ അച്ഛൻ്റെ കണക്കില്ലാത്ത സ്വത്തുക്കളോടുമുള്ള കൊതി മാത്രമാണ്. കടമ്പൂർക്കാവിലെ ആൽമരക്കൊമ്പിലിരുന്ന് കാഴ്ച കണ്ട അവനെ ഭ്രാന്ത് പിടിച്ചിരുന്നു. അവൻ്റെ മനസ്സിൽ പക ഒരു കരിമൂർഖനെ പോലെ പത്തി വിടർത്തിയാടി. കലങ്ങി മറിഞ്ഞ മനസ്സുമായി അവൻ പോയത് മിത്രമായ മൗലിയുടെ അടുത്തേക്കാണ്. ചങ്ങാതിയുടെ വരവ് ദൂരെ നിന്നും കണ്ട മൗലിക്ക് മനസ്സിലായി എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന്. അവൻ വീടിന് പുറത്തേക്ക് ഓടിയിറങ്ങി. എന്തു പറ്റി ഗുപ്ത? നിന്റെ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു. ഗുപ്തൻ്റെ തോളിൽ പിടിച്ച് മൗലി ചോദിച്ചു. ഗുപ്തൻ കണ്ണുകളുയർത്തി മൗലിയെ നോക്കി. ആ കണ്ണുകൾ കണ്ട മൗലി പോലും ആ നിമിഷം ഭയന്നുപോയി. ചുവന്നു കലങ്ങിയ ഗുപ്തൻ്റെ കണ്ണുകളിൽ പകയുടെ കനലുകൾ എരിയുന്നത് മൗലി കണ്ടു. ഗുപ്ത, എന്തുണ്ടായി? നീ ഒന്ന് പറയേ? മൗലി വീണ്ടും ചോദിച്ചു. അവൾ, ആ പിഴച്ചവൾ വൈദേഹി, കടമ്പൂർക്കാവിൽ ആ അലിയുമായി. ഗുപ്തൻ മുഴുവനാക്കിയില്ല. ഓ, അപ്പോൾ അതാണ് കാര്യം. അവർ തമ്മിൽ എന്തോ ഉണ്ടെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇരുതിയിൽ എണ്ണ ഒഴിക്കുന്ന തൻ്റെ പതിവ് പരിപാടി മൗലി പുറത്തെടുത്തു. കൊല്ലും ഞാൻ അവനെ, ഗുപ്തൻ അലറി. ചങ്ങാതി, എടുത്തുചാട്ടം ആപത്താണ്. അലിയുമായി നേർക്ക് നേർ നിന്ന് പോരാടാൻ നമുക്ക് പറ്റില്ല.
പിന്നെ ഇതിപ്പോൾ നീ പ്രശ്നമാക്കിയാൽ അവൻ അവളെയും പൊക്കിയെടുത്ത് നാട് വിടും മൈസൂർക്ക്. സുൽത്താൻ വരെ അവൻ്റെ കൂടെയുണ്ട്. അവനെ എനിക്ക് ശരിക്കറിയാം. മൗലി പറഞ്ഞത് കേട്ട് ഗുപ്തന് ദേഷ്യം വന്നു. പിന്നെ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നേ? വൈദേഹി, പിന്നെ നിന്റെ അമ്മാവൻ്റെ സ്വത്ത്, ഇത് രണ്ടും ചങ്ങാതിയുടെ കയ്യിൽ ഒറ്റയടിക്ക് എത്തണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. മൗലി പറഞ്ഞു നിർത്തി. ആകാംക്ഷയുടെ ഗുപ്തൻ മൗലിയുടെ മുഖത്തേക്ക് നോക്കി. എന്താ അത്? നിന്റെ അമ്മാവനും അലിയും കൊല്ലപ്പെടണം. അത് നമ്മൾ ചെയ്യുകയും ചെയ്യരുത്. പിന്നെ? ഗുപ്തൻ ചോദിച്ചു. വേറെ ആരെങ്കിലും ചെയ്യണം. അതിനൊക്കെ വഴിയുണ്ട്. പക്ഷെ പണം? മൗലി ചോദ്യഭാവത്തിൽ ഗുപ്തനെ നോക്കി. അത് നമുക്ക് ശരിയാക്കാം. പണം എത്ര വേണമെങ്കിലും ചെലവാക്കാം, ഗുപ്തൻ പറഞ്ഞു. എന്നാൽ ചങ്ങാതി വാ, ഒരാളെ പരിചയപ്പെടാം. ഇതും പറഞ്ഞ് മൗലി തൻ്റെ വീടിൻ്റെ പടിപ്പുരയിലേക്ക് നടന്നു. പുറകെ ഗുപ്തനും. അവർ പോയത് മൗലിയുടെ പത്തായപ്പുരയിലേക്കാണ്. അവിടെ എത്തിയ മൗലി കഥയിൽ തട്ടി. 1-2 നിമിഷങ്ങൾക്കകം വാതിൽ തുറന്നു. കറുത്ത നിറമുള്ള ഒരാൾ പുറത്തേക്ക് വന്നു. ഗുപ്തൻ ആളെ സൂക്ഷിച്ചു നോക്കി. കറുത്തിരണ്ട നിറം, കടഞ്ഞെടുത്ത പോലെയുള്ള ശരീരം, ഏറിയാൽ 25 വയസ്സ് പ്രായം. ഗുപ്തൻ ചോദ്യഭാവത്തിൽ മൗലിയെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ മൗലി ആളെ ഗുപ്തന് പരിചയപ്പെടുത്തി. ഇത് ഭൈരവൻ. കുന്താപുരക്ക് കിഴക്ക് ദിക്കിൽ വനത്തിനുള്ളിൽ കൊല്ലൂർ കാവിനടുത്താണ് ഇവന്റെ കുടി. ഇവനെ നിനക്ക് എവിടുന്ന് കിട്ടി? ഗുപ്തൻ ചോദിച്ചു. അച്ഛന് ചികിത്സക്ക് ആവശ്യമായ പച്ചമരുന്നുകൾ വനത്തിൽ നിന്നും ശേഖരിച്ച് ഇവിടെ എത്തിക്കുന്നത് ഇവനാണ്, മൗലി പറഞ്ഞു. മൗലിയുടെ അച്ഛൻ മറവൂരിൽ ആസ്ഥാന വൈദ്യരാണ്. ഇവനെ കൊണ്ട് നമുക്കെന്ത് പ്രയോജനം? ഗുപ്തൻ ചോദിച്ചു. കാര്യമുണ്ട്. നാളെ കഴിഞ്ഞല്ലെങ്കിൽ അതിനടുത്ത ദിവസം നിന്റെ അമ്മാവൻ കുടുംബത്തോടൊപ്പം കുടജാദ്രിക്ക് പോകുന്നുണ്ട്. ഇവന്റെ കുടിയുടെ അടുത്തുകൂടിയാണ് അവർ പോകുന്നത്, മൗലി പറഞ്ഞു നിർത്തി. അതുകൊണ്ട്? ഗുപ്തൻ ചോദിച്ചു. ഇവന്റെ കൂട്ടരെ കൊണ്ട് നിന്റെ അമ്മാവനെ ഇല്ലാണ്ടാക്കണം. പിന്നെ അലി, അവനുള്ളതും ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മൈസൂർ സൈന്യത്തിന്റെ ഉപനായകൻ. ഫു, അവൻ മൈസൂർ പോകില്ല ചങ്ങാതി. അത് പറയുമ്പോൾ മൗലി പല്ലുകൾ ഞെരിച്ചു. ഭൈരവ, ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യണം. നാളെ രാവിലെ പുറപ്പെടാൻ ഒരുങ്ങിക്കോ. ഞങ്ങളുമുണ്ട് കുന്താപുരം വരെ. നിന്റെ കുടിയിലെ മന്ത്രവാദി അവിടെ വരുമോടാ? മൗലി ഭൈരവനോട് ചോദിച്ചു. മന്ത്രവാദിയല്ല ഏമാനെ, പൂജാരി, ഭൈരവൻ തിരുത്തി. എന്തായാലും സാരമില്ല, ആള് വരുമോ? വരും ഏമാനെ, വരും. ഭൈരവൻ ഉറപ്പു കൊടുത്തു. ശരി, നീ അകത്തേക്ക് പോയിക്കോ. ഭൈരവനോട് യാത്ര പറഞ്ഞ് മൗലിയും ഗുപ്തനും തിരികെ നടന്നു. അല്ല മൗലി, ഈ മന്ത്രവാദിയൊക്കെ എന്തിനാ? ഗുപ്തൻ ചോദിച്ചു. കാര്യമുണ്ട്, അത് നാളെ പറയാം. ചങ്ങാതി നാളെ പുറപ്പെടാൻ തയ്യാറായിക്കോളൂ. ഇത്രയും പറഞ്ഞ് ഇരുവരും മദ്യസേവയ്ക്കായി പോയി. ഇതേ സമയം അലിയുടെ വീട്ടിൽ ആഘോഷത്തിന്റെ സമയമായിരുന്നു. കിട്ടിയ സമയത്തിന് ഉസ്മാൻ അലിയെ പിടിച്ച് മാറ്റി നിർത്തി. ഡാ അലി, നീ ഓളെ കെട്ടിപ്പിടിച്ചോ? ഉസ്മാൻ ചോദിച്ചത് കേട്ട് അലി ഞെട്ടി. നീ അത് കണ്ടോ? ഞാൻ വിളിച്ചിരുന്ന് കണ്ടു. ഉസ്മാൻ പറഞ്ഞു നിർത്തിയത് അലി അവൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. ഉള്ള ഹിമാറേ, നീ ആരോടെങ്കിലും പറഞ്ഞാൽ പടച്ചോനാണ്, നിന്റെ മയ്യത്ത് ഞാൻ എടുക്കും. ഇതും പറഞ്ഞാലി അവൻ്റെ കഴുത്തിൽ നിന്നും കൈയെടുത്തു. എന്നിട്ടൊരു കള്ള ചിരി ചിരിച്ചു. ഉസ്മാനും എല്ലാം മനസ്സിലായി എന്ന മട്ടിൽ തലകുലുക്കി ചിരിച്ചു. അവരങ്ങനെയാണ് ഉറ്റ ചങ്ങാതിമാർ. ഉസ്മാൻ അറിയാത്ത രഹസ്യങ്ങളൊന്നും തന്നെ അലിക്കില്ല. തങ്ങൾക്കായി ഒരുങ്ങുന്ന ചതിക്കുഴികൾ അറിയാതെ അലിയും വൈദേഹിയും സുന്ദര സ്വപ്നങ്ങൾ കണ്ടുറങ്ങി. പിറ്റേ ദിവസം പ്രഭാതം. മൗലിയെയും ഭൈരവനെയും പ്രതീക്ഷിച്ച് കടമ്പൂർ കാവിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു ഗുപ്തൻ. പെട്ടെന്നാണ് പുലർക്കാലത്തെ മഞ്ഞുതുള്ളികൾ പോലും കൂരി തിരിച്ചു പോകുന്ന ആ കാഴ്ച കണ്ടത്. ആ ഒറ്റയടി പാതയിലൂടെ ഒരു ദേവതയെപ്പോലെ നടന്നു വരുന്ന വൈദേഹി. അവളുടെ മാസ്മരിക സൗന്ദര്യം ഗുപ്തനെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവൻ പതുക്കെ അരികിലെ വള്ളിപ്പടർപ്പുകൾക്കിടയിലേക്ക് മറഞ്ഞു നിന്നു. തന്നെ കാത്തു നിൽക്കുന്ന അപകടമറിയാതെ അലിയുടെ ഓർമ്മകളുമായി പരിസരം മറന്ന് നടന്നു വരുന്ന വൈദേഹിയുടെ മുൻപിലേക്ക് ഗുപ്തൻ പെട്ടെന്ന് കയറി നിന്നു. പെട്ടെന്ന് തൊട്ടുമുമ്പിൽ ഗുപ്തനെ കണ്ട വൈദേഹി ചിന്തകളിൽ നിന്നും ഉണർന്നു. വഴിയിൽ നിന്ന് മാറി നിൽക്ക്, എനിക്ക് പോണം. അവൾ ഗുപ്തനോട് പറഞ്ഞു. അലിയെ കാണാൻ പോകുമായിരിക്കൂലേ? നീ എല്ലാം അവന് കൊടുത്തോ? എച്ചിലായാലും സാരമില്ല, എനിക്കും കൂടി താ, ഒറ്റ പ്രാവശ്യം മതി. ഇത്രയും പറഞ്ഞ് ഗുപ്തൻ അവളുടെ ഇടങ്കൈയിൽ കയറി പിടിച്ചു. പടക്കം പൊട്ടുന്ന പോലെ ഒരു അടിയായിരുന്നു മറുപടി. തൻ്റെ ഇടത്തെ കവിളിൽ തീ കൊണ്ട് കുത്തേറ്റതുപോലെ ഗുപ്തൻ പുളഞ്ഞു. നിന്നെപ്പോലെ ആണും പെണ്ണും കെട്ട് ഹിജടകളെ നേരിടാൻ ആൺതുണ വേണ്ട എനിക്ക് ഗുപ്ത. ഇത് വൈദേഹിയാണ്, വൈദേഹി. ചിന്നാർമടം നാരായണ ഭട്ടിന്റെ മകൾ, മൈസൂർ സേനയുടെ ഉപനായകൻ യൂനസ് അലിയുടെ പെണ്ണ് വൈദേഹി. ഇടിമുഴക്കം പോലെയാണ് വൈദേഹിയുടെ ശബ്ദം ഗുപ്തന് തോന്നിയത്. ഒരു നിമിഷത്തെ പതർച്ച, കണ്ണിലെ പൊന്നീച്ചകൾ മാറിയ നിമിഷം ഗുപ്തൻ കോപം കൊണ്ടലറി. എടി ഒരുമ്പട്ടോളെ, നിനക്ക് അലിയുമായി അഴിഞ്ഞാടാം. ഞാൻ തൊട്ടാൽ നിനക്ക് പൊള്ളുമല്ലേ? എന്നാൽ അതൊന്ന് കാണണം. ഇതും പറഞ്ഞ് വൈദേഹിയുടെ കഴുത്തിന് പിടിക്കാൻ ഗുപ്തൻ തുടങ്ങിയതും അവന്റെ കൈനെ തൊട്ടോ തൊട്ടില്ല എന്ന മട്ടിൽ ഒരു അസ്ത്രം കടന്നുപോയി തൊട്ടടുത്ത മരത്തിൽ തറച്ചിരുന്നു. ഗുപ്തൻ പേടിച്ച് പുറകോട്ട് ചാടി. വൈദേഹിയും ഗുപ്തനും തിരിഞ്ഞു നോക്കി. അവിടെ അടുത്ത അസ്ത്രം ഗുപ്തന്റെ നെഞ്ചു ലക്ഷ്യം വെച്ചു അവൻ, യൂനസ് അലി ഖാൻ. ഭൈരവനെയും കൂട്ടി കടമ്പൂർകാവിലെത്തിയ മൗലി ആ കാഴ്ച കണ്ട് ഞെട്ടി. നീട്ടിപ്പിടിച്ച വില്ലിന്റെ ഞാണിൽ അസ്ത്രം കോർത്തു ഗുപ്തന്റെ നെഞ്ചു ലക്ഷ്യം വെച്ച് നിൽക്കുന്ന അലി. മൗലി ഓടി അലിക്കും ഗുപ്തനും ഇടയിൽ കയറി നിന്നു. എന്താ അലി, ആയുധമെടുത്താണോ നിങ്ങളുടെ കളിതമാശ? കളിയല്ല ഗുപ്ത, മാതാവിനെയും സഹോദരിയെയും തിരിച്ചറിയാൻ പറ്റാത്ത ഇവന്റെയൊക്കെ തല മണ്ണ് തിന്നണം. അതാണ് മൈസൂരിന്റെ നിയമം. അലിയുടെ ശബ്ദത്തിന് വല്ലാത്ത കരുത്തുണ്ടായിരുന്നു.
അത് മനസ്സിലാക്കിയ മൗലിക്ക് രംഗം പന്തിയല്ല എന്ന് മനസ്സിലായി. എങ്ങനെയെങ്കിലും അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടി മൗലി പറഞ്ഞു. അത് ഏറ്റു. അലി വില്ല് താഴ്ത്തി. മൗലിക്ക് ആശ്വാസമായി. മൗലി, നിന്റെ ചങ്ങാതിയോട് പറഞ്ഞേക്ക്, വൈദേഹി എന്നല്ല, ഈ ഗ്രാമത്തിലെ ഏതൊരു പെൺകുട്ടിയും ആയിക്കോട്ടെ, അവൻ്റെ ഈ വൃത്തികെട്ട കാമദൃഷ്ടി ഇനി ആരുടെയെങ്കിലും മേൽ പതിഞ്ഞാൽ പിന്നെ അവന് ജനിപ്പിച്ച അമ്മയെ കാണാൻ അവൻ്റെ കണ്ണുണ്ടാകില്ല. ഇത് അലിയുടെ വാക്കാണ്. നിനക്കറിയാലോ എന്നെ. അറിയാം, ഇനി ഉണ്ടാകില്ല, ഞാൻ ഉറപ്പു പറയുന്നു. രക്ഷപ്പെട്ട ആശ്വാസത്തിൽ ഭൈരവനെയും ഗുപ്തനെയും വിളിച്ചുകൊണ്ട് മൗലി യാത്രയായി. അവർ പോകുന്നത് നോക്കി നിൽക്കുന്ന വൈദേഹിയോട് ഒരു ചെറു പുഞ്ചിരിയോടെ അവൻ ചോദിച്ചു, കഥന പൊട്ടുന്ന സൗണ്ടായിരുന്നല്ലോ, തനിക്ക് ഈ ധൈര്യം എവിടുന്ന് കിട്ടി? ഞാൻ വീരരിൽ വീരനായ യൂനസ് അലിയുടെ പെണ്ണല്ലേ, അപ്പോൾ എനിക്കും കുറച്ച് ധൈര്യമുണ്ടാകും. അത് പറഞ്ഞുകൊണ്ട് അവൾ അവനോട് ചേർന്ന് നിന്നു. അവളുടെ മിഴികളിൽ നോക്കി അലിക്ക് കാണാൻ സാധിച്ചു പ്രണയം ഒരു അലകടലായി ആ കണ്ണുകളിൽ അലയടിക്കുന്നത്. അലി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്, കാരണം അലിയുടെ പ്രാണൻ എൻ്റെ കയ്യിലല്ലേ. അവൾ അവനോട് കൂടുതൽ ചേർന്ന് നിന്നു. അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി. അവളുടെ ചുവന്നു തുടത്ത അതരങ്ങൾ നുകരാൻ അലിയുടെ ചുണ്ടുകൾ അത് തേടി ചെന്നു. വൈദേഹിയുടെ കണ്ണുകൾ അവളറിയാതെ തന്നെ അടഞ്ഞു. അതെ, പുതുവഴിയാണ്. നിങ്ങളായി നിങ്ങളുടെ പാടായി. ഞാനിനി എന്താ വേണ്ടത്? പെട്ടെന്ന് ആ ശബ്ദം കേട്ട് രണ്ടുപേരും ഞെട്ടി പുറകോട്ട് മാറി. അലി തിരിഞ്ഞു നോക്കി. അവിടെ ആകാശം നോക്കി കയ്യിലൊരു വടിയും കറക്കി ഉസ്മാൻ. ഈ ഇബ്ലീസിനെ കൊണ്ട് ശല്യമായല്ലോ പടച്ചോനെ. എൻ്റെ ഉസ്മാനെ, നിനക്ക് എന്താ വേണ്ടേ? ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ഏമാൻ ദയവ് ചെയ്ത് ഇവിടുന്ന് പോയി തരാമോ? അലി കൈ കൂപ്പിക്കൊണ്ട് ചോദിച്ചു. ചങ്ങാതി, ഉസ്മാൻ നീട്ടിയൊരു വിളി വിളിച്ചു. അലി അപേക്ഷഭാവത്തിൽ അവനെ നോക്കി. ശരി. ഉസ്മാൻ തിരിഞ്ഞു നടന്നു. ഉസ്മാൻ പോയി എന്നുറപ്പായപ്പോൾ വൈദേഹി തിരിഞ്ഞു നിന്നു. അയ്യേ, ആകെ നാണക്കേടായി. അവൾ ചമ്മലോടെ പറഞ്ഞു. എന്ത് നാണക്കേട്? അവൻ എൻ്റെ ചങ്ങാതിയല്ല, കൂടപ്പിറപ്പാണ്. അവനറിയാത്ത രഹസ്യങ്ങളൊന്നുമില്ല എനിക്ക്. എനിക്കറിയാം, എന്നാലും ഒരു എന്നാലുമില്ല. നീ ഇങ്ങോട്ട് വന്നേടി പെണ്ണേ. അയ്യടാ, ആ പൂതി മനസ്സിലിരിക്കത്തേ ഉള്ളൂ. സമയമായിട്ടില്ല മോനെ യൂനസ് അലി. അവൾ കുതറിമാറി. ഭാഗ്യം, ഉസ്മാൻ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലേ നീ എന്നെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നടാ ചക്ക, എൻ്റെ ഈശ്വര. അവൾ നെഞ്ചത്ത് കൈവച്ചു പറഞ്ഞു. അവളുടെ നിൽപ്പും സംസാരവും ഒക്കെ കണ്ട് അവന് ചിരി വന്നു. ചിരിക്കണ്ട, അല്ലേലും ചെക്കന് കുറച്ച് ദിവസമായി കുറച്ച് കൂടുന്നുണ്ട്. ആ പിന്നെ വേറൊരു കാര്യമുണ്ട്. പെട്ടെന്നെന്തോ ഓർത്ത പോലെ അവൾ പറഞ്ഞു. എന്താ? ഞങ്ങൾ നാളെ കുടജാത്രിക്ക് പോകും. അലി തിരിച്ച് മൈസൂർക്ക് പോകും മുമ്പ് തിരിച്ചെത്തും. 4-5 ദിവസം അലിയെ കാണാതിരിക്കണം എന്നോർക്കുമ്പോൾ അവളുടെ കളിയും ചിരിയും പെട്ടെന്ന് മാഞ്ഞു. മൈസൂർക്ക് പോയാൽ ഇനി എന്നാ തിരിച്ചു വരുന്നേ? നീ വിഷമിക്കാതെ വൈദേഹി, ഞാൻ പെട്ടെന്ന് അവധിയെടുത്ത് വരും. വന്നാൽ ഉടനെ നമ്മുടെ കാര്യം. ആദ്യം കുറേ പ്രശ്നങ്ങളുണ്ടാകും, അതൊക്കെ നമുക്ക് ഒരുമിച്ച് നേരിടാം. എന്തേ? ഞാനും വരട്ടെ കുടജാത്രിക്ക്? അത് വേണ്ട മോൻ, ഇവിടെ നിന്ന് ഈ ശരീരമൊക്കെ ഒന്നുകൂടി ശരിയാക്ക്. ഞങ്ങൾ പോയിട്ട് വരാം. അലിയും വൈദേഹിയും ഒരുമിച്ചുള്ള ജീവിതം ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് പ്രണയത്തിൽ മുഴുകിയിരിക്കുമ്പോൾ വിഷ്ണുഗുപ്തൻ യാത്രയിലായിരുന്നു. ചതിയുടെ പുതിയ സൂത്രവാക്യങ്ങൾ തേടി അഭിനവ ശകുനി ചന്ദ്രമൗലിയോടൊപ്പം. ഗുപ്തന്റെ മനസ്സിൽ പക അഗ്നിയായി ആളിപ്പടർന്നു. സർവ്വതും ചുട്ടുചാമ്പലാക്കാൻ അവന്റെ മനസ്സ് അവനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. കുന്താപുര രാജശേഖര കമ്മത്തിന്റെ സത്രത്തിനടുത്തുള്ള ആൾത്തറയിൽ അയാളിരുന്നു. ഇരുനിറം, തോൾ കടന്ന് താഴേക്ക് കിടക്കുന്ന മുടി, നെറ്റിയിൽ ഭസ്മം വാരി പൂശിയിരിക്കുന്നു. ആ കുറിയ മനുഷ്യൻ നാഗേശ്വരൻ. കുന്താപുരയ്ക്ക് കിഴക്ക് കൊല്ലൂർ കാവിനടുത്ത് ഘോരവനത്തിൽ താമസിക്കുന്ന ആദിവാസി ഗോത്രത്തിന്റെ പൂജാരി, കർമ്മി, ജ്യോത്സ്യൻ, ഗുരു, അങ്ങനെയെല്ലാം. അവിടെ നാഗേശ്വരന്റെ വാക്കിനെതിരില്ല. അയാൾ കാത്തിരിക്കുന്നു ചതിയുടെ പുതിയ ക്ഷേത്രഗണിതം കുറിക്കാൻ ഗുപ്തനെയും മൗലിയെയും. അവരെത്തിക്കഴിഞ്ഞു. അവിടെ ആൽത്തറയിൽ വൈദേഹിക്കും അവളുടെ കുടുംബത്തിനുമുള്ള മരണതൂതിൽ നാഗേശ്വരൻ തൻ്റെ കൈമുദ്ര പതിപ്പിച്ചു. തൻ്റെ കുലദൈവത്തെയും കുലത്തൊഴിലിനെയും കുലത്തെ തന്നെയും ഗുപ്തന്റെ മുന്നിൽ അടിയറ വെച്ചു അയാൾ. 100 പൊൻപണം, അറബി നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വീര്യം കൂടിയ ഒരു കുപ്പി മദ്യം. ഇതായിരുന്നു നാഗേശ്വരന്റെ വില. ആദിവാസി കുടി. അവിടെ ഊരുമൂപ്പൻ മാടൻചാമയുടെ നേതൃത്വത്തിൽ 2 പഞ്ചായത്ത് കൂടി. നാഗേശ്വരൻ മലങ്കളി പ്രവേശിച്ച് ഉറഞ്ഞുതുള്ളി. കുലദൈവം അതിൻ്റെ അരുളപ്പാട് പുറപ്പെടുവിച്ചു. കുലത്തിന് വലിയൊരു ആപത്ത് വരുന്നുണ്ട്. അതൊഴിവാക്കാൻ ഒരേ ഒരു വഴി, നരബലി. അതും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച കന്യകയായ ഒരു ബ്രാഹ്മണ പെൺകുട്ടി. അരുളപ്പാട് കേട്ട് ഊരുവാസികൾ കണ്ണിൽ നോക്കി. അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് പരിഹാരമായി പറയുന്നത്. എന്നാൽ അതിനും നാഗേശ്വരൻ ഉറഞ്ഞുതുള്ളി വഴി പറഞ്ഞു കൊടുത്തു. നാളെ കഴിഞ്ഞ് പുലർച്ചെ അതിസമ്പന്നരായ ഒരു ബ്രാഹ്മണനും കുടുംബവും കുടിക്ക് സമീപത്തുകൂടി കടന്നുപോകും. ആ കൂട്ടത്തിലെ പെൺകുട്ടിയെ ബലിക്കായി കൊണ്ടുവരിക, ബാക്കിയുള്ളവരെ അവിടെ കൊന്നു തള്ളുക. ദൈവനിഷേധികളായ അവരുടെ ചോര കൊണ്ട് മറ്റുള്ള മൂർത്തികൾ തൃപ്തരാകും. ഈ അരുളപ്പാട് അവഗണിച്ചാൽ കുലം മുടിയും. ഇത്രയും പറഞ്ഞുകൊണ്ട് നാഗേശ്വരൻ തളർന്നു വീണു. മാടൻചാമി ഒരു നിമിഷം നിശബ്ദനായി നിന്നു. തൻ്റെ കുലം നശിക്കുന്നത് എങ്ങനെയും തടയണം.
അതിന് നരബലി എങ്കിൽ നരബലി. ബലിമൃഗത്തെ നിമിത്തം പോലെ കുലദൈവം എത്തിച്ചു തന്നു. ഇനി ഒന്നും ആലോചിക്കാനില്ല. തൻ്റെ ആളുകളോട് തയ്യാറായിക്കൊള്ളാൻ മാടൻ നിർദ്ദേശിച്ചു. ഭൈരവനും നാഗേശ്വരനും മറ്റാരും കാണാതെ നോക്കി ചിരിച്ചു നിൽക്കുന്നു. മറവൂർ. വൈദേഹിയും കുടുംബവും യാത്രയ്ക്ക് തയ്യാറായി. അലിയോട് യാത്ര പറഞ്ഞ മനസ്സിൽ നിറയെ സ്വപ്നങ്ങളുമായി വൈദേഹി അവളുടെ കുടുംബത്തിനൊപ്പം യാത്രയായി. തങ്ങളെ കാത്തിരിക്കുന്ന മഹാവിപത്തറിയാതെ വൈദേഹിയുടെ ഓർമ്മകളും വരാൻ പോകുന്ന രാജ്യസേവനത്തിൻ്റെ നാളുകളും പ്രതീക്ഷിച്ചാലി. ചതിയുടെ പുതിയ സൂത്രവാക്യങ്ങളിൽ വിരിഞ്ഞ് തൻ്റെ മരണം തന്നെ നിഴൽ പോലെ പിന്തുടരുന്നതറിയാതെ അവനും സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. തങ്ങളെ കാത്തിരിക്കുന്ന അപകടമറിയാതെ ആ അച്ഛനും അമ്മയും മകളും 3 സഹായികളും കൂടി ആ വനത്തിൻ്റെ മായിക സൗന്ദര്യം ആസ്വദിച്ച് കളിയും ചിരിയുമായി യാത്ര തുടർന്നു. നേരം സന്ധ്യയോടെടുത്തിരുന്നു. കൊല്ലൂർക്കാവിനടുത്തുള്ള സത്രം. അവിടെ എത്തിച്ചേർന്നാൽ നാളെ കുടജാദ്രി സന്ദർശിച്ചു മടങ്ങാം. ഈ കണക്കുകൂട്ടലിൽ അവർ മുൻപോട്ട് നീങ്ങവേ പെട്ടെന്നാണ് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അവിടെ നടന്നത്. തുരുതുര അസ്ത്രങ്ങൾ അവരുടെ നേരെ പാഞ്ഞെടുത്തു. 3 സഹായികളും നെഞ്ചിൽ തറച്ച അസ്ത്രങ്ങളുമായി നിലത്ത് കിടന്ന് പിടഞ്ഞു. നാരായണ ഭട്ട് ഭയന്നുപോയി. വർഷങ്ങളായി ഇതേ വഴിയിലൂടെ യാത്ര തുടരുന്നു. പക്ഷെ ഇങ്ങനൊരു ആക്രമണം ഇതാദ്യമായിട്ടാണ്. അദ്ദേഹം ചിന്തിച്ചു തീരും മുമ്പേ 2 അസ്ത്രങ്ങൾ തൻ്റെ ഭാര്യയുടെ നെഞ്ചു പിളർക്കുന്നത് കാണേണ്ടി വന്നു. വലിയൊരു നിലവിളിയോടെ അവർ നിലത്ത് വീണു. അമ്മേ! വൈദേഹിയുടെ കരച്ചിൽ ഒരു ആർത്തനാദമായി ആ കാനനത്തിൽ മുഴങ്ങി. നാരായണഭട്ട് നിലത്ത് വീണ് പിടയുന്ന തൻ്റെ പ്രിയതമയെ നോക്കി. അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ആ കാഴ്ച. ഹൃദയം പിളരുന്ന വേദനയുമായി അദ്ദേഹം ആ മണ്ണിലേക്ക് കുത്തിയിരുന്നു. തൊട്ടടുത്ത നിമിഷം രക്തം മരവിപ്പിക്കുന്ന ആ കാഴ്ച കണ്ട് വൈദേഹി കരയാൻ മറന്നു നിന്നുപോയി. നാരായണഭട്ടിൻ്റെ കഴുത്ത് കീറിമുറിച്ചൊരു അസ്ത്രം. കഴുത്തിൽ തെറിച്ച അസ്ത്രവുമായി വൈദേഹിയെ ദയനീയമായി നോക്കിക്കൊണ്ട് അദ്ദേഹം ആ മണ്ണിലേക്ക് വീണു. അടുത്തത് താനാണെന്ന് വൈദേഹിക്ക് തോന്നി. ചുറ്റും ഇരുട്ട് പരക്കുന്നത് അവളറിഞ്ഞു. അവളുടെ ബോധം മെല്ലെ മറഞ്ഞു. ഉറക്കത്തിൽ നിന്ന് അലി ചാടി എഴുന്നേറ്റു. ഛേ, എന്തൊരു സ്വപ്നമാണ് താൻ കണ്ടത്. തൻ്റെ വൈദേഹി, അവൾക്കെന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണുമോ? ഇനി ഇവിടെ നിന്നാൽ മനസമാധാനം കിട്ടില്ല. അലി എഴുന്നേറ്റ് തൻ്റെ ആയുധങ്ങൾ തയ്യാറാക്കി പുറപ്പെടാനൊരുങ്ങി. ഉസ്മാന്റെ വീട്ടിലെത്തി അവനെയും വിളിച്ചെഴുന്നേൽപ്പിച്ച് ഇരുവരും അതിവേഗം കുടജാദ്രി ലക്ഷ്യമാക്കി പാഞ്ഞു. യാത്രക്കിടെ അലി ശ്രദ്ധിച്ചു. ഉസ്മാൻ മൗനത്തിലാണ്. പതിവ് ബഹളങ്ങളൊന്നുമില്ല. താൻ ചെന്ന് വിളിച്ചപ്പോൾ എങ്ങോട്ടെന്ന് ചോദിക്കാതെ തൻ്റെ കൂടെ ഇറങ്ങി പോരുകയും ചെയ്തു. എന്തു പറ്റി ചങ്ങാതി? ഞാൻ വന്ന് നിനക്ക് ബുദ്ധിമുട്ടായോ? അലിയുടെ ചോദ്യത്തിന് ഒരു ചിരി മാത്രമായിരുന്നു മറുപടി. അലി, നമുക്ക് കുറച്ചു നേരം വിശ്രമിച്ചാലോ? ഉസ്മാൻ ചോദിച്ചു. അലി ചുറ്റും നോക്കി. വിജനമായ പാതയ്ക്കിരുവശവും കൃഷിയിടങ്ങൾ മാത്രം. ചന്ദ്രനെ കാർമേഘം മൂടിയതിനാൽ വെളിച്ചത്തിൻ്റെ ഒരു തരി പോലുമില്ല. ഇവിടെയോ? എന്താ? മൈസൂർ പടയുടെ ഉപനായകനെ ഇരുട്ടിനെ ഭയമാണോ? എനിക്ക് നിന്നോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഉസ്മാന്റെ വാക്കുകൾ കേട്ട അലി തൻ്റെ കുതിരയെ നിർത്തി. ചതിയുടെ തലതൊട്ടപ്പനായ ചന്ദ്രമൗലി ഉറപ്പിച്ച് തൻ്റെ മരണത്തിൽ ചങ്കായി കൂടെ കൊണ്ടു നടന്ന് തൻ്റെ ചങ്ങാതി ഉസ്മാൻ തൻ്റെ പ്രാണൻ എടുക്കാൻ വന്ന കാലനായി വേഷം മാറിയതറിയാതെ. ഇതേ സമയം ആദിവാസി കുടി. ബലിമൃഗത്തെ കിട്ടിയ സന്തോഷത്തിൽ ഊരുവാസികൾ ആടിയും പാടിയും തിന്നും കുടിച്ചും ആഘോഷിച്ചു. സ്വന്തം അച്ഛനും അമ്മയും കൺമുന്നിൽ പിടഞ്ഞു മരിച്ചത് കാണേണ്ടി വന്ന വൈദേഹി ഏതോ ഒരു കുടിയിൽ തളർന്നു കിടക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രമൗലി കൊടുത്ത മയക്കുമരുന്ന് ആഘോഷത്തിൽ വിളമ്പിയ ഭൈരവൻ അത് കഴിച്ച തൻ്റെ കൂട്ടുകാരൻ ഓരോരുത്തരായി മയങ്ങി വീഴുന്നത് നോക്കി നിന്നു. രാത്രിക്ക് വല്ലാതെ കരം വച്ചു. ഇരുട്ടിൻ്റെ മറപറ്റി 2 പേർ, ഗുപ്തനും മൗലിയും ആദിവാസി കുടിലിൻ്റെ അരികിലെത്തി. അവിടെ അവരെ കാത്തുനിന്ന ഭൈരവൻ അവരെയും കൊണ്ട് വൈദേഹി കിടക്കുന്ന കുടിയുടെ മുൻപിലേക്കെത്തി. ഗുപ്തൻ അകത്തേക്ക് കയറി. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവളെ എടുത്ത് തൻ്റെ തോളിലേക്കിട്ടു. അവിടെ നിന്നും പുറത്തേക്ക് കടന്നു. വൈദേഹി പതിയെ കണ്ണു തുറന്നു. അവൾ ചുറ്റും നോക്കി. താനിത് എവിടെയാണ്? കത്തിച്ചു വെച്ച പന്തങ്ങൾ തനിക്ക് ചുറ്റും അവൾ കണ്ടു. അവളുടെ മനസ്സിലേക്ക് അച്ഛനും അമ്മയും മരണത്തിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ ഓടിയെത്തി. മനസ്സിൽ ഓടിയെത്തിയ സങ്കടം അണപൊട്ടി അവളുടെ മിഴികളിലൂടെ ഒഴുകി. കരയല്ലേ വൈദേഹി? ആ ശബ്ദം കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. മുൻപിൽ കാമം കത്തുന്ന കണ്ണുകളുമായി ഇന്ദ്രഗുപ്തൻ. വൈദേഹി പിടഞ്ഞെഴുന്നേറ്റു. അവൾ ഭയത്തോടെ പതിയെ പിന്നോട്ട് മാറി. വിശ്വം ജയിച്ചവന്റെ ഭാവത്തോടെ ഇരയെ കണ്ട വേട്ടമൃഗത്തിന്റെ ആവേശത്തോടെ ഗുപ്തൻ അവളുടെ അടുത്തേക്ക് നടന്നു. വൈദേഹി പുറകിൽ ഒരു മരത്തിൽ തട്ടി നിന്നു. തന്നെ കടിച്ചു കീറാൻ വരുന്ന ആ മനുഷ്യമൃഗത്തെ നിസ്സഹായതയോടെ അവൾ നോക്കി. അവളുടെ കൈകൾ ആ മരത്തിൽ തറച്ചിരുന്ന പന്തിലെത്തി. ഒറ്റ നിമിഷം ആ പന്തം അവൾ കൈക്കലാക്കി. അതിവേഗം അത് അവൾ ഗുപ്തന്റെ നേരെ വീശി. നീ എന്ത് വിചാരിച്ചിടാ നായേ? എൻ്റെ ശരീരത്തിൽ ജീവനോടെ തൊടാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല. കലി കൊണ്ട പെൺപുലിയെപ്പോലെ അവൾ ചീറി. അവളുടെ അപ്രതീക്ഷിതമായ നീക്കത്തിൽ ഗുപ്തൻ ഒന്ന് പകച്ചു. അലി വരും, അവൻ എന്നെ തേടി വരും. അല്ലെങ്കിൽ ഞാനിവിടെ കിടന്ന് ചാകും. ഞാൻ പോകുമ്പോൾ നിന്നെയും കൊണ്ടുപോകും ഗുപ്ത. അവൾ പറഞ്ഞു നിർത്തിയതും പന്തം ആഞ്ഞു വീശിയതും ഒരുമിച്ചായിരുന്നു. പന്തം കൊണ്ടുള്ള ശക്തമായ അടിയേറ്റ് ഗുപ്തൻ തെറിച്ചു വീണു. പെട്ടെന്ന് അതിലും ശക്തമായ അടിയേറ്റ് വൈദേഹിയും വീണു. അവളുടെ കണ്ണുകളിൽ ഒരു നിമിഷത്തേക്ക് ഇരുട്ട് വീണു. കാഴ്ച തെളിഞ്ഞപ്പോൾ അവൾ കണ്ടു തൻ്റെ മുമ്പിൽ കറുത്ത് തടിച്ചൊരു രൂപം. ഭൈരവൻ. അവൻ്റെ പിന്നിൽ ഗുപ്തനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന മൗലി.
ഭൈരവനെ തള്ളി മാറ്റിക്കൊണ്ട് മൗലി അവളുടെ മുൻപിലേക്ക് വന്നു. നീ എന്താ പറഞ്ഞ? അലി വരുമെന്നോ? നിന്നെ തേടി അലി വരുമെന്നോ? വരില്ല നിന്റെ അലി. അവൻ ചങ്കായി കൊണ്ടു നടന്ന ഉസ്മാന്റെ വാൾത്തലപ്പിൽ അവൻ ചത്തൊടുങ്ങിയേടി. ഇതും പറഞ്ഞുകൊണ്ട് മൗലവി പൊട്ടിച്ചിരിച്ചു. ഒരു നിമിഷം വൈദേഹി തരിച്ചിരുന്നു. അടുത്ത നിമിഷം ഒരു ചീറ്റപ്പുലിയെ പോലെ അവൾ മൗലിയുടെ നേരെ കുതിച്ചു. അവൻ്റെ അരയിൽ നിന്നും അവൾ ചുരിക വലിച്ചെടുത്തു. പെട്ടെന്നുള്ള ആ നീക്കത്തിൽ മൗലി ഭയന്നുപോയി. അവൾ സ്വന്തം കഴുത്തിൽ ചുരിക ചേർത്ത് പിടിച്ചു. എന്നെ ജീവനോടെ കീഴ്പ്പെടുത്താമെന്ന് ആരും വിചാരിക്കണ്ട. പക്ഷെ ഞാൻ വെറുതെ അങ്ങ് പോകില്ല. എൻ്റെ പ്രിയപ്പെട്ടതെല്ലാം ഇല്ലാതാക്കിയ നിന്നെയൊക്കെ എത്ര ജന്മം കഴിഞ്ഞാലും വൈദേഹി വെറുതെ വിടില്ല. ഞാൻ വരും എൻ്റെ അലിയോടൊപ്പം. നിന്നെയൊക്കെ മുച്ചൂടും മുടിക്കാൻ വൈദേഹി വരും. പൊട്ടിക്കരച്ചിലോട് ഇടിമുഴക്കം പോലെ അത്രയും പറഞ്ഞിട്ടവൾ ആ ചുരിക തൻ്റെ കഴുത്തിൽ ചേർത്ത് ഒറ്റവലി. അതേ വേഗത്തിൽ തന്നെ ആ ചുരിക അസ്ത്രവേഗത്തിൽ ഭൈരവന്റെ കഴുത്തിൽ പോയി തറച്ചിരുന്നു. അഗ്നി പറക്കുന്ന കണ്ണുകളുമായി മൗലിയെയും ഗുപ്തനെയും നോക്കിക്കൊണ്ട് വൈദേഹി നിലം പൊത്തി. ഒപ്പം ഭൈരവനും. മൗലിയും ഗുപ്തനും പരസ്പരം നോക്കി. അവരുടെ കണ്ണുകളിൽ ഭയം തളം കെട്ടി നിന്നു. ഇതേ സമയം മറ്റൊരിടത്ത് പുറകിൽ നിന്നും തൻ്റെ മാറുതുളഞ്ഞെത്തിയ ഉസ്മാന്റെ വാൾമുനയിൽ അലിമെല്ലെ പിടിച്ചു നോക്കി. അവൻ തിരിഞ്ഞു ഉസ്മാനെ നോക്കി. അവൻ്റെ ചുവന്ന കലങ്ങിയ കണ്ണുകളിൽ കോപം അഗ്നിയായി മാറുന്ന കണ്ട ഉസ്മാൻ പേടിച്ച് പുറകോട്ട് മാറി. അലി ഉസ്മാനെ അഭിമുഖമായി മുട്ടുകുത്തിയിരുന്നു. ഉസ്മാന്റെ മുഖത്തേക്ക് അലി നോക്കി. അവൻ്റെ കണ്ണുകളിൽ ഉസ്മാൻ അപ്പോൾ കണ്ടത് കോപമല്ല, മറിച്ച് എന്തിന് എന്നൊരു ചോദ്യഭാവമായിരുന്നു. അലി ഉസ്മാനെ നേരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ വായിൽ നിന്ന് കൊഴുത്ത ചോര ഒഴുകിയിറങ്ങി. അലി ആ ചോര തുപ്പിക്കളഞ്ഞു. എന്തിനു വേണ്ടി ഉസ്മാൻ? പണത്തിന് വേണ്ടിയോ? എനിക്കുള്ളതെല്ലാം നിനക്ക് തരുമായിരുന്നല്ലോ. പിന്നെ എന്തിന്? നീ ചോദിച്ചാൽ എൻ്റെ പ്രാണൻ ഞാൻ നിനക്ക് തരുമായിരുന്നല്ലോ. അതിനു പകരം പുറകിൽ നിന്നും കുത്തുന്നോടെ നായേ. ചോദിച്ചു തീർന്നതും അലി അവൻ്റെ ശരീരത്തിൽ നിന്നും വാൾ വലിച്ചൂരി വീശിയതും ഒരുമിച്ചായിരുന്നു. ഉസ്മാന്റെ തല മണ്ണിൽ കിടന്നുരണ്ടു. ഉടൽ നിന്ന് വിറച്ചു. ശേഷം അവൻ മണ്ണിലേക്ക് പതിച്ചു. കൈകൾ മേൽപോട്ടുയർത്തി കണ്ണുകളടച്ച് അലി പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ ഒഴുകി പതിയെ അവൻ മണ്ണിലേക്ക് പതിച്ചു. ഒരു ജനതയുടെ പ്രതീക്ഷയായ വീരൻ ചതിയുടെ പടുകുഴിയിൽ വീണ് പ്രാണൻ വെടിയുന്നത് കണ്ട് നിന്ന പ്രകൃതിയുടെ സങ്കടം 1 വർഷമായി ഭൂമിയെ പുൽകി. ചതിയുടെ നിണമൊഴുകിയ രാത്രി കഴിഞ്ഞിട്ട് നൂറ്റാണ്ടുകൾ പിന്നിട്ടു. അവൾ വൈദേഹി കാത്തിരുന്നു അവളുടെ അലിക്ക് വേണ്ടി. ഇപ്പോൾ അലി പുനർജന്മം എടുത്തിരിക്കുന്നു. ഞാനായി. ചെറുതോട്ടത്തിൽ കൃഷ്ണൻ നായർ മകൻ കിഷോറായി. ഇനി പ്രതികാരം. നൂറ്റാണ്ടുകൾ നീണ്ടുനിന്ന് കാത്തുനിൽപ്പിൻ്റെ അവസാനം. കിഷോർ, കിഷോർ. ദൂരെ, വളരെ ദൂരെ നിന്നും ഫാദറിൻ്റെ ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ തോളിൽ ആരോ മൃദുവായി പിടിച്ചുലയ്ക്കുന്നു. ഞാൻ പതിയെ എൻ്റെ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫാദറിൻ്റെ രൂപം എൻ്റെ മുന്നിൽ തെളിഞ്ഞു. ഞാൻ പകച്ചു ചുറ്റും നോക്കി. മെൽവിനും വിഷ്ണുവും അന്തം വിട്ട് ആ മുറിയുടെ മൂലയിലിരിപ്പുണ്ട്. ഞാൻ എഴുന്നേറ്റു. ഫാദർ എന്നെയും കൂട്ടി പുറത്തേക്ക് നടന്നു. പുറകെ മെൽവിനും വിഷ്ണുവും. പുറത്തെത്തിയതും ഫാദർ സംസാരിക്കാൻ തുടങ്ങി. എന്താ കിഷോർ, തൻ്റെ സംശയമെല്ലാം മാറിയോ? അച്ചോ, എനിക്കൊരു സംശയം. അച്ഛൻ്റെ ചോദ്യത്തിന് മറുചോദ്യം ചോദിച്ചത് വിഷ്ണു ആയിരുന്നു. അച്ഛൻ ചോദ്യഭാവത്തിൽ വിഷ്ണുവിനെ നോക്കി. അച്ചോ, വൈദേഹിക്ക് അവളുടെ പ്രതികാരം അന്നേ തീർക്കാമായിരുന്നില്ലേ? എന്തിന് വർഷങ്ങൾ കാത്തിരിക്കണം? അതുമാത്രമല്ല, കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തവർ ഈ ജന്മത്തിൽ എന്ത് പിഴച്ചു? വിഷ്ണുവിൻ്റെ ചോദ്യത്തിന് ആദ്യം ഫാദർ ഒന്ന് പുഞ്ചിരിച്ചു. വൈദേഹിക്ക് പ്രതികാരം ചെയ്യാൻ അലി, അതായത് നമ്മുടെ കിഷോറിൻ്റെ സാമീപ്യം വേണം. അന്നത് അവൾക്ക് ലഭ്യമായില്ല. പിന്നെ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപം, അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിച്ചേ മതിയാകൂ. അതുമാത്രമല്ല, അവർ ഈ ജന്മത്തിലും പാപങ്ങൾ ചെയ്തു കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഈ ജന്മത്തിലും പാപങ്ങൾ ചെയ്യുന്നോ? ചോദിച്ചത് മെൽവിനാണ്. അച്ഛൻ മെൽവിനെ സൂക്ഷിച്ചു നോക്കി. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ കുറുകി കുറുകി ചെറുതായി വന്നു. മെൽവിനെ വല്ലാത്തൊരു ഭാവത്തിൽ അച്ഛൻ നോക്കി. അതേ മെൽവിൻ, ഇപ്പോഴും അവർ പാപങ്ങൾ ചെയ്തു കൂട്ടുന്നു. ആ പേരുകൾ നിനക്കറിയണ്ടേ? അച്ഛൻ ഒരു നിമിഷം നിർത്തി. മെൽവിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അച്ഛൻ ആ പേരുകൾ ഉച്ചരിച്ചു. ജോൺ വർഗീസ് MP, സർക്കിൾ ഇൻസ്പെക്ടർ അൻവർ അഹമ്മദ്, പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥരായ 3 പേർ, ദേവരാജൻ, കുര്യൻ തോമസ്, രഞ്ജിത്ത് ശേഖർ. അച്ഛൻ ആ 5 പേരുകൾ പറഞ്ഞു നിർത്തിയതും മെൽവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. ഇത് കർത്താവിൻ്റെ നീതിയാണച്ചോ. എൻ്റെ അപ്പൻ്റെ കണ്ണുനീരിനും അമ്മച്ചിയുടെ പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടായി. അതൊന്നു മാത്രമാണ് കിച്ചു എൻ്റെ കൂട്ടുകാരനായതും ഇതൊക്കെ സംഭവിച്ചതും. ഇത് പറയുമ്പോൾ മെൽവിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു. ഞാനും വിഷ്ണുവും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി. കിച്ചു, മെൽവിൻ എന്നെ നോക്കി. ഈ കളിയിൽ നീയും വൈദേഹിയും മാത്രമല്ല, ഞാനുമുണ്ട്. ജനിച്ച മണ്ണ് വിട്ട് ഞങ്ങൾ ഇവിടെ അഭയം തേടിയത് എന്തിനാണെന്ന് നിനക്കറിയാമോ? എൻ്റെ അപ്പനെ ചതിച്ചത് അവന്മാർ. അപ്പൻ്റെ പേരിലുള്ള 1 ഏക്കർ സ്ഥലം സ്വന്തമാക്കാൻ ജോൺ വർഗീസ് ഒരുക്കിയ ചതിക്കുഴി. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ അപ്പൻ ലക്ഷങ്ങളുടെ കടക്കാരനായി. അത് ചോദിക്കാൻ ചെന്ന എൻ്റെ അപ്പനെ അവന്മാർ തല്ലിച്ചതച്ചു. എൻ്റെ അമ്മച്ചിയെ അപ്പൻ്റെയും ഞങ്ങളുടെയും മുമ്പിലിട്ട് അവന്മാർ. ബാക്കി പറയാനാകാതെ അവൻ പൊട്ടിക്കരഞ്ഞു. ഫാദർ അവൻ്റെ തോളിൽ കൈവച്ചു.
വിടില്ല ഞാൻ ഒന്നിനെയും. ഞങ്ങളെ ഓർത്തു മാത്രമാണ് അപ്പനും അമ്മയും അന്ന് ആത്മഹത്യ ചെയ്യാതിരുന്നത്. അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് വിങ്ങി. ഇതുപോലൊരു കനൽ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാണ് അവൻ എൻ്റെ മുമ്പിൽ കളിച്ചു ചിരിച്ച് നടന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് അവനോട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. ഞാൻ വിഷ്ണുവിനെ നോക്കി. അവനും ഏതാണ്ട് ഇതേ അവസ്ഥയിലായിരുന്നു. ഫാദർ മെൽവിനെ ആശ്വസിപ്പിച്ചു. MP ജോൺ വർഗീസ് ആളിപ്പോൾ വലിയ പുള്ളിയാണ്. അവനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത്? ചോദിച്ചത് വിഷ്ണുവാണ്. എത്ര വലിയ പുള്ളിയാണെങ്കിലും അവൻ്റെ അസ്ഥിവാരം തോണ്ടാൻ കഴിവുള്ളൊരു മഹാശക്തി നിങ്ങൾക്കൊപ്പമുണ്ട്, വൈദേഹി. അവളുടെ അലിയെ തിരിച്ചു കിട്ടിയ അവൾ പ്രതികാരദാഹിയായി ഒരു കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ ആഞ്ഞടിക്കും. ഒരുപാട് പേരുടെ കണ്ണുനീരിലും ചോരയിലും ജോൺ വർഗീസും കൂട്ടരും ചേർന്ന് കെട്ടിപ്പൊക്കിയ പാപത്തിൻ്റെ കോട്ടകൊത്തളങ്ങൾ അവൾ ഇടിച്ചു നിരത്തും. പക്ഷേ അച്ഛൻ ഇടയ്ക്ക് നിർത്തി. ഞങ്ങൾ 3 പേരും അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛൻ്റെ മുഖത്തൊരു നിമിഷം മ്ലാനത പടർന്നു. ഒരു മഹാശക്തി ജോൺ വർഗീസിൻ്റെ സഹായത്തിനുണ്ട്. അതിനെ വെല്ലാൻ പറ്റുന്ന ഒരു ആയുധം. അത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും വരെ നിങ്ങൾ സൂക്ഷിക്കണം. താമസിക്കണ്ട, നിങ്ങൾ പുറപ്പെട്ടോളൂ. അച്ഛനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. യാത്രയിൽ മൊത്തം എൻ്റെ ചിന്ത ജീവിതം എന്നെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന ചിന്തയായിരുന്നു. മെൽവിൻ്റെ പഴയ വീട് എത്തുന്തോറും അന്തരീക്ഷത്തിൻ്റെ മട്ടും ഭാവവും മാറി വന്നു. ചുറ്റും കാറ്റ് ശക്തിയായി വീശാൻ തുടങ്ങി. കാർമേഘം വന്ന അന്തരീക്ഷത്തിൽ ഇരുട്ട് പടർന്നു. മിന്നൽ പിണറുകൾ അന്തരീക്ഷത്തെ കീറിമുറിച്ചു പാഞ്ഞു. ഭൂമിയെ വിറപ്പിച്ചുകൊണ്ട് ശക്തമായ ഇടി മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മെൽവിൻ്റെ വീട് എത്താറായപ്പോഴേക്കും ഞാൻ കണ്ടു. അന്തരീക്ഷത്തിൽ അഗ്നി ചിതറി പൊട്ടിത്തകരുന്ന മിന്നൽ പിണറുകൾക്ക് നടുവിൽ പ്രതികാരദാഹിയായ അവൾ, വൈദേഹി. ഇന്നലെ കണ്ട വൈദേഹിയെ അല്ല അവൾ. അഴിച്ചിട്ട മുടി കാറ്റിൽ പാറി നടക്കുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും അഗ്നി ചിതറുന്നതായി എനിക്ക് തോന്നി. വിഷ്ണുവിനോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി. വൈദേഹി, സർവശക്തിയും സംഭരിച്ച് ഞാൻ ഉറക്കെ വിളിച്ചു. ഒരു നിമിഷം പ്രകൃതി ശാന്തമായി. നമ്മൾ പോകുന്നു ഗുപ്തൻ്റെ അടുത്തേക്ക്. എൻ്റെയും നിൻ്റെയും മോഹങ്ങളും സ്വപ്നങ്ങളും തല്ലിക്കെടുത്തിയ ആ നീചൻ്റെ അടുത്തേക്ക്. നീ അവൻ്റെ മാറ് പിളർന്ന് ചോര കുടിക്കുന്നത് എനിക്ക് കാണണം. അതിനെൻ്റെ മരണം വരെയും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. ഇത് അലിയുടെ വാക്കാണ്, യൂനസ് അലിയുടെ വാക്ക്. ഞാൻ പറഞ്ഞു നിർത്തിയതും അവൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. വൈദേഹി, നമ്മൾ പുറപ്പെടുന്നു. അവിടെ എത്തും വരെ നീ എൻ്റെ പഴയ വൈദേഹിയായിരിക്കും. എൻ്റെ കൂട്ടുകാർക്ക് നിന്നെ കാണാനും സംസാരിക്കാനും കഴിയണം. ഞാൻ പറഞ്ഞു നിർത്തിയിട്ട് വണ്ടിയിലേക്ക് നോക്കി. അവിടെ വിഷ്ണുവും മെൽവിനും എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അമ്പരന്നിരിക്കുവാണ്. പെട്ടെന്ന് അവരുടെ മുഖം മാറുന്നത് ഞാൻ കണ്ടു. രണ്ടുപേരുടെയും കണ്ണുകൾ വിടർന്നു. വലിഞ്ഞു മുറുകിയിരുന്ന മെൽവിൻ്റെ മുഖം പോലും വിടർന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവിടെ വിടർന്ന താമരപ്പൂ പോലെ മനോഹരമായ പുഞ്ചിരിയുമായി അവൾ, വൈദേഹി. അപ്പോൾ എങ്ങനെയാ, പുറപ്പെടുകയല്ലേ? ഇതും ചോദിച്ചുകൊണ്ട് അവൾ മുൻപോട്ട് നടന്നു. പോകുന്ന പോക്കിൽ മുട്ടുകൈ കൊണ്ട് എൻ്റെ വയറ്റിലേക്കൊരു കുത്തും കുത്തിയിട്ട് അവൾ നേരെ പോയി ഡോറ് തുറന്ന് വണ്ടിക്കുള്ളിൽ കയറിയിരുന്നു. വരുന്നുണ്ടോ? അവൾ എന്നെ നോക്കി കണ്ണുരുട്ടി. അത്രയും നേരം സ്വപ്നലോകത്തായിരുന്ന ഞാൻ വേഗം ചെന്ന് വണ്ടിയിലേക്ക് കയറി. മെൽവിനും വിഷ്ണുവും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ്. അവൾ രണ്ടുപേരോടും പുരികമുയർത്തി എന്താ എന്ന് ചോദിച്ചു. ഡാ, ആ അലർച്ച എൻ്റെ വായിൽ നിന്നുമാണ് വന്നത്. വിഷ്ണുവും മെൽവിനും ഞെട്ടി. വണ്ടി എടുക്കടാ, ഞാൻ പറഞ്ഞു. വിഷ്ണു പെട്ടെന്ന് വെപ്രാളപ്പെട്ട് വണ്ടിയെടുത്തു. വൈദേഹി ചിരിച്ചു. പിരിമുറുക്കം നിറഞ്ഞു നിന്ന ഞങ്ങളുടെ മനസ്സുകൾ ഒരു നിമിഷം കൊണ്ട് അവൾ മാറ്റിക്കളഞ്ഞു. ഞാൻ വൈദേഹിയെ നോക്കി, അവൾ എന്നെയും. ആ ഒരു നിമിഷം ഞാൻ അലിയായി മാറുകയായിരുന്നു. എടാ, നമുക്ക് മീരയെ കൂടി കൊണ്ടുപോയാലോ? ചോദിച്ചത് മെൽവിനാണ്. മീര അവൻ്റെ അനിയത്തിയാണ്. വേണ്ട, അത് റിസ്ക്കാണ്, വിഷ്ണു പറഞ്ഞു. എന്ത് റിസ്ക്? അവളെ നമുക്ക് നാട്ടിൽ എൻ്റെ ആൻറ്റിയുടെ വീട്ടിലാക്കാം. പിന്നെ നമ്മുടെ കൂടെ വൈദേഹി ഉണ്ടല്ലോ, മെൽവിൻ പറഞ്ഞു. ഞാൻ അവളെ നോക്കി. അവൾ കണ്ണുകളടച്ച് ഓക്കെ എന്ന ആംഗ്യം കാണിച്ചു. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്, തിരികെ നാട്ടിലേക്ക്, പ്രതികാരത്തിൻ്റെ കനൽ വഴികളിലേക്ക്. ഇതേ സമയം ജോൺ വർഗീസിൻ്റെ വീട്ടിൽ അയാളുടെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു. ജോൺ വർഗീസ് ഫോൺ ചെവിയോട് ചേർത്തു. അപ്പുറത്തു നിന്നും മരണം പോലും പേടിച്ചു പോകുന്ന ഒരു കരുത്തുറ്റ ശബ്ദം ജോൺ വർഗീസിൻ്റെ കാതുകളിലേക്ക് ഒഴുകിയെത്തി. മൈത്രേയൻ. ആ പേര് കേട്ടപ്പോൾ തന്നെ ജോൺ വർഗീസ് ആകെ പരിഭ്രാന്തനായി. എന്താ മൈത്രേയ, പതിവില്ലാതെ? ജോണിൻ്റെ ചോദ്യത്തിന് മറുതലക്കിൽ നിന്നും ഒരു പൊട്ടിച്ചിരിയാണ് ആദ്യം മറുപടിയായി ജോണിൻ്റെ കാതിലെത്തിയത്. അതിന് പിന്നാലെ ഇടിമുഴക്കം പോലെ ആ ശബ്ദം. ഏയ് ഇന്ദ്രഗുപ്ത, നിന്റെ മരണസമയം കുറിച്ചുകൊണ്ട് അലിയും വൈദേഹിയും ഉത്തരദേശത്ത് നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. കൂടെ നിന്റെ ഈ ജന്മത്തിലെ പാപക്കറ കഴുകിക്കളയാൻ നിന്റെ പാപത്തിൻ്റെ ഇരകളായ 2 പേരും കൂടെയുണ്ട്. മൈത്രേയൻ്റെ വാക്കുകൾ ജോണിൽ ഭയത്തിൻ്റെ വിത്തുകൾ പാകി. ഇനി ഞാൻ എന്തു ചെയ്യും? ജോണിൻ്റെ ശബ്ദം വിറങ്ങലിച്ചിരുന്നു. ഈ മൈത്രേയനും എൻ്റെ ഉപാസമൂർത്തികളും ഉള്ളിടത്തോളം കാലം അവൾ, വൈദേഹി, വടക്കുന്നാഥൻ്റെ മണ്ണ് താണ്ടി ഇവിടെ എത്തില്ല. പക്ഷെ അതിൻ്റെ ദക്ഷിണ 5 കോടി ഇവിടെ എൻ്റെ മൂർത്തികൾക്ക് മുൻപിൽ 5 മണിക്ക് മുമ്പ് എത്തണം. പറഞ്ഞത് മനസ്സിലായോ? 5 കോടിയോ? എന്താ കുറഞ്ഞു പോയോ? നിന്റെ വിധി മാറ്റി എഴുതാൻ നീ തന്നെ നിയോഗിച്ചതാണ് എന്നെ. നിന്റെ ഉടയോൻ, നിന്റെ കൺകണ്ട ദൈവം. നമ്മൾ തമ്മിൽ കണക്ക് പറയണോ?
മൈത്രാന്റെ ശബ്ദം കനത്തു. വേണ്ട, ക്യാഷ് അവിടെ എത്തിയിരിക്കും, ജോൺ ഉറപ്പ് നൽകി. നല്ലത്. ഈ മൈത്രേയൻ നിനക്കായി ഒരുക്കി വെച്ച രക്ഷാകവചം താണ്ടി അവൾ ഇവിടെ എത്തണമെങ്കിൽ അവളെ സഹായിക്കാൻ മറ്റൊരു അവതാരം ഈ ഭൂമിയിൽ ജന്മമെടുക്കണം. ഇത്രയും പറഞ്ഞ് ഫോൺ കട്ടായി. ജോൺ വർഗീസ് ആകെ അസ്വസ്ഥനായി. എങ്കിലും അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു മൈത്രേയൻ തന്നെ രക്ഷിക്കുമെന്ന്. എന്നാൽ പാപത്തിന്റെ ശമ്പളം മരണമെന്ന നിയമം, സാക്ഷാൽ ഉടയോന്റെ നിയമം, അത് മാറ്റിയെഴുതാൻ ഒരു മൈത്രേയന് സാധിക്കില്ലല്ലോ. ജോണിന്റെ വിധി കുറിക്കപ്പെട്ടിരുന്നു. ജോണിന്റെ മരണമണി മുഴക്കി 2 വണ്ടികൾ കേരള കർണാടക അതിർത്തി ഒരേ സമയം പിന്നിട്ടു. ഒന്നൊരു ബൊലേറോ, അതിൽ വൈദേഹിയും കൂട്ടരും. 2 മുംബൈ തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ്. അതിൽ മൈത്രേയൻ വൈദേഹിക്ക് ഒരുക്കിയ ചതിക്കുഴികളിൽ നിന്നും അവൾക്ക് രക്ഷാകവചമൊരുക്കാൻ സ്വയം നിയോഗിക്കപ്പെട്ടവൻ. ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കിടയിൽ ജോണും ജോണിന്റെ രക്ഷകനായ മഹാമാന്ത്രികൻ മൈത്രേയനും വിട്ടുപോയൊരു കണ്ണി. അതിവേഗം പായുന്ന ആ ട്രെയിനിന്റെ വിൻഡോ സീറ്റിൽ അവൻ, പകമൂത്ത മനസ്സും അഗ്നി എരിയുന്ന കണ്ണുകളുമായി മൈത്രേയൻ പറഞ്ഞ അവതാരം അനന്തൻ, അനന്തനാരായണൻ. നേരിടാൻ പോകുന്ന അഗ്നിപരീക്ഷകൾ അറിയാതെ ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. ഈ യാത്രയിൽ വൈദേഹി ഒരു ആത്മാവാണെന്ന് പോലും ഞങ്ങൾ മറന്നു. എൻ്റെ തോളിൽ തലവെച്ച് കിടന്ന മീരയും കളിതമാശ പറഞ്ഞ മെൽവിനെയും വിഷ്ണുവിനെയും കളിയാക്കിയും അവൾ പൂർണ്ണമായും ഞങ്ങളിൽ ഒരാളായി മാറിക്കഴിഞ്ഞിരുന്നു. എന്നെ നോക്കുമ്പോഴും എന്നോട് സംസാരിക്കുമ്പോഴും അവളുടെ കണ്ണുകളിൽ 2 നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് എനിക്ക് കാണാമായിരുന്നു. അതുകൊണ്ടാകാം ഞാൻ പൂർണ്ണമായും അലിയായി മാറിക്കഴിഞ്ഞിരുന്നു. വണ്ടി കുന്നംകുളം എത്തി. ഞാൻ സമയം നോക്കി 9 മണി. വിഷ്ണു, നമുക്ക് ഭക്ഷണം കഴിക്കണം. എറണാകുളം എത്തുമ്പോൾ എങ്ങനെയായാലും 11 കഴിയും. കോട്ടയം എത്തുമ്പോൾ ഒരുപാട് രാത്രിയാകും, ഞാൻ പറഞ്ഞു. വിഷ്ണു ഒരു തട്ടുകടയുടെ അടുത്തായി വണ്ടി നിർത്തി. ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നോക്കി വൈദേഹി ഇരുന്നു. അവളുടെ കണ്ണുകളിൽ 2 നീർമുത്തുകൾ ഞാൻ കണ്ടു. എന്തുപറ്റി? ഞാൻ ചോദിച്ചു. ഒന്നുമില്ല, നിങ്ങളെപ്പോലെ പച്ച മനുഷ്യനായി നിങ്ങൾക്കൊപ്പം ജീവിക്കണമെന്നൊരാഗ്രഹം. അവളുടെ മറുപടി കേട്ട് ഞാൻ അല്പമൊന്ന് പതറി. പെട്ടെന്ന് 2 വണ്ടികൾ വന്നു നിന്നു. അതിൽ നിന്നും 10 പേർ ചാടിയിറങ്ങി. കിച്ചു, അപകടം! വൈദേഹി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷെ അവൾക്ക് അവിടെ നിന്നും അനങ്ങാൻ സാധിച്ചില്ല. അവൾ ദയനീയമായി എന്നെ നോക്കി. എന്തുപറ്റി? അറിയില്ല കിച്ചു, എനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല, അവൾ പേടിയോടെ പറഞ്ഞു. ഞാൻ ചുറ്റും നോക്കി. മെൽവിനും വിഷ്ണുവും മീരയും ആ വണ്ടികളിൽ വന്നവരാൽ ചുറ്റപ്പെട്ടു കഴിഞ്ഞു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നോർത്ത് ഞാൻ സ്തബ്ധനായി നിന്നു. വണ്ടിയിൽ വന്ന ഒരുത്തൻ മീരയെ ഒരു വല്ലാത്ത ഭാവത്തിൽ നോക്കി. മെൽവിനെയും വിഷ്ണുവിനെയും അവർ പിടിച്ചു വെച്ചു. കടയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന 2 പേർ ചാടി എഴുന്നേറ്റു. ഗുണ്ടകളിൽ ഒരുത്തൻ മീരയുടെ അടുത്തേക്ക് ഒരു വല്ലാത്ത ഭാവത്തോടെ നടന്ന് അടുക്കുന്നത് ഞാൻ കണ്ടു. കൊള്ളാം, ജോൺ സാറ് വിളിച്ചപ്പോൾ ഇങ്ങനൊരു കോളാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവനത് പറഞ്ഞ് മീരയെ നോക്കി വെള്ളമിറക്കി. മീരയുടെ ദേഹത്ത് തൊടാനായി ആഞ്ഞതും അതിശക്തമായ ഒരു അടിയേറ്റ് അവൻ തെറിച്ചു വീണു. ഞാനടക്കം അവിടെ കൂടി നിന്നവരെല്ലാം ഒരു നിമിഷം ഞെട്ടി വിറങ്ങലിച്ചു. മീരയുടെ പിന്നിൽ ഇരുട്ടിൽ നിന്നും ആ രൂപം വെളിച്ചത്തിലേക്ക് വന്നു. കാവിമുണ്ടും ജുബയുമാണ് വേഷം. കഴുത്തിൽ നിറയെ രുദ്രാക്ഷമാലകൾ, ചൈതന്യം നിറഞ്ഞ മുഖം. പക്ഷെ ആ കണ്ണുകൾ, അതിൽ അഗ്നിയായിരുന്നു, കനത്ത പകയുടെ തീ. അടികൊണ്ടവൻ ചാടി എഴുന്നേറ്റു. അവൻ്റെ വായിൽ നിന്നും രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ആരാണ് നീ? വായിലൊഴുകി ഇറങ്ങിയ ചോര തുടച്ചുകൊണ്ട് അവൻ അലറി. കാലൻ. നിന്റെയൊന്നുമല്ല, നിന്റെയൊക്കെ തലതൊട്ടപ്പൻ മൈത്രാന്റെ കാലൻ. പിന്നെ നിന്റെയൊക്കെ കാലനെ കാണണമെന്ന് വാശി പിടിച്ചാൽ ഞാൻ ഇപ്പോൾ തന്നെ കാണിക്കാം. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹം തൻ്റെ കണ്ണുകളടച്ച് വലം കൈയാൽ തൻ്റെ രുദ്രാക്ഷം മാറോട് ചേർത്ത് അമർത്തി പിടിച്ചു. കണ്ണുകളടച്ച് എന്തോ മന്ത്രം ഉരുവിട്ടു. ഈ സമയം ഗുണ്ടകളിൽ ഒരുവൻ അദ്ദേഹത്തെ ആക്രമിക്കാൻ ഒരുങ്ങിയതും കടയിലിരുന്ന സോസ്പാൻ എടുത്ത് മെൽവിൻ അവൻ്റെ തലക്കിട്ടൊരെണ്ണം കൊടുത്തു. പെട്ടെന്ന് വണ്ടിയിൽ നിന്നും ഒരു വടിവാളെടുത്തുകൊണ്ട് ഒരുത്തൻ മെൽവിന് നേരെ കുതിച്ചു. അതേ നിമിഷം തന്നെ അവിടമാകെ വിറപ്പിച്ചുകൊണ്ട് അതിശക്തമായൊരു വെള്ളിടി വെട്ടി. അതിൻ്റെ മുഴക്കത്തിലൊപ്പം അതിശക്തമായ കാറ്റും വീശി. വടിവാളുമായി മെൽവിൻ്റെ നേരെ പാഞ്ഞു വന്ന ഗുണ്ട എന്തോ കണ്ട് പേടിച്ച് പെട്ടെന്ന് നിന്നു. അവൻ്റെ കയ്യിൽ നിന്നും വടിവാൾ താഴേക്ക് ഊർന്നുപോയി. എന്താണെന്നറിയാൻ എല്ലാവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ അവൾ, സർവം ഭസ്മമാക്കാനുള്ള കരുത്തുമായി, സംഹാര രുദ്രയായി വൈദേഹി. വൈദേഹിയുടെ ഭാവമാറ്റം കണ്ട് ഞാനടക്കം എല്ലാവരും പകച്ചു നിന്നു. എന്നാൽ അനന്തൻ്റെ മുഖത്ത് മാത്രം പക നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അതിശക്തമായ കാറ്റിൽ വൈദേഹിയുടെ മുടിയിഴകൾ പാറിപ്പറന്നു. ദിഗന്ധങ്ങൾ നടുങ്ങുമാർ ഉച്ചത്തിൽ അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ കണ്ണുകളിൽ തീരാത്ത പകയുടെ കനലുകൾ എരിഞ്ഞു. ഒറ്റ നിമിഷം ഒരു കൊടുങ്കാറ്റിന്റെ വേഗതയിൽ വൈദേഹി മീരയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. മീര എന്ന് ആടി ഉലഞ്ഞു. അവളുടെ കണ്ണുകൾ അടഞ്ഞു. ഏതാനും നിമിഷങ്ങൾ മീര കണ്ണുകൾ തുറന്നു. അവളുടെ അടുത്ത് നിന്ന് വിഷ്ണു ഞെട്ടി പുറകോട്ട് മാറി. ആ കാഴ്ച കണ്ട് എനിക്ക് ഭയം തോന്നി. അവളുടെ കണ്ണുകൾ 2 അഗ്നികുണ്ഡങ്ങളായി മാറിക്കഴിഞ്ഞു. മീര അവളെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഗുണ്ടയുടെ അടുത്തേക്ക് പതിയെ നടന്നു. അവൻ അനന്തന്റെ അടിയേറ്റ് താഴെ വന്ന് കിടക്കുകയാണ്. അവൾ അവൻ്റെ അടുത്തെത്തി തല ചിരിച്ചൊരു പ്രത്യേക ഭാവത്തിലൊന്ന് നോക്കി. അവൻ ഭയന്ന് പുറകോട്ട് നിരങ്ങാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അതിനെ കഴിയുന്നുണ്ടായിരുന്നില്ല. നിനക്കെന്നെ വേണ്ടേ? എൻ്റെ ശരീരം വേണ്ടേ? വാടാ. അവൾ പറഞ്ഞത് കേട്ട് വേണ്ട എന്നർത്ഥത്തിൽ അവൻ തലയാട്ടി. പെറ്റമ്മയുടെ മാനത്തിന് പോലും വില പറയുന്ന നായെ, നീ ഇനി എഴുന്നേറ്റ് നടക്കണ്ട.
ഇത്രയും പറഞ്ഞ് വൈദേഹി അവൻ്റെ കാലിൽ പിടിച്ചു ചുഴറ്റി അവനെ വലിച്ചെറിഞ്ഞു. അവൻ അലറിക്കരഞ്ഞു. അല്പം അകലെയായി നിന്നിരുന്ന വലിയ ആൽമരത്തിൽ അവൻ ചെന്നിടിച്ചു വീണു. ഇടിയുടെ ശക്തിയിൽ ആൽമരം ശക്തിയായൊന്ന് ആടിയുലഞ്ഞു. ഇത്രയും കണ്ട ബാക്കിയുള്ള ഗുണ്ടകളെല്ലാം പേടിച്ചു തിരിഞ്ഞ് വണ്ടി ലക്ഷ്യമാക്കി ഓടി. എന്നാൽ നിമിഷങ്ങൾ കൊണ്ട് മീര അവരുടെ ഓരോരുത്തരുടെയും മുൻപിലെത്തി. ഏറിയാൽ ഒരു 3 മിനിറ്റ്. ഗുണ്ടകളെയെല്ലാം ശവതുല്യമാക്കി അവൾ അവരെയെല്ലാം ഒരു വണ്ടിക്കുള്ളിലാക്കി ഡോറടച്ചു. വൈദേഹി മീരയുടെ ദേഹം വിട്ട് പുറത്തേക്ക് വന്നു. മീര കുഴഞ്ഞു വീണു. മെൽവിൻ ഓടിച്ചെന്ന് അവളെ താങ്ങിപ്പിടിച്ചു. പക്ഷെ അവൾ താഴേക്ക് വീണുപോയി. മെൽവിൻ അവളെ താങ്ങിക്കൊണ്ട് മുട്ടുകാലിൽ കുത്തിയിരുന്നു. അനന്തൻ മെല്ലെ എൻ്റെ അരികിലേക്ക് വന്നു. ഭയന്നുപോയോ കിഷോർ? സർവശക്തനും വില്ലാളി വീരനുമായ സാക്ഷാൽ മൈസൂർ സുൽത്താനെ പോലും അത്ഭുതപ്പെടുത്തി കളഞ്ഞ സാക്ഷാൽ യൂനുസലി ഭയന്നുവെന്നോ? പറഞ്ഞു നിർത്തിയിട്ട് അനന്തൻ മെൽവിനെ നേരെ തിരിഞ്ഞു. നീ ഭയപ്പെട്ടോ മെൽവിൻ? പകയുടെ കനൽച്ചൂട് താണ്ടി അന്തിമ യുദ്ധത്തിനെത്തിയ നീയും കൂടപ്പിറപ്പിനൊരു ആപത്തും വന്നപ്പോൾ ഭയപ്പെട്ടു അല്ലേ? അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അനന്തൻ്റെ കണ്ണുകൾ കുറുകി. മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. ഭയം, അത് പാടില്ല. ഭയമുള്ളവർക്ക് തിരിച്ചു പോകാം. കാരണം ഭയം നിങ്ങളെ മരണത്തിൽ കൊണ്ടെത്തിക്കും. നിങ്ങൾ നേരിടാൻ പോകുന്നത് മരണം പോലും ഭയത്തോടെ മാത്രം കാണുന്ന മഹാമാന്ത്രികനെയാണ്. കിടങ്ങൂർ മൈത്രേയൻ എന്ന കണ്ണിൽ ചോരയില്ലാത്ത ആരാചാരെ. സംസാരം നിർത്തിയ അനന്തൻ പെട്ടെന്ന് ദൂരേക്ക് ഒരു ബിന്ദുവിൽ മാത്രം തൻ്റെ ശ്രദ്ധ കൊടുത്തു. അതെന്തെന്നറിയാൻ ഞങ്ങളും അങ്ങോട്ട് ശ്രദ്ധിച്ചു. ചോര മരവിച്ചു പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. അവിടെ കുറച്ച് അകലെയായി നിൽക്കുന്ന ആൽമരത്തിൽ അതിഭീമാകാരനായ ഒരു കടന്നൽക്കോട്. അതിന് പതുക്കെ അനക്കം വെച്ചു തുടങ്ങി. അതാകെ ഇളകി മറിയുന്നു. ഞങ്ങൾ ഭയത്തോടെ അനന്തനെ നോക്കി. അദ്ദേഹം കുന്തൻകാലിൽ ഇരുന്നു കൊണ്ട് തറയിൽ ഒരു നക്ഷത്രചിഹ്നം വരച്ചു. ഒരു കല്ലുകൊണ്ട് തൻ്റെ തിരുനെറ്റിയിൽ തന്നെ ആഞ്ഞടിച്ചു. നെറ്റി പൊട്ടി ചോര ഒഴുകാൻ തുടങ്ങി. ഓടിച്ചെന്ന് പിടിക്കാൻ ശ്രമിച്ച എന്നെ അദ്ദേഹം തടഞ്ഞു. പുറകോട്ട് മാറാൻ കൈകൊണ്ട് കാണിച്ചു. ഞാൻ പുറകോട്ട് മാറി. അദ്ദേഹം തൻ്റെ തിരുനെറ്റിയിൽ ചോര ഒരു നക്ഷത്ര ചിഹ്നത്തിലേക്ക് ഒഴിച്ച ശേഷം അതിൽ ഇടതുകൈയുടെ ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി പിടിച്ചു. വലതുകൈ തൻ്റെ മാറോട് ചേർത്ത് മന്ത്രജപം ആരംഭിച്ചു. പെട്ടെന്നാണ് ആ കടന്നൽക്കൂട് മൊത്തം ഇളകിയത്. അവയുടെ മുകളിൽ ഒരു കടലിരമ്പം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അവ കൂട്ടത്തോടെ ഞങ്ങളെ ലക്ഷ്യമാക്കി പാഞ്ഞു വന്നു. ഞങ്ങൾക്ക് ചുറ്റും അവ വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. പെട്ടെന്ന് ഞാൻ അവ പറക്കുന്ന രീതി ശ്രദ്ധിച്ചു. ഒറ്റ നോട്ടത്തിൽ ഒരു സർപ്പം പത്തി വിടർത്തി ഇഴയുന്ന പോലെ തോന്നും. അവ ഏത് നിമിഷവും ഞങ്ങളെ ആക്രമിക്കുമെന്ന ഭയത്താൽ ഞങ്ങൾ പ്രതീക്ഷയോടെ അനന്തനെ നോക്കി. അനന്തൻ അതേ ഇരിപ്പ് ഇരിക്കുകയാണ്. പെട്ടെന്ന് അനന്തൻ്റെ കയ്യിൽ ഒരു പന്തം പ്രത്യക്ഷപ്പെട്ടു. വൈദേഹി! അലറി വിളിച്ചുകൊണ്ട് അനന്തൻ ആ പന്തം അവൾക്ക് നേരെ എറിഞ്ഞു. വൈദേഹി അതിൽ തൊട്ടതും അതിശക്തമായൊരു പൊട്ടിത്തെറി. വൈദേഹി നിന്ന സ്ഥലത്ത് ഇപ്പോഴത്തെ കാഴ്ച കണ്ട ഞങ്ങൾ ശരിക്കും ഞെട്ടി. അവിടെ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ. അവ ശത്രുവിനെ ലക്ഷ്യം വെച്ച് ജ്വലിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് അവയെല്ലാം കൂടി ചേർന്ന് ഒരു അഗ്നിഗോളമായി. അത് ആ കടന്നൽക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെന്നു. നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് കടന്നലുകളെ ഭസ്മമാക്കി അത് തിരികെ എത്തി. അത് തിരികെ വൈദേഹിയുടെ രൂപം പ്രാപിച്ച് അനന്തൻ മെല്ലെ എഴുന്നേറ്റ് ആകാശത്തേക്ക് നോക്കി അലറി. മഹാമാന്ത്രികനായ മൈത്രേയ, നിന്റെ മൂർത്തികൾക്ക് മേൽ അനന്തനാരായണന്റെ ആദിജയം. ഇതൊരു തുടക്കം മാത്രം. നിന്റെ അസ്ഥിവാരം തോണ്ടിയിട്ടേ ഞാൻ ഈ മണ്ണ് വിടൂ. കിഷോർ, നീ ഇവരെയും കൂട്ടി എത്രയും വേഗം നേര്യമംഗലം എത്തണം. അവിടെ നിന്നെ കാലത്ത് ഒരു വഴികാട്ടി നിൽപ്പുണ്ട്. നാളെ ഒരു ദിവസത്തേക്ക് മൈത്രേയനെ ഞാൻ പൂട്ടും. അതാണ് വൈദേഹിയുടെയും നിന്റെയും സമയം. തുടങ്ങിക്കോണം പ്രതികാരത്തിന്റെ ചോരക്കളി. ഞാൻ ഈ വണ്ടിയും ലോഡും കിടങ്ങൂർ എത്തിക്കട്ടെ. പറഞ്ഞു നിർത്തിയതും വൈദേഹി ഗുണ്ടകളെ ഇട്ടുപൂട്ടിയ വണ്ടിയിൽ കയറി അനന്തൻ. വണ്ടി അതിവേഗം വെട്ടിത്തിരിഞ്ഞ് പാഞ്ഞുപോയി. ഇതേസമയം കിടങ്ങൂർ മനയിലെ തൻ്റെ പൂജാമുറിയിൽ ഉച്ചത്തിൽ അലറി വിളിച്ചു മൈത്രേയൻ. വൈദേഹി അവൾ തൻ്റെ അതിശക്തമായ ബന്ധനം പൊട്ടിച്ചു കളഞ്ഞു. തൻ്റെ ഉപാസനമൂർത്തികൾ കാണാമറയത്തുമാണ്. അത് കുഴപ്പമാണ്. യഥാവിധി ഉപാസിച്ചില്ലെങ്കിൽ മൂർത്തികൾ ഉപാസകനെ തന്നെ ഇല്ലാതാക്കി കളയും. വൈദേഹിക്ക് ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല. അതിശക്തനായ ആരൊരാൾ അവളുടെ ഒപ്പമുണ്ട്. മൈത്രേയൻ ചിന്തിച്ചു തീർന്നതും കിടങ്ങൂർ കോവിലകത്തെ ഗേറ്റിടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ഒരു വണ്ടി അകത്തേക്ക് പാഞ്ഞു കയറി. മനയുടെ മുറ്റത്ത് ഒരു കറക്കം കറങ്ങി നിന്നു. മൈത്രേയൻ പുറത്തേക്ക് വന്നു. വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കി. ആകാശം കറുത്തിരുണ്ടു. ശക്തമായ കാറ്റ് വീശി. ഡോർ തുറന്ന് അനന്തനാരായണൻ പുറത്തേക്കിറങ്ങി. അവൻ്റെ കാൽ അവിടുത്തെ മണ്ണിൽ സ്പർശിച്ചതും പ്രപഞ്ചത്തെ മുഴുവനും നടക്കിക്കൊണ്ടൊരു ഇടി മുഴങ്ങി. വണ്ടിയിൽ നിന്നും ഇറങ്ങി അവനെ കണ്ട മൈത്രേയൻ്റെ മുഖം വിളറി വെളുത്തു. മൈത്രേയൻ അറിയാതെ തന്നെ ആ നാമം ഉച്ചരിച്ചു. അനന്തനാരായണൻ. മൈത്രേയനാകെ വിയർത്തു വിളിച്ചു. തൻ്റെ മരണമാണ് തൊട്ടുമുമ്പിൽ നിൽക്കുന്നതെന്ന് മൈത്രേയന് തോന്നി. മൈത്രേയ! ഇടിമുഴക്കം പോലെ അനന്തനാരായണൻ വിളിച്ചു. നീ എന്നെ മറന്നിട്ടില്ലാലേ? അപ്പോൾ 25 വർഷം മുമ്പുള്ള ആ രാത്രി നീയും മറന്നു കാണില്ലാലേ? നിനക്ക് മഹാശക്തികളെ നിയന്ത്രിക്കാൻ കഴിവുള്ള മാന്ത്രികനാകാൻ വേണ്ടി ഒരു 13കാരിയെ ബലി കൊടുത്തത് നീ മറന്നു കാണില്ലാലേ? അത് തടയാൻ ശ്രമിച്ച അവളുടെ അച്ഛനെയും അമ്മയെയും നിന്റെ വിശ്വസ്ത അനുയായി ജോൺ വർഗീസും കൂട്ടരും ചേർന്ന് കൊത്തി നുറുക്കിയത് നീ മറന്നു കാണില്ലാലേ? ഉറ്റവരെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ടത് കണ്ട് വിറങ്ങലിച്ച് നിന്ന് ഒരു 8 വയസ്സുകാരനെ നീ മറന്നിട്ടില്ലാലേ?
കത്തുന്ന കണ്ണുകളുമായി പറഞ്ഞു തുടങ്ങിയ അനന്തൻ അവസാനമെത്തിയപ്പോൾ അറിയാതെ ഒന്ന് തേങ്ങി. അവൻ്റെ കണ്ണുകളിൽ ഒരു ജന്മം മുഴുവനും അനുഭവിച്ച വേദന ഒരു സമുദ്രമായി അലയടിച്ചു. നിന്റെ മൂർത്തികൾ എന്നെ തേടി ഒരുപാട് അലഞ്ഞുവല്ലേ? അവരുടെ കണ്ണുകളിലൂടെ നീ എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടവും കണ്ടു. പക്ഷേ നിന്റെ കിങ്കരന്മാർക്ക് എൻ്റെ രോമത്തിൽ പോലും തൊടാൻ കഴിഞ്ഞില്ല അല്ലേ? ആചാര്യ ദുർഗാ മഹാദേവ് ഭട്ടാചാര്യ എന്ന മഹായോഗി എന്ന ഗുരു എനിക്കായി ഒരുക്കി വെച്ച രക്ഷാകവചം തകർക്കുവാൻ നിന്റെ മൂർത്തികൾക്കായില്ല. ഒരു നിമിഷം നിർത്തിയിട്ട് അനന്തൻ മൈത്രേയൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. മൈത്രേയ, നിന്റെ മനസ്സിൽ തോന്നുന്നത് സത്യമായ കാര്യമാണ്. നിന്റെ തൊട്ടു മുമ്പിൽ നിൽക്കുന്നത് നിന്റെ മരണമാണ്. മഹാമാന്ത്രികനായ നിന്റെ അവസാനം അടുത്തു കഴിഞ്ഞു. നാളെ കഴിഞ്ഞ് മറ്റൊരു സൂര്യോദയം കാണാൻ നീ ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞുകൊണ്ടൊരു കൊടുങ്കാറ്റ് പോലെ അനന്തൻ തിരിച്ചു നടന്നു. മൈത്രേയനാകെ ഭയന്ന് നിൽക്കുവാണ്. ഈ ലോകം തൻ്റെ കാൽക്കീഴിലാണെന്ന് അഹങ്കരിച്ചിരുന്ന ആ മഹാമാന്ത്രികന് ആദ്യമായി സ്വന്തം പ്രാണനിൽ ഭയം തോന്നി. മൈത്രേയ വേഗം തന്നെ തൻ്റെ അനുയായികൾ, ശിഷ്യർ, സേവകർ എല്ലാവരെയും വിളിച്ച് പെട്ടെന്ന് തന്നെയുള്ളൊരു ഹോമത്തിന് തയ്യാറാവുക പറഞ്ഞു. മൈത്രേയൻ ഒരുങ്ങിക്കഴിഞ്ഞു, സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള മഹായാഗത്തിനായി. ഇതേ സമയം ഞങ്ങളുടെ വണ്ടി നേര്യമംഗലം ടൗണിൽ എത്തിച്ചേർന്നു. വണ്ടി നിർത്തി ഞാനും മെൽവിനും വിഷ്ണുവും പുറത്തിറങ്ങി. വൈദേഹിയും മീരയും വണ്ടിക്കുള്ളിൽ തന്നെയിരുന്നു. ഞങ്ങൾ ചുറ്റും നോക്കി, അനന്തം പറഞ്ഞ വഴികാട്ടിക്കായി. പക്ഷെ ആരെയും കണ്ടില്ല. നമുക്ക് ഓരോ ചായ കുടിച്ചാലോ? വിഷ്ണുവാണ് ചോദിച്ചത്. കുറച്ചകലെയായി ഒരു വെളിച്ചം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊരു ചായക്കടയായിരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അവൻ ചോദിച്ചത്. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. വെളിച്ചം കണ്ട ദിക്കിലേക്ക് ഞങ്ങൾ നടന്നു. വിഷ്ണുവിൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല. അതൊരു ചായക്കട തന്നെയായിരുന്നു. ചേട്ടാ, 3 ചായ. ചെന്ന് കയറിപാടെ വിഷ്ണു പറഞ്ഞു, ഒരു 10 മിനിറ്റ് താമസമുണ്ട്, പാലെത്തിയിട്ടില്ല. കടക്കാരൻ മറുപടി പറഞ്ഞു. പാലില്ലെങ്കിൽ കട്ടനായാലും മതി, മെൽവിൻ പറഞ്ഞു. നിൽക്കുമക്കളെ, ഇപ്പോൾ വരും. കടക്കാരൻ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് സാധനം എത്തി. 70 വയസ്സ് തോന്നിക്കുന്നൊരു വൃദ്ധൻ. അവർ ഇരുട്ടത്ത് നിന്നും വെളിച്ചത്തേക്ക് വന്നു. ആ മുഖം കണ്ട ഞാനും മെൽവിനും ഞെട്ടിപ്പോയി. അന്ന് മൂകാംബികയിൽ വെച്ച് വൈദേഹിയുടെ കാര്യം എൻ്റെ അടുത്ത് ആദ്യമായി പറഞ്ഞ അതേ വൃദ്ധ. അവർ എൻ്റെ അരികിലേക്ക് പതിയെ നടന്നു വന്നു. അലി, ഇവിടെ നിന്നും മൂന്നാർ റൂട്ടിൽ ഒരു സ്ഥലമുണ്ട്, 6 മൈൽ എന്നൊരു സ്ഥലം. അവിടെ നിന്നും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് താണ്ടി നിങ്ങൾ കാട് കയറിക്കോ. വൃദ്ധ പറഞ്ഞത് കേട്ട് ഞാനും മെൽവിനും കണ്ണിൽ നോക്കി. അത് കണ്ടിട്ടാകാം അവർ ബാക്കി കൂടി പറഞ്ഞു. പേടിക്കണ്ട, ആ കാടിനകത്തൊരു ഗ്രാമമുണ്ട്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കൂട്ടം മനുഷ്യർ താമസിക്കുന്ന ഗ്രാമം, മാമലക്കണ്ടം. ആ ഗ്രാമം പിന്നിട്ട് നിങ്ങൾ പിന്നെയും കാട് കയറിക്കോ. അവിടെ അവരുണ്ടല്ലേ, നീയും വൈദേഹിയും തേടി നടക്കുന്നവർ. ചന്ദ്രമൗലി, ഭൈരവൻ, നാഗേശ്വരൻ. മനസ്സിലായില്ലെങ്കിൽ അഭിനവയുഗത്തിൽ അവരുടെ പേരുകൾ യഥാക്രമം ദേവരാജൻ, കുര്യൻ, രഞ്ജിത്ത്. ഒരേ ബാങ്കിലെ ജീവനക്കാർ. അവർ അവധി ആഘോഷിക്കാൻ മാമലക്കണ്ടത്തിലെത്തിയിട്ടുണ്ട്. അവിടെ വനത്തിൻ്റെ ഉള്ളിലെ പ്രകൃതി ഒരുക്കിയ മനോഹര ദൃശ്യഭംഗിയിലെല്ലാം മറന്ന് അവർ പിണ്ടിമേട് വെള്ളച്ചാട്ടത്തിൽ നിന്നുണ്ടാകും. അവർ പറഞ്ഞു നിർത്തിയതും ഇടിമുഴക്കം പോലൊരു ശബ്ദം കാതിൽ വന്നു പതിച്ചു. അലി! ഞങ്ങൾ ഞെട്ടി പുറകിലേക്ക് നോക്കി. അവിടെ കത്തുന്ന കണ്ണുകളുമായി അവൾ, വൈദേഹി. പുറപ്പെടാം, സമയം കളയാനില്ല. അവളുടെ ശബ്ദത്തിനൊരു ആജ്ഞാശക്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം നോക്കി. തിരിഞ്ഞ് വൃദ്ധയെ നോക്കിയ ഞങ്ങൾ ഒരു നിമിഷം ഞെട്ടി. കാരണം അവിടെ ആ വൃദ്ധ ഇല്ലായിരുന്നു, ആ ചായക്കടയും. വഴികാട്ടി, ഞാൻ മന്ത്രിച്ചു. ഞങ്ങൾ വേഗം വണ്ടിക്കരികിലെത്തി. പോകാം, മെൽഹിൻ വൈദേഹിയോട് പറഞ്ഞു. അവളുടെ മുഖത്ത് ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. ഞങ്ങൾ യാത്ര തുടർന്നു, മാമലക്കണ്ടം ലക്ഷ്യമാക്കി. പീന്റിമേട്, അവിടുത്തുകാർ കമ്പനിക്കുത്തെന്ന് പറയുന്ന വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി ഞങ്ങളുടെ ബൊലേറോ കാട് കയറി. പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ആലുവയിൽ നിന്നും മൂന്നാറിലേക്ക് അവർ റോഡ് പണിതു. ഈ റോഡിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഇല്ല എന്നതാണ്. ഈ റോഡ് കടന്നു പോകുന്നത് പീന്റിമേടിന് അടുത്തുകൂടിയാണ്. പ്രകൃതി രമണീയമായ സ്ഥലത്ത് അവർ ഒരു ഗസ്റ്റ് ഹൗസ് പണിയിച്ചു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗസ്റ്റ് ഹൗസ് അടുത്തുള്ളതിനാൽ പീന്റിമേട് കമ്പനിക്കുത്തായി. 10-15 പേരുടെ ജീവനെടുത്തുള്ള സ്ഥലമാണത്. വിഷ്ണു തൻ്റെ അറിവ് പറഞ്ഞു. അവന് മാമലക്കണ്ടൊരു ഫ്രണ്ടുണ്ട്, അനീഷ്. പുള്ളിക്കാരൻ പറഞ്ഞ കഥയാണിത്. വണ്ടി കാടും നാടും താണ്ടി പോയിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് വഴി തീർന്നു പോയ പോലെ. നേരം പുലർന്നു തുടങ്ങി. ഞാൻ സമയം നോക്കി, 6 മണി കഴിഞ്ഞു. അതുവഴി കടന്നു വന്ന ഒരു ചേട്ടൻ വണ്ടി കണ്ടടുത്തേക്ക് വന്നു. കുത്തു കാണാൻ പോകുകയാണോ? ഇനി നടക്കണം, ഈ കുന്നു കയറി അപ്പുറത്തിറങ്ങണം. പഴയ ആലുവ മൂന്നാർ റോഡിൽ, അവിടെ നിന്നും റോഡിൽ കൂടി കുറച്ച് നടക്കണം. നേരം നന്നായിട്ട് വെളുത്തിട്ട് പോയാൽ മതി. ഈറ്റക്കാടിൻ്റെ ഇടയ്ക്ക് കൊമ്പൻ പതുങ്ങിയിരിക്കും, നമ്മളറിയില്ല. ഇത്രയും പറഞ്ഞ് മൂപ്പർ പോയി. ഞങ്ങൾ അപ്പോൾ തന്നെ കാട് കയറാൻ തീരുമാനിച്ചു. ഏത് കൊമ്പനെ കൊണ്ടും കൊമ്പ് കുത്തിക്കുന്ന സാക്ഷാൽ വൈദേഹി ഞങ്ങളുടെ ഒപ്പമുള്ളത് ആ ചേട്ടൻ അറിയില്ലല്ലോ. കാട് കയറാൻ തുടങ്ങി. കുത്തനെയുള്ള കയറ്റം കയറി ആ കുന്നിൻ്റെ മുകളിലെത്തി മറുവശത്തേക്ക് നോക്കി. മനം കുളിർപ്പിക്കുന്ന എന്നാൽ അപകടങ്ങൾ പതിയിരിക്കുന്ന കാടിൻ്റെ വന്യഭാവം എനിക്ക് മനസ്സിലായി. ഞങ്ങൾ കുന്നിറങ്ങി ഈറ്റക്കാടുകൾക്കിടയിലൂടെ കുത്തനെയുള്ള ഇറക്കം. ഇടയ്ക്കിടയ്ക്ക് ആവി പറക്കുന്ന ആനപ്പിണ്ടം. ചില മരങ്ങളിൽ കൊമ്പുകൊണ്ട് കുത്തിയും വലിയ ശരീരം കൊണ്ട് ഉരച്ചും. ഇതെൻ്റെ സാമ്രാജ്യമാണെന്ന് കരിവീരന്മാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പാടുകൾ.
ഇറക്കമിറങ്ങി ഞങ്ങൾ ഏകദേശം 3 അടി വീതിയുള്ള കരിങ്കൽ പാകിയ റോഡിലെത്തി. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഓർമ്മകളും പേറി പഴയ ആലുവ മൂന്നാർ റോഡ്. അങ്ങ് ദൂരെ വെള്ളം അതിശക്തമായി താഴേക്ക് പതിക്കുന്ന ശബ്ദം കേൾക്കാം. ആ ശബ്ദം ലക്ഷ്യം വെച്ച് ഞങ്ങൾ നടന്നു. ഇതേ സമയം പൂയംകൂട്ടി വഴി ഫോറസ്റ്റ് ഗാർഡുമാരുടെ ഒത്താശയോടെ കമ്പിക്കുത്തിലെത്തിയ ദേവരാജനും സംഘവും മദ്യസേവയും നീരാട്ടുമായി ആഘോഷിക്കുകയായിരുന്നു. തങ്ങളുടെ മരണം തൊട്ടടുത്ത് എത്തിയത് അറിയാതെ ദേവരാജൻ, കുര്യൻ, രഞ്ജിത്ത് 3 പേരും ആ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ പുഴയിൽ അടിച്ചു പൊളിച്ച് കുളിക്കുകയാണ്. കരയിൽ പാറപ്പുറത്ത് മദ്യവും അനുബന്ധ സാമഗ്രികളും ഇരിക്കുന്നു. ഓ, നല്ല സൂപ്പർ സ്ഥലം. ഒരു സാധനത്തെ കൂടെ പൊക്കാമായിരുന്നു. ഓപ്പൺ എയർ അല്ലേ, ആരുടെയും ശല്യമില്ല, തകർക്കാമായിരുന്നു, രഞ്ജിത്ത് പറഞ്ഞു. അല്ലേലും ഈ പന്നിക്ക് പെണ്ണെന്നൊറ്റ വിചാരമേ ഉള്ളൂ. നിന്റെ ഈ ആക്രാന്തം കാരണം എത്ര പെൺപിള്ളേരെ നമ്മൾ പറഞ്ഞു പൂർത്തിയാക്കാതെ ദേവരാജൻ നിർത്തി. ഓ, ഒരു പുണ്യാളം വന്നേക്കുന്നു. കൊച്ചുമകളുടെ പ്രായമില്ലാത്ത ഒന്നിനെയാ ഈ മാന്യൻ കഴിഞ്ഞ ആഴ്ച. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്, രഞ്ജിത്ത് തിരിച്ചടിച്ചു. ആ, നിർത്തിക്കുക രണ്ടുപേരും, നാണമില്ലല്ലോ. പറഞ്ഞാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും. പിന്നെ കയ്യിൽ കാശുള്ളത് കൊണ്ട് നമ്മൾ വലിയ പ്രശ്നങ്ങളില്ലാതെ മുൻപോട്ട് പോകുന്നു. മൈത്രേയൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ജന്മത്തിലെ ആത്മാവ് അത് നമ്മുടെ പുറകെയുണ്ട്, ഓർമ്മ വേണം, കുര്യൻ പറഞ്ഞു. പിന്നെ ആത്മാവ്, മൈത്രേയൻ ഉള്ളിടത്തോളം കാലം ഒരു യക്ഷിയും നമ്മളെ തൊടില്ല. ഇതും പറഞ്ഞ് രഞ്ജിത്ത് പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നീന്തി തുടങ്ങി. നമുക്ക് 2 എണ്ണം അടിച്ചാലോ, കുര്യൻ ചോദിച്ചു. ദേവരാജൻ സമ്മതഭാവത്തിൽ കരയിലേക്ക് കയറി. പുറകെ കുര്യനും. അവനെ വിളിക്കുന്നില്ലേ, ദേവരാജൻ ചോദിച്ചു. വേനയിൽ വന്നോളൂ, കുര്യൻ മറുപടി കൊടുത്തു. അവർ രഞ്ജിത്തിനെ നോക്കിക്കൊണ്ട് മദ്യസേവ ആരംഭിച്ചു. രഞ്ജിത്ത് നീന്തി പതിയെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ മറഞ്ഞു. അവരിൽ നിന്നും അല്പം അകലെ മാറി ഈറ്റക്കാടുകൾക്കിടയിൽ ഞങ്ങൾ അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തിരിഞ്ഞ് വൈദേഹിയെ നോക്കിയ ഞാൻ അമ്പരന്നു. അവൾ അവിടെ നിന്നും അപ്രത്യക്ഷയായിരിക്കുന്നു. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ നീന്തുകയായിരുന്ന രഞ്ജിത്ത് പെട്ടെന്ന് ഒന്ന് മുങ്ങാങ്കുഴിയിട്ടു. നല്ല കണ്ണുനീർ പോലുള്ള വെള്ളം, ചുറ്റുമുള്ളത് നല്ല വ്യക്തമായി കാണാം. പെട്ടെന്ന് രഞ്ജിത്തിന് തൻ്റെ ഒപ്പം ആരോ ഉള്ളതുപോലെ തോന്നി. അവൻ തലചരിച്ചു നോക്കി. തൻ്റെ ഉള്ളിൽ കൂടി ഒരു തീഗോളം ഉയർന്നു പോയതുപോലെയാണ് അവന് തോന്നിയത്. തൻ്റെ ഒപ്പം ആ ജലാശയത്തിന്റെ അടിത്തട്ടിൽ അനേകം ആൾക്കാർ, അതും പരിചയമുള്ള മുഖങ്ങൾ. താൻ കാരണം ജീവിതം നശിച്ച് ആത്മഹത്യ ചെയ്തവർ, അല്ലെങ്കിൽ തങ്ങളുടെ വഴിയിൽ തടസ്സമായി നിന്നതുകൊണ്ട് തങ്ങൾ കൊന്നു തള്ളിയവർ. രഞ്ജിത്ത് പെട്ടെന്ന് വെള്ളത്തിൽ നിന്നും ഉയർന്നു. അവൻ അടുത്ത് കണ്ട പാറക്കെട്ടിൽ അള്ളിപ്പിടിച്ച് നിന്നുകൊണ്ട് ദീർഘശ്വാസമെടുത്തു. എന്താ താൻ കണ്ടത്, സത്യമോ അതോ തോന്നലോ? എന്തായാലും മതി, ഈ കാട്ടിൽ നിന്ന് പുറത്തു കടക്കണം. ചിന്തിച്ചുകൊണ്ട് രഞ്ജിത്ത് ചുറ്റും നോക്കി. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ വരുന്ന വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിച്ച പോലെ. തിരിച്ച് എങ്ങോട്ട് നീന്തുമെന്ന് പോലും അവന് മനസ്സിലായില്ല. നാഗേശ്വര, ചിലമ്പിച്ച ആ ശബ്ദം കേട്ട് അവൻ തല ഉയർത്തി നോക്കി. ഓ, പേടിച്ച് പാറമേലുള്ള പിടുത്തം വിട്ടു. അവൻ വെള്ളത്തിലേക്ക് വീണു. അവിടെ രഞ്ജിത്ത് തള്ളിപ്പിടിച്ച് നിന്നിരുന്ന പാറയുടെ മുകളിൽ അവൾ, വൈദേഹി. രഞ്ജിത്ത് പേടിച്ചിരണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ടു അവളുടെ കണ്ണുകളിൽ തന്നെ കത്തിച്ച് ചാമ്പലാക്കാനുള്ള അഗ്നി എരിയുന്നത്. നാഗേശ്വര, നീ എന്നെ മറന്നോ? നിന്റെ കുലദൈവത്തിന് ബലി കൊടുക്കാനുള്ള ബലിമൃഗമാണ് ഞാൻ, വൈദേഹി. അവളുടെ ശബ്ദം ഈയമുരുക്കി ഒഴിക്കുന്നത് പോലെ അവന്റെ കാതുകളിൽ തുളഞ്ഞു കയറി. അവൻ പേടിച്ച് എങ്ങോട്ടെന്നില്ലാതെ നീന്താൻ തുടങ്ങി. വൈദേഹി കത്തുന്ന കണ്ണുകളുമായി അത് നോക്കി നിന്നു. രഞ്ജിത്ത് തിരിഞ്ഞു നോക്കാതെ നീന്തി. അധികം താമസിക്കാതെ തന്നെ അവന് ആ സത്യം മനസ്സിലായി. താൻ നീന്തുന്നത് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്കാണെന്ന്. പക്ഷെ വേറെ നിവൃത്തിയില്ല, തന്നെ ആരും അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. രഞ്ജിത്ത് വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ എത്തിയിരുന്നു. അവിടെ കണ്ടൊരു പാറയുടെ മുകളിൽ അവൻ അള്ളിപ്പിടിച്ചു കയറി. അവൻ ചുറ്റും നോക്കി. തൻ്റെ കൂട്ടുകാരെ പോലും കാണുന്നില്ല. നാഗേശ്വര! തൊട്ടു പുറകിൽ നിന്നും ആ വിളി കേട്ട് രഞ്ജിത്ത് ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവൻ്റെ തൊട്ടു പിന്നിൽ വൈദേഹി. എനിക്കിതിൻ്റെ ചോര വേണം നാഗേശ്വര. നീ കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്ത പാപങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. എന്നെ ഒന്നും ചെയ്യില്ലേ, ഞാൻ എന്ത് വേണമെങ്കിലും തരാം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് രഞ്ജിത്ത് കൈകൾ കൂപ്പി അവളോട് പറഞ്ഞു. വൈദേഹി ഉറക്കെ ചിരിച്ചു. അവളുടെ ആ ചിരി ആ വനത്തിൽ മാറ്റുലി കൊണ്ടു. ഇനി ആലോചിച്ചു നിന്നിട്ട് കാര്യമില്ല എന്ന് രഞ്ജിത്തിന് മനസ്സിലായി. അവൻ പതിയെ താഴേക്ക് നോക്കി. താഴെ അഗാധമായ താഴ്ചയിലേക്ക് വെള്ളം പതിക്കുന്നത് അവൻ കണ്ടു. അവൻ പേടിച്ചിരണ്ട കണ്ണുകളുമായി വൈദേഹിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ പകയുടെ കരിനാഗങ്ങൾ എഴയുന്നത് അവൻ കണ്ടു. അലറിക്കൊണ്ടവൾ അവനെ നേരെ കൈ നീട്ടിയതും അവൻ താഴേക്ക് ചാടിയതും ഒരുമിച്ചായിരുന്നു. ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ ആ കുറച്ചു സമയത്ത് രഞ്ജിത്ത് തൻ്റെ കഴിഞ്ഞ 2 ജന്മങ്ങൾ മുഴുവനും കണ്ടു. താഴേക്ക് തലകീഴായി പതിച്ച രഞ്ജിത്തിന്റെ തല പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് വീണ് ചിന്നിച്ചിതറി. വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ ആത്മനിർവൃതിയോടെ വൈദേഹി അത് കണ്ടു നിന്നു. ഒരുപാട് നേരമായിട്ടും രഞ്ജിത്തിനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ് ദേവരാജനും കുര്യനും. അതിനിടയ്ക്ക് എപ്പോഴും ഒരു പെണ്ണിന്റെ ചിരി കേട്ടതുപോലെ ഇരുവർക്കും തോന്നിയിരുന്നു. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഇത് പറഞ്ഞ് ദേവരാജൻ പുഴയിലേക്ക് ഇറങ്ങി. അയാൾ പാറക്കെട്ടുകൾക്കിടയിൽ മറയുന്നതും നോക്കി കുര്യൻ ഇരുന്നു. ഈ സമയം വൈദേഹി ഞങ്ങളുടെ അടുത്ത് തിരികെ എത്തി. അവളുടെ കണ്ണുകളിൽ അപ്പോഴും മടങ്ങാത്ത പക പുകയുന്നത് ഞാൻ കണ്ടു. അവൾ പൂർണ്ണമായും പ്രതികാരദാഹിയായി മാറിക്കഴിഞ്ഞിരുന്നു. മെൽവിൻ,
അവൾ ഇടിമുഴക്കം പോലെ വിളിച്ചുകൊണ്ട് കത്തുന്ന കണ്ണുകളുമായി അവനെ നോക്കി. നിന്റെ ഈ ശരീരം എനിക്ക് വേണം, കുറച്ച് സമയത്തേക്ക്. നിനക്ക് നിന്റെ കണക്ക് തീർക്കാം. എന്തു പറയുന്നു? സമ്മതം. അത് പറഞ്ഞതും വൈദേഹി അവൻ്റെ ദേഹത്തേക്ക് കടന്നതും നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. അവൻ്റെ മുഖത്തിനൊരു ക്രൂരത നിറഞ്ഞ ഭാവം കൈവന്നു. മീര അത് കണ്ടുപേടിച്ച് എന്നോട് ചേർന്ന് നിന്നു. ചേട്ടായി, അവൾ ദയനീയമായി മെൽവിനെ വിളിച്ചു. ഞാൻ അവളുടെ കവളിൽ തട്ടി ആശ്വസിപ്പിച്ചു. മെൽവിൻ ഒരു കൊടുങ്കാറ്റ് പോലെ കുര്യനെ ലക്ഷ്യമാക്കി പാഞ്ഞു. ദേവരാജൻ പോയ ഭാഗത്തേക്ക് നോക്കി കുര്യൻ ഉറക്കി വിളിച്ചു, ദേവാ. വനത്തിന്റെ നിശബ്ദതയും വന്യതയും അയാളിൽ ഭയം വളർത്തിയിരുന്നു. ദേവാ, അയാൾ വീണ്ടും വിളിച്ചു. ദേവരാജൻ ഇനി തിരികെ വരില്ല ഭൈരവ. ആ ശബ്ദം കേട്ട് കുര്യൻ തിരിഞ്ഞു നോക്കി. 28 വയസ്സ് തോന്നിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ആരാടാ നീ? നീ എല്ലാം കൂടി പിച്ചി ചീന്തിക്കളഞ്ഞ കുറെ ജീവിതങ്ങളില്ലേ? അവർക്കെല്ലാം കൂടെ പകരം ചോദിക്കാൻ സാക്ഷാൽ കർത്താവ് തമ്പുരാൻ പറഞ്ഞു വിട്ടത് തന്നെ. പേര് മെൽവിൻ. മെൽവിൻ ജോർജ്. അല്ലെങ്കിൽ ഭൈരവനെ ഈ ജന്മത്തിലും തീർക്കാൻ വന്ന വൈദേഹി. പെട്ടെന്ന് മെൽവിൻ നിന്ന സ്ഥാനത്ത് വൈദേഹി പ്രത്യക്ഷപ്പെട്ടപ്പോൾ കുര്യൻ നടുങ്ങിപ്പോയി. അയാൾ തിരിഞ്ഞോടി. മെൽവിൻ നിന്ന നിൽപ്പിൽ ഉയർന്നു ചാടി. മെൽവിന്റെ വലത്തെ മുട്ടുകൾ കുര്യന്റെ നട്ടല് തകർക്കുന്ന ശബ്ദം വളരെ വ്യക്തമായി ഞങ്ങൾ കേട്ടു. കുര്യൻ അലറിക്കരച്ചിലോടെ അവിടെ മുട്ടുകുത്തിയിരുന്നു. എന്നെ കൊല്ലല്ലേ? വേദന കൊണ്ടുള്ള ഒരു ഞെരുക്കം മാത്രമായാണ് കുര്യന്റെ ശബ്ദം പുറത്തു വന്നത്. മെൽവിൻ കുര്യന്റെ കാലിൽ പിടിച്ച് പൊക്കിയെടുത്ത് ചുഴറ്റിയെറിഞ്ഞു. അയാൾ അടുത്തുള്ള മരത്തിൽ ചെന്നിരിച്ചു. ആ മരത്തിൽ കൂർത്തു നിന്ന ഒടിഞ്ഞ ശിഖരത്തിന്റെ ബാക്കി ഭാഗം കുര്യന്റെ ഹൃദയം തുളച്ചു പുറത്തു വന്നു. ആ മരത്തിൽ തന്റെ ഹൃദയം തുളച്ച ശിഖരത്തിൽ കൂർത്തു കിടന്ന കുര്യൻ അലറിക്കരഞ്ഞു. തീരാത്ത പകയുടെ കരൽച്ചോടുമായി വൈദേഹിയും അവളെ വഹിക്കുന്ന മെൽവിനും അയാളുടെ അടുത്തേക്ക് ചെന്നു. മെൽവിൻ അയാളുടെ തലയിൽ പിടിച്ചു വലിച്ചു. പച്ച ജീവനിൽ സ്വന്തം തല ഉടലിൽ നിന്നും പതിയെ പതിയെ വേർപെട്ടു പോകുന്ന വേദനയിൽ കുര്യൻ അലറി. അയാളുടെ കരച്ചിൽ ആ കാട്ടിൽ അലയടിച്ചു. ആ കാഴ്ച കാണാനാകാതെ ഞങ്ങൾ കണ്ണുകളടച്ചു. പറിച്ചെടുത്ത കുര്യന്റെ തല വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് അവൾ നിന്നു. തീരാത്ത പകയുമായി അടുത്ത ഇരയെ കാത്ത് വൈദേഹി. ആ പുഴക്കരയിൽ ദേവരാജൻ എന്ന ചന്ദ്രമൗലിയെ പ്രതീക്ഷിച്ചവൾ പ്രതികാര ദുർഗയായി അവിടെ നിന്നു. വൈദേഹി ദേഹം വിട്ടതോടെ ബോധരഹിതനായ മെൽവിനെ ഞങ്ങൾ ചെന്ന് താങ്ങിയെടുത്തു. വിഷ്ണു എൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചു. മെൽവിൻ പതിയെ ബോധത്തിലേക്ക് തിരിച്ചു വന്നു. ഞങ്ങൾ വൈദേഹിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിടരുന്നത് ഞങ്ങൾ കണ്ടു. ഞാൻ അവൾ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കി. ദേവരാജൻ. കരയിൽ തൻ്റെ മരണം തന്നെ കാത്തു നിൽക്കുന്നതറിയാതെ ദേവരാജൻ കരയെ ലക്ഷ്യമാക്കി നീന്തി വരുന്നു. മെൽവിൻ പതിയെ എഴുന്നേറ്റു. ദേവരാജൻ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇടയ്ക്ക് അയാൾ ചുറ്റും നോക്കിക്കൊണ്ട് കുര്യനെ വിളിക്കുന്നുണ്ട്. ദേവരാജൻ ഞങ്ങളുടെ അടുത്ത് വന്നു. അതെ, നിങ്ങളൊക്കെ ആരാ? വെള്ളച്ചാട്ടം കാണാൻ വന്നതാണോ? ഇവിടെ ഇരുന്ന ആളെ കണ്ടോ? നീന്തി വന്നതിൻ്റെ ക്ഷീണം കൊണ്ട് ദേവരാജൻ കിതച്ചുകൊണ്ടാണ് ഞങ്ങളോടെല്ലാം ചോദിച്ചത്. നിന്റെ എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ദേ ആ മരത്തിൽ കോർത്തു കിടക്കുന്നു. കുര്യന്റെ തലയില്ലാത്ത ജഡം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മെൽവിൻ പറഞ്ഞു. അങ്ങോട്ട് നോക്കിയ ദേവരാജൻ ഞെട്ടി പുറകോട്ട് വീണു. ആരാണ് ഇത് ചെയ്തേ? നീയൊക്കെ ആണോടാ ദ്രോഹികളെ? രഞ്ജിത്തിനെ കാണാനില്ലാത്ത വിഷമത്തിന്റെ കൂടെ കുര്യന്റെ അവസ്ഥ കൂടി കണ്ടപ്പോൾ ദേവരാജന്റെ മനോനില തെറ്റിയെന്ന് എനിക്ക് തോന്നി. അയാൾ വാവിട്ട് നിലവിളിച്ചു. പിന്നെ അലറിക്കൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വന്നു. ചന്ദ്രമൗലി! ആ കാട് നടങ്ങും വിധം ആ ശബ്ദം പുറത്തു വന്നത് എന്നിൽ നിന്നായിരുന്നു. ഞങ്ങളുടെ നേരെ പാഞ്ഞു വന്ന ദേവരാജൻ ഒരു നിമിഷം ഇടിവേറ്റതുപോലെ നിന്നു. ആരാ നീ? ഭയം കൊണ്ട് ദേവരാജന്റെ ശബ്ദം ചിലമ്പിച്ചിരുന്നു. അലി, യൂനുസ് അലി ഖാൻ. ഞാൻ ദേവരാജന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ പേര് കേട്ടതും ദേവരാജൻ ഞെട്ടിവിറച്ചുപോയി. അവസാന ശ്രമം എന്ന നിലയിൽ ദേവരാജൻ എന്നെ നോക്കി അലറി. ഇല്ല, നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. മൈത്രേയൻ എന്ന മഹാമാന്ത്രികൻ എനിക്ക് തുണയായിട്ടുണ്ട്. നിന്റെ മറ്റവളെ മൈത്രേയൻ പൂട്ടിയിരിക്കുക. ആ പൂട്ട് പൊളിക്കാൻ മാത്രം നിനക്ക് നിന്റെ യക്ഷിക്കും കഴിയില്ലടാ. നിന്റെ മൈത്രേയനെ പൂട്ടാൻ നാണൊരുത്തൻ അങ്ങോട്ട് പോയിട്ടുണ്ട്, മണഗുണാഞ്ച. അത് പറഞ്ഞത് മെൽവിനാണ്. നീ ആരാ? ദേവരാജൻ ചോദിച്ചു തീരും മുമ്പ് അയാളുടെ ചെവിക്കല്ല് പൊട്ടിപ്പോകും വിധം മെൽവിൻ ഒരെണ്ണം കൊടുത്തു. നിന്റെ അച്ഛൻ, ചത്തുപോയ പട്ടിപ്പലിശക്കാരൻ മാവുങ്കൽ നടരാജൻ. എൻ്റെ കൈകൊണ്ട് തീരേണ്ട ജന്മമാണ് നീ. പിന്നെ വൈദേഹിക്ക് ഞാൻ വിട്ടുകൊടുത്തതാ. ചാവാൻ പോകുമ്പോഴും പന്നിയുടെ അഹങ്കാരം കണ്ടില്ലേ? അടികൊണ്ട് താഴെ വീണു കിടക്കുന്ന ദേവരാജനെ നോക്കി മെൽവിൻ പറഞ്ഞു. ചന്ദ്രമൗലി, പോകാം. വൈദേഹിയുടെ ശബ്ദം കേട്ട് ദേവരാജൻ അങ്ങോട്ട് നോക്കി. അവിടെ പക നിറഞ്ഞ ചിരിയോടെ വൈദേഹി. അവളുടെ കണ്ണുകളിൽ തൻ്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന വേട്ടമൃഗത്തിൻ്റെ കൊതി ദേവരാജൻ കണ്ടു. സർവ്വശക്തിയും സംഭരിച്ച് ദേവരാജൻ ഓടി. പെട്ടെന്ന് ആ പ്രദേശത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു ചിഹ്നം വിളി മുഴങ്ങി. ഞങ്ങൾ എല്ലാവരും നടുങ്ങി. ദേവരാജനും കേട്ടു ആ ശബ്ദം. പക്ഷേ സ്വന്തം ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ ദേവരാജൻ അത് ശ്രദ്ധിച്ചില്ല. അയാൾ മുൻപോട്ട് തന്നെ കുതിച്ചു. ദേവരാജന്റെ തൊട്ടു മുമ്പിലായി ഈറ്റക്കാടുകൾ ആടിയുലഞ്ഞു. അത് കണ്ട ദേവരാജൻ അറിയാതെ ഭയന്ന് നിന്നുപോയി. ഞങ്ങൾ കണ്ടു ഈറ്റക്കാടുകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ദേവരാജന്റെ മുന്നിൽ ഒരു ഒറ്റക്കൊമ്പൻ. ആ കാഴ്ച കണ്ട് ദേവരാജന്റെ സർവ്വ നാഡീ ഞരമ്പുകളും തളർന്നു. മരണഭയം ദേവരാജനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തി കളഞ്ഞു. അയാൾ തിരിച്ചോടാനായി തിരിഞ്ഞു. പക്ഷേ തൻ്റെ തൊട്ടു പിന്നിൽ ഭീകരരൂപിണിയായി വൈദേഹിയെയും കണ്ടു. ദേവരാജൻ വിറങ്ങലിച്ചു പോയി. ആ ഒറ്റ നിമിഷം കൊണ്ട്
ആ കരിവീരൻ ദേവരാജനെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് തട്ടി താഴെയിട്ടു. അവൻ്റെ വലത്തെ മുൻകാലുയർന്നു. അതവൻ്റെ താഴേക്ക് പതിച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ദേവരാജൻ്റെ തലയും ഉണ്ടായിരുന്നു. പൂക്കൂറ്റി ചിതറും പോലെ ദേവരാജൻ്റെ തലച്ചോറും രക്തവും കൂടി അവിടെ ചിതറി. ഒരു പിടച്ചിലൂടെ ദേവരാജൻ തീർന്നു. എല്ലാം പെട്ടെന്ന് ശാന്തമായി. മെൽവിനും വിഷ്ണുവും മീരയും തളർന്ന് അവിടേക്കിരുന്നു. ഞാൻ പതിയെ പുഴയിലേക്ക് നടന്നു. ആ തെളിനീരിൽ എൻ്റെ മുഖം കഴുകി. വൈദേഹി എൻ്റെ തൊട്ടു പിന്നിൽ വന്നു നിന്നു. ഞാൻ അവളെ നോക്കി. അത്രയും നേരം കണ്ട് സംഹാരരുദ്രയായ വൈദേഹി അല്ലായിരുന്നു അത്. പ്രണയാതുരമായ അലിയുടെ കാമുകി വൈദേഹി, അലി. അവളുടെ ആ വിളി എന്നിൽ എന്തെന്നില്ലാത്ത വികാരങ്ങൾ ജനിപ്പിച്ചു. ഞാൻ എന്നെ തന്നെ മറന്നു. അതെ, റൊമാൻസൊക്കെ പിന്നെ. ഇപ്പോൾ ദാ നിൽക്കുന്ന സാധനത്തെ ഒന്ന് പറഞ്ഞു വിടാമോ? അളിയൻ്റെ നിൽപ്പ് അത്ര പന്തിയല്ല. മെൽവിൻ്റെ ശബ്ദം എന്നെ ഉണർത്തി. ഞാൻ ആ കരിവീരനെ നോക്കി. അവനാണെങ്കിൽ മുറം പോലുള്ള ചെവികൾ ആട്ടിക്കൊണ്ട് ഇനി ആരെ തട്ടണമെന്ന ഭാവത്തിൽ നിൽക്കുന്നു. വൈദേഹി അവനോട് തിരികെ പോകാൻ ആജ്ഞ കൊടുത്തു. അനുസരണയുള്ള പൂച്ചക്കുഞ്ഞിനെ പോലെ സഹ്യൻ്റെ മകൻ തിരികെ കാട് കയറി. 3 പേരെ ഡിക്ലെയർ ചെയ്തിട്ടൊന്നും സംഭവിക്കാത്തതുപോലെ റൊമാൻസ്, അതും ആത്മാവും മനുഷ്യനും തമ്മിൽ എന്താകുമോ എന്തോ. മെൽവിൻ തമാശക്കാണ് അത് പറഞ്ഞതെങ്കിലും വൈദേഹിയുടെ മുഖത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് ഞാൻ കണ്ടു. അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, നിന്നെ ഞാൻ പ്രണയിച്ചു പോകുന്നു വൈദേഹി. ഞാൻ അവളോട് പറഞ്ഞതും അവൾ എൻ്റെ വാ പൊത്തി. അരിതികിച്ചു. എനിക്ക് തിരിച്ചു പോകണം, പോയേ പറ്റൂ. ഞാനും എൻ്റെ അവസ്ഥ മറന്നു. അവൾ കണ്ണീരോടെ പറഞ്ഞു. ഞാൻ അവളെ എന്നോട് ചേർത്ത് പിടിച്ചു. ആദ്യം നമ്മുടെ ലക്ഷ്യം നിറവേറട്ടെ, എന്നിട്ട് യൂനസലി തീരുമാനിക്കും നിന്നെ തിരിച്ചു വിടണോ വേണ്ടയോ എന്ന്. കണ്ണുനീരിൻ്റെ ഇടയിലൂടെ അവൾ പുഞ്ചിരിച്ചു. ഇനി? അവൾ എന്നോട് ആ ചോദ്യം ചോദിച്ച സമയത്ത് തന്നെ വിഷ്ണു മെൽവിനോടും അതേ ചോദ്യം ചോദിച്ചു. ഇനി ആര്? ഉസ്മാൻ. ഞാൻ വൈദേഹിയോട് പറഞ്ഞതും മെൽവിൻ വിഷ്ണുവിനോടും പറഞ്ഞു. CI അൻവർ അഹമ്മദ്. ഇതേ സമയം മൈത്രൻ തൻ്റെ ഉപാസനമൂർത്തികളെ പ്രത്യക്ഷപ്പെടുത്തി സർവശക്തനായി കഴിഞ്ഞിരുന്നു. സർവവും നശിപ്പിക്കാൻ, അതിലൂടെ അനന്തനെ ഇല്ലാതാക്കാൻ. അതിനായി ദേവരാജനും കൂട്ടർക്കും കാവൽ നിർത്തിയ മൂർത്തികളെ പോലും മൈത്രേയൻ തിരിച്ചു വിളിച്ചിരുന്നു. അവർ ഇല്ലാതാകുമെന്നറിഞ്ഞിട്ടും പടിപ്പുരയിൽ കഴുകം കണ്ണുകളുമായി ജോൺ വർഗീസ് കാത്തിരുന്നു തൻ്റെ രക്ഷകന് വേണ്ടി. ഇടിഞ്ഞു വീഴാറായ മേവള്ളൂരില്ലത്തിൻ്റെ തെക്കുഭാഗത്തുള്ള അസ്ഥിത്തറകൾക്ക് മുമ്പിൽ കണ്ണുകളടച്ച് പ്രാർത്ഥനയോടെ അന്തിമയുദ്ധത്തിനായി തൻ്റെ ഉറ്റവരുടെ അനുഗ്രഹം ചോദിച്ച് അവൻ, അനന്തൻ, അനന്തനാരായണൻ. ജോണിനെയും മൈത്രേയനെയും വഹിച്ചുകൊണ്ടാവാനും അനന്തൻ്റെ ഇല്ലം ലക്ഷ്യമാക്കി പാഞ്ഞു. മറ്റ് 2 വണ്ടികളിൽ ജോണിൻ്റെ ഗുണ്ടകൾ അവരെ പിന്തുടർന്നു. താൻ എന്തൊക്കെയാ മൈത്രേയി പറയുന്നത്? ദേവരാജനും രഞ്ജിത്തും കുര്യനും കൊല്ലപ്പെട്ടെന്നോ? ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്കുള്ളിൽ ജോൺ അസ്വസ്ഥനായി. അതേടോ, എനിക്കെൻ്റെ ജീവൻ വലുതാണ്. അതെനിക്ക് സംരക്ഷിച്ചേ പറ്റൂ. അതിനു വേണ്ടിയാണോ ഞാൻ ഇന്നലെ ഹോമം നടത്തിയത്. അതിനെ ഞാൻ സംരക്ഷിച്ചിരുന്ന 3 ജീവനെ അങ്ങ് കൈവിട്ട് കളഞ്ഞു. മൈത്രേയൻ പറഞ്ഞു. അവൻ അനന്തൻ, ദേവനാരായണൻ നമ്പൂതിരിയുടെ മകൻ. അവൻ നിസാരക്കാരനല്ല. എൻ്റെ പ്രാണനാണ് അവന് വേണ്ടത്. പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങ് കൊടുക്കാൻ പറ്റുമോ? അത് പറഞ്ഞപ്പോൾ മൈത്രേയൻ്റെ കണ്ണുകൾ കുറുകിയിരുന്നു. ആ മുഖത്ത് ചതി നിറഞ്ഞൊരു ക്രൂരമായ ചിരി വിടർന്നു. ജോണേ, ഒന്നിനും പറ്റിയില്ലെങ്കിൽ അറ്റ കൈ പ്രയോഗം നടത്തും ഞാൻ. എനിക്ക് ആവാഹിക്കാൻ കഴിയുന്ന സകല ദുർശക്തികളെയും ആവാഹിച്ച് ഞാൻ എൻ്റെ ആത്മാവിൽ ലയിപ്പിച്ചിട്ടുണ്ട്. അവസാന ശ്രമം എന്ന നിലയിൽ ഞാൻ എൻ്റെ ദേഹം ഉപേക്ഷിച്ച് ആ ശക്തികളെ ഒരു ആയുധമാക്കി അനന്തൻ്റെ മേൽ പതിപ്പിക്കും. ആ നിമിഷം, ആ ഒറ്റ നിമിഷം മതി സകലതും കത്തിച്ചാമ്പലാകാൻ. മൈത്രേയൻ പറഞ്ഞു നിർത്തിയതും ജോൺ ഒരു ഞെട്ടലോടെ മൈത്രേയനെ നോക്കി. താനിത് എന്തൊക്കെയാണോ ഈ പറയുന്നത്? ജോൺ ഭീതിയോടെ ചോദിച്ചു. അതേടോ ജോണേ, ഞാനും താനും എന്ന് വേണ്ട, ഈ ലോകത്തെ സകലതും അതോടെ ബൂം. മൈത്രേയൻ ആ രംഗം മനസ്സിൽ കണ്ട പോലെ പൊട്ടിച്ചിരിച്ചു. അനന്തനെ എന്നെ തടയാൻ കഴിയില്ല. ആ ആയുധം അവൻ്റെ ശരീരത്തിൽ തൊട്ടാൽ എല്ലാം തീർന്നു. തന്നോടുള്ള കണക്കുകൾ തീർക്കാൻ കഴിയാതെ വൈദേഹിയുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇനിയും നൂറ്റാണ്ടുകൾ ഇവിടെ അലയും. പക്ഷേ മൈത്രേയൻ പകുതി നിർത്തി. എന്താ ഒരു പക്ഷേ? ജോൺ ചോദിച്ചു. ആ ശക്തി, അതിനെ തടയാൻ ആർക്കും സാധിക്കില്ല. പക്ഷേ അത് അനന്തനെ സ്പർശിക്കും മുമ്പ് ആരെങ്കിലും അതിനെ സ്വീകരിച്ചാൽ, അതായത് ആരെങ്കിലും മരണം സ്വയം സ്വീകരിച്ചാൽ നമ്മൾ പരാജയപ്പെടും. അങ്ങനെ സംഭവിക്കുമോ? ജോൺ പെട്ടെന്ന് ചോദിച്ചു. മൈത്രേയൻ ജോണിൻ്റെ മുഖത്തേക്ക് നോക്കി. അവിടെ മരണഭയം കളിയാടുന്നത് മൈത്രേയൻ കണ്ടു. ജോൺ, നിനക്ക് മരണത്തെ അത്രയ്ക്ക് ഭയമാണോ? പിന്നെ മരണത്തെ ഭയക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ? ജോൺ ചോദിച്ചു. ഉണ്ട്, ഈ ഞാൻ മൈത്രേയൻ. എൻ്റെ മരണം ഞാനാണ് തീരുമാനിക്കുന്നത്, ഞാൻ മാത്രം. അത് പറയുമ്പോൾ മൈത്രേയൻ്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തിരുന്നു. ജോണും മൈത്രേയനും അനന്തൻ്റെയും വൈദേഹിയുടെയും പരാജയം ഉറപ്പിക്കാൻ പദ്ധതികൾ തയ്യാറാക്കുന്ന തിരക്കിൽ ഒരാളുടെ കാര്യം മറന്നുപോയി. അൻവർ അഹമ്മദ് എന്ന ഉസ്മാൻ്റെ. പക്ഷേ അത് മറക്കാത്ത ഒരാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. യൂനുസ് അലി ഖാൻ എന്ന കിഷോർ. ഞാൻ പൂർണ്ണമായും അലിയായി മാറിക്കഴിഞ്ഞിരുന്നു. എൻ്റെ മനസ്സിൽ അൻവറിൻ്റെ മുഖം മാത്രമായിരുന്നു. കട്ടപ്പനയ്ക്കടുത്ത് ആമയൂർ എന്ന ഗ്രാമം. അവിടെ ഏലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ആ വീട്ടിൽ ഒരു പുതപ്പ് മാത്രം ഉടുത്തുകൊണ്ട് തൻ്റെ ശരീരത്തിലെ വിയർപ്പുതുള്ളികൾ തുടച്ചു കളയുന്ന അൻവർ. കട്ടിലിൽ അയാളുടെ അടുത്ത് 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ കിടക്കുന്നു. ശകുന്തളെ, ഞാൻ പോണ്. പിന്നെ കോട്ടയത്തുനിന്ന് ജീപ്പ് ഓടിച്ച് ഞാൻ ഇവിടെ വരുന്നതേ
ഈ പഴങ്കഞ്ഞി കുടിക്കാനല്ല, നല്ല പൂവൻ പഴം തിന്നാനാണ്, അൻവർ ആ സ്ത്രീയോട് പറഞ്ഞു. ഓ, കാര്യം കഴിഞ്ഞപ്പോൾ ഞാൻ വെറും പഴങ്കഞ്ഞിയല്ലേ? അതെ, അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അടുത്ത തവണ വരുമ്പോൾ ആ ആനയുടെ മകളില്ലേ, അവളിവിടെ വേണം. പറഞ്ഞത് മനസ്സിലായോ? അൻവർ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. അയ്യോ സാറേ, ആ കൊച്ചിന് 14 വയസ്സ് തികഞ്ഞിട്ടില്ല. മാത്രമല്ല അത് വിത്ത് സാറിന് തന്നെയാ. പാന മോളെ, നിന്റെ ഈ പുളിച്ച നാക്കുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ പറയുന്നത് കേട്ടാൽ മതി. ശകുന്തളയുടെ മുടിക്ക് കുത്തിപ്പിടിച്ച് അൻവർ അലറി. അവളെ ബെഡിലേക്ക് തള്ളിയിട്ടിട്ട് ദേഷ്യത്തോടെ ഷർട്ടിട്ട് കൊണ്ട് അൻവർ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് ശക്തമായ മഴയുണ്ടായിരുന്നു, നല്ല മിന്നലും. ഇതെന്താ ഇപ്പോൾ കാലം തെറ്റിയൊരു മഴ എന്ന് ചിന്തിച്ചുകൊണ്ട് അൻവർ ചെന്ന് ജീപ്പിൽ കയറി. അൻവർ സമയം നോക്കി. 12 മണി കഴിഞ്ഞിരിക്കുന്നു. അൻവർ വണ്ടിയെടുത്തു. ഏലച്ചെടികൾക്കിടയിലൂടെ ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാവുന്ന വഴിയിലൂടെ ആ ജീപ്പ് പതിയെ നീങ്ങി. കനത്ത മഴയും ഇരുട്ടും കാരണം അൻവറിന് വഴി വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. രാവിലെ പോന്നാൽ മതിയായിരുന്നു. ജോൺ സാറിന് രാവിലെ ഏതോ ഒരു ഇല്ലത്ത് പോകാനുണ്ടത്രേ, ഏതോ ഒരു നമ്പൂതിരി ചെക്കനെ പൊക്കാൻ. ഈ ജോൺ സാറിന് നല്ല മുഴുത്ത വട്ടാണ്. ആ മൈത്രേയൻ പറയുന്നത് കേട്ട് മുൻജന്മം പ്രതികാരം ആത്മാവ് വൈദേഹി യൂനസ് അലി ഉസ്മാൻ എന്നൊക്കെ പറഞ്ഞ് വേറൊരു പണിയുമില്ല. ചത്തവനേക്ക് ആത്മാവ് വന്ന് പ്രതികാരം ചെയ്യാനായിരുന്നെങ്കിൽ താനിപ്പോൾ ഒരു 16 പ്രാവശ്യമെങ്കിലും ചാകേണ്ട ടൈം കഴിഞ്ഞു. താൻ തന്നെ കൊന്നിട്ട് താൻ തന്നെ കേസ് അന്വേഷിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചന്മാർ ആ വളവ് തിരിഞ്ഞതും അയാളുടെ കാലുകൾ അറിയാതെ ബ്രേക്കിൽ അമർന്നു. അയാളുടെ ജീപ്പിന്റെ മുൻപിൽ റെയിൻകോട്ടിട്ട് ഒരാൾ. അൻവർ ഹോണടിച്ചു, പക്ഷെ അയാൾ മാറുന്നില്ല. ഒരു പച്ചത്തെറിയും വിളിച്ച് അൻവർ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങി അയാളുടെ അടുത്തേക്ക് ചെന്നു. ആരാടാ നീ? ഒരു പുളിച്ച തെറിയും ചേർത്തുകൊണ്ട് അൻവർ ചോദിച്ചു. അലി, യൂനസ് അലി ഖാൻ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ തലയിലെ തൊപ്പി ഊരി മാറ്റി. നീ എന്നെ മറന്നോ ഉസ്മാൻ? ആ ഇരുട്ടിലും അൻവർ ഞെട്ടിയത് ഞാനറിഞ്ഞു. നിനക്ക് കാമം തീർക്കാൻ സ്വന്തം ചോരയിൽ ജനിച്ചൊരു കുഞ്ഞിനെ തന്നെ വേണമല്ലോടാ നായിൻ്റെ മോനെ. ചോദിച്ചു തീരും മുമ്പേ ഞാൻ എൻ്റെ വലത്തേക്കാൽ ഉയർത്തി അവൻ്റെ നെഞ്ചത്ത് ചവിട്ടിയിരുന്നു. ചവിട്ടുകൊണ്ട് അൻവർ ജീപ്പിൻ്റെ ബോണറ്റിൽ തലയടിച്ചു വീണു. 2 നിമിഷം. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ അൻവറിന് 2 നിമിഷം വേണ്ടി വന്നു. അത് മനസ്സിലായ ഉടനെ അവൻ എൻ്റെ നേർക്ക് ചാടാനൊരുങ്ങി. എന്നാൽ പിടിച്ചു കെട്ടിയ പോലെ അൻവർ നിന്നു. എൻ്റെ മുമ്പിൽ പാതിരാത്രി സൂര്യൻ ഉദിച്ച പോലെ പ്രകാശം വെതറി അവൾ, വൈദേഹി. അൻവറിൻ്റെ മുഖം ഭയം കൊണ്ട് വിളറി. അവൻ രക്ഷയ്ക്കായി ചുറ്റും നോക്കി. വൈദേഹിയുടെ കൈകൾ അവൻ്റെ കഴുത്തിൽ പിടുത്തമിട്ടു. അവൾ അവനെ പൊക്കിയെടുത്തു. ശ്വാസം കിട്ടാതെ അൻവർ അവളുടെ കയ്യിൽ കിടന്നു പിടഞ്ഞു. വൈദേഹി അവനെ ശക്തമായി ജീപ്പിൻ്റെ ബോണറ്റിലേക്ക് എറിഞ്ഞു. നടുപിടിച്ച് ബോണറ്റിൻ്റെ പുറത്തേക്ക് വീണ അൻവർ അവിടെ നിന്ന് മുരണ്ട് താഴെ വീണു. അയാൾ അലറിക്കരഞ്ഞു. ഞാൻ ചുറ്റും നോക്കി. അവിടെ ഏലച്ചെടികളും റോഡും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി കെട്ടിയ തകർന്ന കമ്പിവേലി ഞാൻ കണ്ടു. കുത്തി നിർത്തിയ കമ്പി ഒരെണ്ണം ഞാൻ വലിച്ചൂരിയെടുത്തു. പൂർണ്ണമായും ഉന്മാദാവസ്ഥയിലായിരുന്ന ഞാൻ ആ കമ്പി അൻവറിൻ്റെ പുരുഷത്വത്തിൽ കുത്തിയിറക്കി. അയാൾ പ്രപഞ്ചം നടുങ്ങുമാർ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. വൈദേഹി എൻ്റെ നേരൊരു കത്തി നീട്ടി. ഞാനതുമായി അൻവറിൻ്റെ പിന്നിൽ ചെന്നു. അവൻ്റെ തലമുടിയിൽ കുത്തിപ്പിടിച്ച് തല മേൽപോട്ടാക്കി. കൊല്ലലി അവനെ, കൊല്ല്! വൈദേഹി അലറി. എന്നെ ഒന്നും ചെയ്യല്ലേ, അൻവർ ദയനീയമായി പറഞ്ഞു. പക്ഷെ ഞാൻ പൂർണ്ണമായും ഞാനല്ലാതായി മാറിക്കഴിഞ്ഞിരുന്നു. അതുവരെ ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് നോവിക്കാത്ത ഞാൻ ആ കത്തി അൻവറിൻ്റെ കഴുത്തിൽ ചേർത്തൊരൊറ്റ വലി. ചുടുചോര ചീറ്റി. അൻവർ നിലത്ത് കിടന്ന് പിടയ്ക്കുന്നത് ഞാൻ നോക്കി നിന്നു. അത് നിശ്ചലമാകും വരെ. ഇനി ജോൺ. അവസാനത്തെ ഇരയെ തേടി ഞങ്ങൾ യാത്രയായി. അനന്തനെയും വൈദേഹിയെയും ഇല്ലാണ്ടാക്കാൻ, സ്വയം ഇല്ലാതാകാൻ തയ്യാറെടുത്ത് മൈത്രേയനും ജോണും. അന്തിമ യുദ്ധത്തിന് മൈത്രേയനെ മുഖാമുഖം പ്രതീക്ഷിച്ച അനന്തനാരായണൻ. കിഴക്കേ ചക്രവാളത്തിൽ ആദിത്യൻ തല നീട്ടി. ചോരക്കളികൾക്ക് അന്ത്യം കാണുന്ന ദിവസത്തിന് സാക്ഷിയാകാൻ. തൻ്റെ ഇല്ലത്ത് മൈത്രേയനെയും പ്രതീക്ഷിച്ച് പകയാൽ നീറുന്ന മനസ്സും അഗ്നിവമിക്കുന്ന കണ്ണുകളുമായി അനന്തൻ നിന്നു. ഞങ്ങൾ അതിവേഗം അനന്തൻ്റെ ഇല്ലം ലക്ഷ്യമാക്കി കുതിച്ചു. ഞങ്ങൾ അവിടെ എത്തും മുമ്പേ ജോണും മൈത്രേയനും അവിടെ എത്തിച്ചേർന്നു. വണ്ടിയിൽ നിന്നും മൈത്രേയൻ ആ മുറ്റത്ത് കാലെടുത്ത് കുത്തിയതും പ്രപഞ്ചം നടുങ്ങുമാർ ഉച്ചത്തിൽ ഒരു ഇടിവെട്ടി. വീശിയടിക്കുന്ന കാറ്റിനെ ശക്തി കൂടി. വണ്ടിയിൽ നിന്നും ഇറങ്ങിയ ജോണും മൈത്രേയനും കണ്ടു. വീശിയടിക്കുന്ന കാറ്റിനെ കരിമ്പാറക്കെട്ടുപോലെ പ്രതിരോധിച്ചുകൊണ്ടൊരു മുഖത്തൊരു ചെറുപുഞ്ചിരിയോടെ അനന്തൻ. അവൻ്റെ കണ്ണുകളിൽ എരിയുന്ന പകയുടെ കനലുകൾ മൈത്രേയൻ കണ്ടു. അനന്ത! മൈത്രേയൻ്റെ ശബ്ദം മറ്റൊരു ഇടിമുഴക്കമായി അവിടെ പ്രതിധ്വനിച്ചു. നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല അനന്ത. നീ പഠിച്ച തന്ത്രമന്ത്ര വിദ്യകളുടെ ആത്മവിശ്വാസത്തിൽ നീ തേടിയിറങ്ങിയത് നിന്റെ മരണത്തെയാണ്. നിന്റെ ഉറ്റവരുടെ വിധി തന്നെയായിരിക്കും നിനക്കും എൻ്റെ കൈകൊണ്ട് മരണം. പറഞ്ഞു പൂർത്തിയാക്കിയ മൈത്രേയൻ പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ ജയിച്ചവൻ്റെ ഭാവമുണ്ടായിരുന്നു. എന്നാൽ മൈത്രേയനെ അമ്പരിപ്പിച്ചുകൊണ്ട് അനന്തൻ്റെ ചിരി അവിടെ മുഴങ്ങി. ഭയം പോലും ഭയപ്പെടുത്തുന്ന മഹാമാന്ത്രികൻ മൈത്രേയൻ. പക്ഷേ വകതിരിവ് വട്ടപൂജ്യം. അല്ലെങ്കിൽ സർവശക്തനായ സാക്ഷാൽ ശ്രീ പരമേശ്വരൻ്റെ സാന്നിധ്യമുള്ള ഈ മണ്ണിലേക്ക് നീ എങ്ങനെ ഇത്ര ധൈര്യത്തിൽ വന്നു കയറി മൈത്രേയ? അനന്തൻ്റെ വാക്കുകൾ കേട്ടതും മൈത്രേയൻ എന്തോ പന്തികേട് തോന്നി. നിനക്ക് മനസ്സിലായില്ലാലേ? തിരിഞ്ഞു നോക്കു മൈത്രേയ, ആ പടിപ്പുരയിലേക്ക്.
അനന്തൻ്റെ വാക്കുകൾ കേട്ട ജോണും മൈത്രേയനും ഗുണ്ടകളുമൊക്കെ തിരിഞ്ഞു നോക്കി. ജോണിനും ഗുണ്ടകൾക്കും ഒന്നും കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ മൈത്രേയൻ കണ്ടു. താൻ ഇത്രയും കാലം ഉപാസിച്ച തൻ്റെ മൂർത്തികൾ, എന്തിനുമേതിനും തനിക്ക് തുണ നിന്ന മൂർത്തികൾ, അവരെ പടിപ്പുര കടക്കാൻ കഴിയാതെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന സാക്ഷാൽ മഹാദേവന്റെ ഭൂതഗണങ്ങൾ. മൈത്രേയന്റെ മുഖം വലിഞ്ഞു മുറുകി. ആ കണ്ണുകൾ ചോര ചുവപ്പായി. തനിക്ക് തുണയായി തൻ്റെ ആത്മാവിൽ താൻ കൂട്ടിച്ചേർത്ത ശക്തികൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് മൈത്രേയന് വന്നു. എന്തു പറ്റി മൈത്രേയ? മൈത്രേയന്റെ ഭാവമാറ്റം കണ്ട ജോൺ ചോദിച്ചു. മരണമാണ് ജോണെ നമ്മുടെ മുമ്പിൽ കാവിയെടുത്ത് നിൽക്കുന്നത്. മൈത്രേയന്റെ ശബ്ദം പതിഞ്ഞിരുന്നു. പക്ഷെ ആ ശബ്ദത്തിന്റെ ഉറപ്പ് ജോണിന്റെ ഒപ്പം അനന്തനെയും അമ്പരപ്പിച്ചു. മൈത്രേയൻ നിസ്സഹായനാണെന്ന് മനസ്സിലായ ജോൺ തൻ്റെ ഗുണ്ടകളോട് അലറി, കൊല്ലടാ പാന്ന നായിൻ്റെ മോനെ. അത് കേൾക്കാൻ കാത്തിരുന്ന പോലെ ആയുധങ്ങളുമായി ഗുണ്ടകൾ അനന്തന്റെ നേരെ കുതിച്ചു. നിൽക്കവിടെ! ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ട് മൈത്രേയൻ പോലും ഒന്ന് പകച്ചുപോയി. ഗുണ്ടകൾ നിശ്ചലരായി. കളിക്കാൻ മുഴുവൻ ഇറങ്ങാതെ എന്ത് കളി? നിന്റെയൊക്കെ അന്നദാതാവിനെ പച്ചയോടെ കടിച്ചു തിന്നാൻ അവളിങ്ങെത്തിക്കോട്ടെ. അവൾ വരും മൈത്രേയ, ഞാൻ വരുത്തും. നീ സംരക്ഷണ കവചം ഒരുക്കിയ നിന്റെ ആശ്രിതനായ ഇന്ദ്രഗുപ്തനെ നിന്റെ മുൻപിലിട്ട് തീർക്കാൻ അവൾ വരും. വൈദേഹി! അനന്തൻ പറഞ്ഞു നിർത്തിയതും ഞങ്ങളുടെ ബൊലേറോ കൊടുങ്കാറ്റ് പോലെ ആ മുറ്റത്ത് വട്ടം കറങ്ങി നിന്നതും ഒരുമിച്ചായിരുന്നു. പൊടിപടലങ്ങൾ ഉയർന്നു പൊങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കും മുമ്പ് വൈദേഹി ഒരു മിന്നൽ പിണരായി ജോണിന്റെ നേർക്ക് പാഞ്ഞു. പൊടിപടലങ്ങൾ അടങ്ങി. വൈദേഹി പോയ വഴിയിലേക്ക് നോക്കിയ മൈത്രേയന് തൻ്റെ രക്തം മരവിക്കുന്ന പോലെ തോന്നി. ഭയമെന്ന വികാരം ആ മാന്ത്രികന്റെ കണ്ണുകളിൽ ആദ്യമായി വന്നു. അവിടെ അനന്തനെ ആക്രമിക്കാൻ ഒരുങ്ങിയ ഗുണ്ടകളുടെ തലയും ഉടലും വേർപെട്ട് കിടക്കുന്നു. ചോരപ്പുഴ പോലെ ഒഴുകി നടക്കുന്നു. ജോണിന്റെ ഞരക്കം കേട്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കി. അവിടെ ജോണിന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് വൈദേഹി. നീ ഓർക്കുന്നുണ്ടോ ഗുപ്ത, ഞാൻ പറഞ്ഞത്? ഞാൻ വരുമെന്ന്, എൻ്റെ അലിയോടൊപ്പം ഞാൻ വരുമെന്ന്. ഞാൻ വന്നു. സ്ത്രീകളെ കാമത്തോടെ മാത്രം നോക്കുന്ന നിന്റെ ഈ കണ്ണുകൾ നിനക്കിനി വേണ്ട. അത് പറഞ്ഞുകൊണ്ട് വൈദേഹി അയാളുടെ കണ്ണുകളിലേക്ക് തൻ്റെ വിരലുകൾ കുത്തിയിറക്കി. ജോൺ വേദന കൊണ്ട് അലറിക്കരഞ്ഞു. സംഹാരരുദ്രയായ വൈദേഹിയുടെ രൂപം കണ്ട് മൈത്രേയൻ വിറങ്ങലിച്ചു നിന്നു. ഒരു ഇടിമുഴക്കം പോലെ വൈദേഹിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. പുഴുത്ത വാക്കുകൾ ഉച്ചരിക്കാൻ നിന്റെ നാവും ഇനി വേണ്ട. പറഞ്ഞുകൊണ്ട് അവൾ ആ നാക്ക് പിഴുതെടുത്തു. അങ്ങനെ അയാളുടെ ഓരോ അവയവവും അവൾ പറിച്ചെടുത്തു. മരണവേദനയിൽ പിടയുന്ന ജോണിന്റെ നിലവിളി അവിടമാകെ അലയടിച്ചു. ആ രംഗം കണ്ട് എല്ലാവരും കണ്ണുകൾ ഇറുക്കിയടച്ചു. ജോണിന്റെ തല രണ്ടായി പിളർന്നു. വൈദേഹി തലയോട്ടി പുറത്തെടുത്ത് അതുമായി അവൾ മൈത്രേയന്റെ മുമ്പിലെത്തി. ആ തലയോട്ടി അവൾ അയാൾക്ക് നേരെ നീട്ടി. മൈത്രേയൻ ഭയന്ന് പുറകോട്ടു മാറി. അവളത് വലിച്ചെറിഞ്ഞു. വൈദേഹി ശാന്തയായി. അവൾ എൻ്റെ അരികിലെത്തി. എൻ്റെ മാറോട് തല ചേർത്തു. ഞാൻ അവളെ ചുറ്റിപ്പിടിച്ചു. പോകാൻ സമയമായി അലി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവളെ നഷ്ടമാകാൻ പോകുന്നു എന്ന സത്യം എന്നെ അസ്വസ്ഥനാക്കി. അനന്ത! മൈത്രേയന്റെ അലർച്ച ഞങ്ങളെ ഉണർത്തി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഞങ്ങൾ എല്ലാവരും നടുങ്ങി. അവിടെ ഒരു അഗ്നിഗോളമായി എരിയുന്ന മൈത്രേയൻ. അവൻ്റെ വലം കൈയിൽ അഗ്നി എരിയുന്ന തൃശൂലം. മൈത്രേയന് തോൽവിയില്ല അനന്ത. നിനക്ക് എന്നെ തോൽപ്പിക്കാനാവില്ല. സർവവും നശിപ്പിച്ച് ഞാൻ തന്നെ എൻ്റെ വിധിയെ സ്വീകരിക്കുന്നു. അനന്തൻ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായിപ്പോയി. ആ ആയുധം തൻ്റെ ദേഹത്ത് സ്പർശിച്ചാൽ സർവനാശമാണെന്ന് മനസ്സിലായി അനന്തൻ ആകെ തളർന്നു. ഇങ്ങനെയൊരു നീക്കം മൈത്രേയന്റെ ഭാഗത്ത് നിന്നും അനന്തൻ പ്രതീക്ഷിച്ചില്ല. ഒരൊറ്റ നിമിഷം മൈത്രേയന്റെ കയ്യിൽ നിന്നും ആ തൃശൂലം അനന്തനെ ലക്ഷ്യമാക്കി പാഞ്ഞതും ഞാൻ ഒറ്റ കുതിപ്പിന് അനന്തന്റെ മുൻപിലേക്ക് എത്തിയതും ഞൊടിയിടയിൽ കഴിഞ്ഞു. എൻ്റെ ഹൃദയം തുളഞ്ഞ് എന്തോ പാഞ്ഞു കയറുന്നത് ഞാൻ അറിഞ്ഞു. കിച്ചു! ആരുടെയൊക്കെയോ നിലവിളികൾ എൻ്റെ കാതിൽ മുഴങ്ങി. ഞാൻ എന്നെ താങ്ങി പിടിച്ചിരിക്കുന്ന അനന്തന്റെ കണ്ണുകളിലേക്ക് നോക്കി. എന്തബദ്ധമാണ് കിച്ചു നീ കാണിച്ചത്? അനന്തന്റെ ശബ്ദത്തിൽ സങ്കടവും നിരാശയും നിറഞ്ഞു നിന്നു. ഇതാണ് ശരി. എനിക്കെൻ്റെ വൈദേഹിയെ പിരിയാൻ പറ്റുന്നില്ല അനന്ത. അത്രയും പറഞ്ഞ് ഞാൻ ചുറ്റും നോക്കി. എൻ്റെ പ്രിയപ്പെട്ടവർ എനിക്ക് ചുറ്റും. അപ്പോൾ നിനക്ക് ഞാൻ ആരുമല്ലാലേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് മെൽവിൻ എന്നെ കെട്ടിപ്പിടിച്ചു. സാരമില്ലടാ, നിന്റെ കണക്കൊക്കെ തീർന്നില്ലേ? നീ ഹാപ്പിയല്ലേ? എൻ്റെ മുമ്പിൽ പഴയതെല്ലാം ഓർമ്മ വന്നു, ഒരു വെള്ളി വെളിച്ചം പോലെ. കിച്ചു! അകലെ എവിടെയോ മെൽവിൻ എന്നെ വിളിക്കുന്നു. ഇനിയൊരു മടങ്ങിപ്പോകില്ല എന്നത് എൻ്റെ ഉള്ളിൽ എവിടേക്കോ ഒരു നീറ്റിലുണ്ടാക്കി. ഞാൻ ഉറക്കത്തിലേക്ക് വീഴുകയാണ്, ഒരിക്കലും ഉണരാത്ത ഉറക്കത്തിലേക്ക്. ഞാൻ കണ്ണുകൾ തുറന്നു. ഇതെവിടെയാ സ്ഥലം? വെള്ളിമേഘങ്ങൾ ഒഴുകി നടക്കുന്ന മനോഹരമായൊരു പൂന്തോട്ടം. അവിടെ പുറംതിരിഞ്ഞ് താഴേക്ക് മിഴികൾ പായിച്ച് ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ അവൾ, എൻ്റെ പ്രിയപ്പെട്ടവൾ വൈദേഹി. ഇതേ സമയം അങ്ങ് ദൂരെ ഭൂമിയിൽ തകർത്ത് പെയ്യുന്ന മഴയിൽ എൻ്റെ ശരീരം മടിയിൽ വെച്ച് പൊട്ടിക്കരയുകയായിരുന്നു മെൽവിൻ. ഈ മരണത്തിൽ ഞാൻ സന്തുഷ്ടനാണെന്നറിയാതെ. കഥ അങ്ങനെ അവസാനിച്ചിരിക്കുന്നു. എങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും പുതിയ കഥയുമായി വരാം. ലവ് യു ഓൾ. ബൈ.